പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജോയ്സ് ടിവിയുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. എന്തൊക്കെയുണ്ട്? കർത്താവിൽ സന്തോഷമായിരിക്കുന്നു? സന്തോഷമായിരിക്കുന്നു, സന്തോഷത്തോടെ പോകുന്നു. 2026 അനുഗ്രഹ വർഷമാണ്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പാസ്റ്റിന് ഒരു നല്ല ജീവിതാനുഭവം കർത്താവ് തന്നിട്ടുണ്ടെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവം നമ്മുടെ കേൾവിക്കാർക്കൊക്കെ വളരെയധികം അനുഗ്രഹമായി തീരട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നപ്പോൾ നിങ്ങളുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ദാസനെ ഏൽപ്പിക്കുന്നു. കേൾവിക്കാർക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ പാസ്റ്റേ, എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാട്ട്. ഞാനിപ്പോ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. പൂമല അത്താണി മെഡിക്കൽ കോളേജിന്റെ അവിടെയാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്ട് ആണ്. എന്റെ വീട്ടിൽ അപ്പനും അമ്മയും 2 മക്കളും ഉണ്ട്, വൈഫും ഉണ്ട്. അപ്പനും അമ്മയും പ്രായമായി ഇരിക്കുന്നു. ഞാൻ പൂമലയിലാണ് ഇപ്പൊ താമസം. ഓക്കെ പാസ്റ്റേ, സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണല്ലോ അല്ലേ? അതെ. സഭാ ശുശ്രൂഷ 7 വർഷമായിട്ട് ഒരു സഭയുടെ പാസ്റ്ററായിരുന്നു. ഇപ്പൊ എനിക്കൊരു അസിസ്റ്റന്റ് ആയിട്ട് നല്ലൊരു പാസ്റ്ററെ കിട്ടിയപ്പോൾ ഞാൻ വീണ്ടും പൊതു ശുശ്രൂഷകൾക്ക് ഈ മാസം മുതൽ ഇറങ്ങുകയാണ്. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ പാസ്റ്റർ നൽകി തരികയാണ്. പാസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹശേഷമുള്ള ഈ നല്ല പകൽക്കാലം ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഈ ജോയ്സ് TV ഏഞ്ചൽ മാത്യു ബോംബെയിലുള്ള ദൈവദാസിയോട് ചേർന്ന് എൻ്റെ അല്പസമയം എൻ്റെ സാക്ഷി പറയുവാൻ എനിക്ക് ദൈവം ഒരവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നന്ദി പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ ദൈവത്തിന് ഞാൻ കൂടുതലായിട്ട് നന്ദി പറയും. കാരണം ഇതൊരു ദൈവത്തിന്റെ പ്രവചനമാണ്. ഞാൻ അത് വിശ്വസിക്കുന്നു. ഒരു മാനുഷിക ബുദ്ധിയിലോ എൻ്റെ ഇഷ്ടമോ അല്ല, എനിക്കൊരു ഇഷ്ടവും ഇല്ലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രവചനമാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ, ഈ പകൽക്കാലം, ഈ ഉച്ച സമയത്ത് ഈ ഹോളിൽ വന്നിരുന്ന് കർത്താവിന്റെ ദാസിയോടുകൂടെ TV-യിലൂടെ മൊബൈലിലൂടെ ആണെങ്കിലും എന്റെ സാക്ഷി പറയുവാൻ ദൈവമാണ് എനിക്കൊരു അവസരം പരിശുദ്ധാത്മ ഒരുക്കുക. അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സ്നേഹവന്ദനത്തെ ഏഞ്ചൽ മാത്യുവിനും ജോയ്സ് TVക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. സ്തോത്രം. എന്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. എന്റെ പേര്, യഥാർത്ഥ പേര് വിളിക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെ തോമസ് മാത്യു എന്നാണ്. തേമ്പള്ളി തോമസ് മാത്യു. അപ്പന്റെ പേര് TT മാത്യു, തോമസ് മാത്യു. പക്ഷെ എന്നെ അറിയപ്പെടുന്ന സാംകുട്ടി മാത്യു എന്നാണ് വിളിപ്പേര്. സാംകുട്ടി മാത്യു എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് അറിയണമെങ്കിൽ എനിക്ക് 10-35 വർഷമായിട്ട് എൻ്റെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ കുഷ്യന്റെ വർക്കാണ്. അപ്പൊ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഏത് പട്ടണത്തിൽ വന്ന് ചോദിച്ചാലും കുഷ്യൻ വർക്കൊക്കെ ചെയ്യുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 3-4 പട്ടണങ്ങളിൽ ഫേമസ് ആണ്. കാരണം പിന്നെ ഇവാഞ്ചലിസ്റ്റ് സാംകുട്ടി മാത്യു എന്ന് പറഞ്ഞാൽ അറിയും. തോമസ് മാത്യു എന്ന് പറഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് സർട്ടിഫിക്കറ്റിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും എന്നെ അറിയാവുന്നവർ വിളിക്കും തോമസ്, അല്ലാത്തൊരു സാംകുട്ടി മാത്യു എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യയുടെ വീട് നീലേശ്വരത്താണ്. ഒരു കോട്ടയത്ത് കുടിയേറ്റമാണ്. ഭാര്യ ഒരു ചെറിയൊരു പോളിയോ ഒക്കെ വന്ന് ചെറിയൊരു വികലാംഗവും കൂടിയാണ്. എന്നാൽ എല്ലാ ജോലിയും ചെയ്യും. ലാബ് ടെക്നീഷ്യനായിരുന്നു. ഒരു മോളും ഒരു മോനും ഉണ്ട്. മോനിപ്പോ ഫിസിയോതെറാപ്പിക്ക് മംഗലാപുരത്ത് പഠിക്കുന്നു. മോള് നഴ്സിംഗ് കഴിഞ്ഞ 2 വർഷത്തെ നിരന്തരം പ്രാർത്ഥന, ഉപവാസവും ഒത്തിരി സാമ്പത്തികവും പ്രയാസങ്ങളും ഒക്കെ വന്നെങ്കിലും ദൈവവാഗ്ദത്ത പ്രകാരം കഴിഞ്ഞ ആഴ്ച വിദേശത്തേക്ക് ഒന്ന് പോകാൻ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പോകാൻ അവസരം തന്നു. എനിക്ക് അപ്പനും അമ്മയുണ്ട്. അമ്മ പ്രായമായി ഇരിക്കുന്നു, അപ്പൻ പ്രായമായി. അപ്പനാണ് വീട്ടിലെ ഈ കുഷ്യന്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന. വൈഫ് തയ്ച്ചു കൊടുക്കും. ഞാനിങ്ങനെ പ്രാർത്ഥനയിലായിരിക്കും എപ്പോഴും ഇട്ടിരിക്കുക. അപ്പൊ ഈ സുവിശേഷ പ്രവർത്തനത്തിന് ട്രാക്ട് കൊടുക്കാനൊക്കെ വീട് വഴി പോകുമ്പോൾ ഞങ്ങളുടെ ഈ കുഷ്യന്റെ വർക്കിന്റെ കാര്യം കൂടെ പറയും. അങ്ങനെ ചിലര് പിന്നീട് അത് വിളിക്കുകയും അങ്ങനെയാണ് ഞാൻ ഇന്ന് വരെ ആഹാരം, പട്ടിണിയോ ദാരിദ്ര്യമോ കൂടാതെ ദൈവം എന്നെ അത്ഭുതമായിട്ട് പോറ്റി പുലർത്തി. ഞാൻ വരുന്നത് ഒരു കത്തോലിക്ക ബെൽറ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അപ്പന്റെ അമ്മാവൻ ബെന്തിക്കോസിലായിരുന്നു. എൻ്റെ അപ്പന്റെ അമ്മയുടെ അനിയത്തി ബെന്തിക്കോസിലായിരുന്നു. ഞങ്ങൾ ഒരു RC ബാക്ക്ഗ്രൗണ്ടിലായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബെന്തിക്കോസ് വിശ്വാസത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ അവരോട് വെറുപ്പൊന്നുമില്ല, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ
പെങ്ങള് മരിച്ചുപോയി. പെങ്ങളുടെ കൂട്ടുകാരി കുറെ വർഷം 90 88 വർഷത്തിലൊക്കെ എന്റെ വീട്ടില് വന്ന സുവിശേഷം പറഞ്ഞപ്പോൾ എന്റെ ചാച്ചൻ അവരെ ചീത്ത പറഞ്ഞിറക്കി വിട്ടു. ഉപദ്രവിച്ചില്ല, ചീത്ത പറഞ്ഞിറക്കി വിട്ടു. എന്റെ പെങ്ങള് BSc വരെ പഠിച്ചാണ്. പെങ്ങള് പറഞ്ഞു അവര് വരട്ടെ, സുവിശേഷം അല്ല പറയുന്നത്, അവരെ ചീത്ത പറഞ്ഞിറക്കുമൊന്നും വേണ്ട, അവര് പറയുന്ന ആശയങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുണ്ട് ഉൾക്കൊണ്ടാൽ മതി എന്ന് അന്ന് വിദ്യാഭ്യാസമുള്ള എന്റെ ആ പെങ്ങള് പറഞ്ഞു. എന്നാൽ 92 എന്റെ പെങ്ങൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു, സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അതിനു മുമ്പ് 2 വിവാഹം, ബന്ധുക്കോസിന്റെ 2 വിവാഹം ഞങ്ങളുടെ അകന്ന റിലേഷനിൽ നിന്ന് കൊണ്ടുവന്നാണ്. 1 രൂപ പോലും സ്ത്രീധനം വേണ്ട. അപ്പൊ അവള് BSc വരെ പഠിച്ചു. അവള് നേഴ്സിങ്ങിന് പിന്നെ പോയില്ല. അന്ന് പിന്നെ ഒരു വിഷയം തോറ്റു, അത് മേടിച്ചു, പാസ്സായി. മംഗലാപുരത്ത് അന്ന് 50,000 രൂപ, 90-ൽ അന്ന് 50,000 രൂപ കൊടുത്ത BSc MBBS നേഴ്സിംഗ് എടുക്കുന്ന അന്നത്തെ ഹോസ്പിറ്റൽ എവിടെയാണ്, അന്ന് 50,000 രൂപ കൊടുത്ത എന്റെ ഒരു പരിചയക്കാരനായ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ പറഞ്ഞു പട്ടാളത്തിൽ റിട്ടയർഡ് ആണ്, അയാളുടെ മകള് അവിടെയാണ് പഠിക്കുന്നത്, വേണമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ അവന്റെ മകള് പറഞ്ഞു വേണ്ട, നീ 10-24 വയസ്സായാലും എന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവള് ലാസ്റ്റ് പറഞ്ഞു ബന്ധുക്കോസ് ആണേലും കുഴപ്പമില്ല, എനിക്ക് ജോലിയുള്ള ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ പിയൂണായിട്ടോ അടിച്ചുതൂപ്പുകാരനായിട്ടോ സർക്കാർ ജോലി എന്തെങ്കിലും ഉള്ളതാണ്, കൃഷിക്കാരനെ കൊണ്ട് എന്നെ കെട്ടിക്കരുത്. ഞങ്ങൾക്കപ്പോൾ 2 ഏക്കർ കൃഷി സ്ഥലമാണ്, ഞങ്ങൾക്ക് പശു ആടൊക്കെ വളർത്തിയാണ് ഞങ്ങളുടെ ജീവിതം. അപ്പം ആ കൃഷി ചെയ്ത് ജീവിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവർക്ക് താല്പര്യമില്ല. അത് തന്നെയല്ല, ഞാൻ തുറന്നു പറയാം, എന്റെ അപ്പൻ ഒരു തികഞ്ഞ മദ്യപാനി ആയിരുന്നതിനേക്കാൾ കൂടുതൽ മദ്യം മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ശീലമായിരുന്നു. അപ്പന്റെ പേര് കുഞ്ഞുമോൻ എന്നാണ്. കുഞ്ഞിയെന്ന് വിളിച്ചാൽ എല്ലാവർക്കും കള്ളുഷാപ്പിൽ നിന്ന് കെട്ടിടത്തിന്റെ പണിയാണ്. അന്ന് ആശാരിമാർക്ക് 15 രൂപയുള്ളപ്പോൾ അപ്പന് കരിങ്കൽ പണിക്ക് 20 രൂപ കൂലി കിട്ടും. അന്ന് ഈ കാളവണ്ടി ചക്രം പുലിയുടെ പടമുള്ള എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന് 20 രൂപ കൊടുക്കുമ്പോൾ ആശാരിക്ക് 15-ഉം പറമ്പിൽ പണിക്കുന്നവർക്ക് 7-ഉം പെണ്ണുങ്ങൾക്ക് 3.50 ഉള്ളൂ. 75-76 കാലയളവിൽ അന്ന് ആ പൈസ കള്ളുഷാപ്പിൽ വന്ന് ഒരു ഗ്ലാസ് കള്ള് കുടിക്കാനായിരിക്കും കയറുന്നത്. അന്നേരം ആരെങ്കിലും കുഞ്ഞിന്ന് വിളിക്കുമ്പോൾ ആ കള്ള് മുഴുവൻ അവർക്ക് മേടിച്ചു കൊടുത്ത് വീട്ടിൽ 12 മണി 1 മണിക്കൊക്കെയാണ് വരുന്നത്. ഞങ്ങളെ ഉപദ്രവിക്കുകയല്ല എന്നുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല. എന്നാൽ എന്റെ അമ്മ കാന്താരി മുളക്, ചീനി, പാവയ്ക്ക, വാഴ കൃഷി ചെയ്തിട്ടാണ് അത് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് റേഷൻ മേടിച്ച് ഞങ്ങളെ പോറ്റി പുലർത്തിയിരുന്നത്. ഞങ്ങൾക്ക് 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ പെങ്ങൾ BSc വരെ പഠിച്ചു. ഞാനാണെങ്കിൽ 7ാം ക്ലാസ്സിലെ പഠിപ്പ് ഹിന്ദി എനിക്ക് അറിയാത്തതുകൊണ്ട് ഹിന്ദി പരീക്ഷ എഴുതിയില്ല. അതോടുകൂടി ഒരു വഴക്കുണ്ടാക്കി ഞാൻ അങ്ങ് നാട് വിട്ടുപോയി. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പട്ടാളത്തിലാകേണ്ടതായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഈ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു നീതിയുള്ള വിശ്വാസിയായി ഒരു നീതിമാനായി ജീവിച്ച കർത്താവിന്റെ അംബാസഡർ ആകുവാൻ കൃപ നന്ദി പറയാം. അങ്ങനെയാണ് ഞാൻ നാട് വിട്ടുപോയി. 13-14 വയസ്സോളപ്പോൾ നാട് വിട്ടു. 20 വയസ്സിലാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇതിനുള്ള കാലയളവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചീട്ട് കളിക്കുമായിരുന്നു. ചീട്ട് കളിക്കാനും ഇടയ്ക്ക് സിനിമ കാണാനും വല്ലപ്പോഴും ഒക്കെ കള്ളു ഒരു ക്ലാസ് അങ്ങനെ ദുർനടപ്പുകാരനായി. പെങ്ങളുടെ ഒത്തിരി വസ്തുവകകൾ, വാച്ച്, അവളുടെ ഡ്രസ്സ്, അവളുടെ പരീക്ഷ ഫീസ്, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ എടുത്തുകൊണ്ട് ആ കാലത്ത് ചീട്ട് കളിച്ചു കളഞ്ഞു. അപ്പൊ എന്റെ പെങ്ങൾ പറഞ്ഞു എന്റെ അപ്പനും ഇങ്ങനെ മദ്യപാനിയായി, ഒരാങ്ങളെയുള്ളതും ഇതുപോലെയായി, അതുകൊണ്ട് എനിക്ക് ജീവിതം അടുത്തെന്ന് പറഞ്ഞ് 2 വട്ടം അന്നത്തെ കാലത്ത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി അന്ന് പാവലിൽ അടിച്ചു വെച്ച് ഒരു മരുന്നെടുത്ത് കഴിക്കാൻ ശ്രമിച്ചു. അപ്പൊ ഞങ്ങൾ അതെല്ലാം അവിടെ കൂടി പിടിച്ചു മാറ്റി. എന്നിട്ട് പറഞ്ഞു നീയും മുടിഞ്ഞു, അപ്പനും മുടിഞ്ഞു, എന്റെ ജീവിതം തകർന്നു, നീ എന്നെയും ജീവിക്കാനും. അങ്ങനെ അന്നത്തെ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്താണ്. അങ്ങനെ പിന്നെ ഞാൻ നാട് വിട്ടു പോയിട്ട് ഒരു 89-90 വീട്ടിൽ വന്ന് സ്വയബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരൊക്കെ പഠിച്ച് സ്വയബോധവൽക്കരണം വന്ന് ഞാൻ എല്ലാ ചീട്ടുകളി, സിനിമ കാഴ്ച, കള്ളുകൂടി എല്ലാം നിർത്തി. അന്ന് എനിക്ക് 22 വയസ്സുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു മുസ്ലിം സഹോദരന്റെ കൂടെ ബിസിനസിന് വേണ്ടി സോഫയും സെറ്റിയൊക്കെ ഓർഡർ എടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പൊ അന്ന് ഞാൻ 90-ലെ അമല ക്യാൻസർ സെന്റർ കുന്നംകുളത്തുള്ള അവിടെ ഞാൻ അവിടുത്തെ വെയിറ്ററാണ്, സ്റ്റാഫ് ക്യാൻറ്റീനിലെ വെയിറ്ററാണ്. അന്ന് എനിക്ക് നല്ല പേഴ്സണാലിറ്റി ഗ്ലാമർ ഉണ്ട്. അപ്പൊ അവിടുത്തെ ക്യാൻറ്റീനിലെ മാനേജർ എന്റെ സ്വഭാവം കണ്ട് സ്റ്റാഫ് ക്യാൻറ്റീനിലേക്ക് മാത്രം, അവർക്ക് ഡോക്ടർക്കും നേഴ്സിനും മാത്രം ഫുഡ് സർവ് ചെയ്യാൻ വേണ്ടി എന്നെ നിർത്തി. അന്ന് എനിക്ക് 10 രൂപ ശമ്പളം. അപ്പം 300 രൂപ ശമ്പളം, ഒരു 10 രൂപ അന്ന് ടിപ്പ് കിട്ടും. 2 രൂപയ്ക്കാണ് അന്ന് ടിപ്പ് എന്ന് പറഞ്ഞാൽ 2 രൂപയാണ് ഡോക്ടറൊക്കെ ഇടുന്ന 2, സാധാരണക്കാരന് 1 രൂപയാണ്. എങ്കിലും 10 രൂപ ടിപ്പ് കിട്ടും. അങ്ങനെ നിൽക്കുന്ന കാലയളവിൽ അപ്പന്റെ പെങ്ങളുടെ മകൻ എന്നെ ബിസിനസ്സിലേക്ക്, ഈ ഫീൽഡ് വർക്കിലേക്ക് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഓർഡറുകൾ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയി 90-ല്. അപ്പൊ അന്ന് എനിക്ക് 1 മാസം വർക്ക് ചെയ്താലാണ് 300 രൂപ ശമ്പളം ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഒരു 10 രൂപ ടിപ്പ്. അത് ഞാൻ ജ്യൂസ് കഴിച്ചു അല്ലെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ഞാൻ അങ്ങ് നല്ല തടിയാണ്, നല്ല ജിമ്മും അത്യാവശ്യം കരാട്ടയൊക്കെ ഇച്ചിരി പോയി. അപ്പൊ അത് നല്ല ബോഡിയാണ്. അപ്പൊ അതിനു വേണ്ടി നിൽക്കും. പക്ഷെ ആ അപ്പന്റെ പെങ്ങളുടെ മകൻ എന്റെ അതേ പ്രായമാണ്, 15 വയസ്സിന് മുപ്പുള്ളൂ. അദ്ദേഹം ജോർജ് കുട്ടിന്നാണ്, അദ്ദേഹം എന്നെ വിളിച്ചു കൊണ്ടുപോയി ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് ഈ ഹോട്ടലിൽ ജോലി ചെയ്ത് എന്ത് കിട്ടും ദിവസം? ഞാൻ പറഞ്ഞു 10 രൂപ, മാസം 300 രൂപ. ഓക്കെ, ഞങ്ങളുടെ കൂടെ ബിസിനസ്സിന് ഇറങ്ങുകയാണെങ്കിൽ നിനക്ക് കഴിവൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ നിനക്ക് ഒരു ആഴ്ച കൊണ്ട് തന്നെ നിനക്കത് ദൈവം ഭാഗ്യമുണ്ട് 300 രൂപ ഉണ്ടാക്കാൻ നോക്കും.
അങ്ങനെ ഈ ബിസിനസ്സിലേക്ക് എന്നെ ഓർഡർ പിടിക്കാൻ കോട്ടയം ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയി. അത് സത്യം പറഞ്ഞ വഞ്ചനയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും മോശം പഞ്ഞിയിട്ട് ഖാദി ബോർഡ് ആൻഡ് വില്ലേജ് എന്ന് പറഞ്ഞ കള്ളബില്ല് പഠിച്ച് അത് ഖാദി ബോർഡിന്റെ ബെഡാന്ന് പറഞ്ഞാൽ കള്ളത്തരം പറഞ്ഞാണ് വിൽക്കുന്നത്. സത്യം ഖാദി ബോർഡിന്റെ ബെഡൊന്നും അല്ല, ഖാദി വില്ലേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ കള്ളപ്പേരടിച്ചിരിക്കുകയാണ് അവര്. തമിഴ്നാട്ടിൽ നിന്ന് വെറും ഈ പരുത്തിപ്പഞ്ഞി വേസ്റ്റ് പഞ്ഞി കൊണ്ടുവരുന്നത്. പക്ഷെ ആ ബിസിനസ്സിനോട് എനിക്ക് എന്തോ അന്നും എന്റെ മനസാക്ഷി എനിക്ക് അനുവദിച്ചില്ല. അങ്ങനെ ഞാൻ ആ ബിസിനസ് വേണ്ടാന്ന് വെച്ച് മാറി നിന്നപ്പം പിന്നെ എന്നെ ദൈവം നിർബന്ധിച്ച് ഇവരെ ഇറക്കി. ആ വർഷം 2 വർഷം ഞങ്ങൾ ഉണ്ടാക്കിയ ആ സമ്പാദ്യം എനിക്ക് ഒരാഴ്ച 10-300 രൂപ അന്ന് കിട്ടുമായിരുന്നു. എനിക്ക് ലാഭവിഹിതം തരുമായിരുന്നു. അങ്ങനെ ഞാനൊരു 3 കുറി ചേർന്ന് 9,000 രൂപയുടെ കൂടി അന്ന് ചേർന്ന് മദ്യപാനമൊക്കെ നിർത്തി. അപ്പനും മദ്യപാനം നിർത്തി. ഞങ്ങളുടെ വീടിന്റെ പണികൾ, മിറ്റം കെട്ടുക, കിണർ കെട്ടുക, ഇനി ഇവിടെ എളുപ്പം കെട്ടിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് 24 വയസ്സും എനിക്ക് 23 വയസ്സ്, 1.5 വയസ്സിന്റെ മാറ്റമുള്ളൂ. അങ്ങനെ 2 വർഷം 90-ും 91-ും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുള്ള വർഷമായിരുന്നു. ആ നിൽക്കുന്ന സമയത്താണ് ബന്ധുക്കോസിന് 2 ആലോചന കൊണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ അമ്മയുടെ ആങ്ങളെ നിലമ്പൂരിന്ന് പോത്തൻ ജോസ് മേശ ടാപ്പിംഗുകാരനാണ്. അദ്ദേഹത്തിന് 3 ആമക്കളാണ്. അപ്പൊ റബ്ബർ പ്ലാന്റേഷൻ ചെയ്തപ്പോൾ 50,000 രൂപ അന്ന് കൊടുത്തപ്പോൾ ഈ അമ്മാവൻ പെങ്ങന്മാരെ കോട്ടയത്ത് കണ്ടപ്പോൾ എന്റെ അമ്മ പിന്നെ തൃശ്ശൂർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, എന്റെ അമ്മയുടെ പേര് മോളി നേടി, മോളി അപ്പനും മകനും ഇങ്ങനെ ഈ പെണ്ണിനെ കെട്ടിക്കണ്ടേ, ഇപ്പോഴാണെങ്കിൽ ഞാൻ 50,000 രൂപ സഹായിക്കാം, ഞങ്ങളുടെ നാട്ടിലേക്ക് കെട്ടിയിരിക്കുമെങ്കിൽ അവിടെ ഒരു ചെറുക്കനുണ്ടെന്നും പറഞ്ഞ് പുള്ളി പറഞ്ഞിട്ട്. അപ്പം എന്റെ പെങ്ങള് പറഞ്ഞു, അതാണെങ്കിലും ആലോചിച്ചോടെ, കുഴപ്പമില്ല, ഞാൻ എന്നെ നിങ്ങൾ ഇഷ്ടമുള്ളടത്ത് കെട്ടിച്ചോ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. മനസ്സില്ലെങ്കിൽ ഞാൻ ചെന്ന് ചോദിച്ചു, അച്ഛൻ പറയുന്നത് നേരാണെങ്കിൽ അമ്മാവ് 50,000 രൂപ തരുമെങ്കിൽ ഞങ്ങൾ പിന്നെ തരാം, ഇത് ആലോചിക്കാൻ നോക്കും. അങ്ങനെ എന്റെ അമ്മയുടെ അമ്മ മരിച്ചപ്പം നിലമ്പൂര് എന്റെ പെങ്ങള് പോയപ്പോൾ അവിടുത്തെ അയൽവക്കത്തെ ചെറുക്കം കണ്ടു. അദ്ദേഹത്തിന് കൃഷിസ്ഥലമുണ്ട്. നിലമ്പൂര് 10 സെന്റ് സ്ഥലം ചുങ്കത്ര മേടിച്ചിട്ടുണ്ട്. ഇവിടെ നേഴ്സ് ആയതുകൊണ്ട് അവിടെ അന്ന് പേരൽ കോളേജിന് ഭയങ്കര ഡിമാൻഡ് 90-ന്റെ കാലയളവിൽ. ഇവിടെ കൂടി പേരൽ കോളേജ് നടത്താൻ റോഡ് സൈഡിൽ സ്ഥലമുണ്ട്. അതുകൊണ്ട് അവിടെ ഭാഗ്യം വീട് വരുമെന്നൊക്കെ പറഞ്ഞ് അമ്മാകൻ മുഖാന്തരം ഈ ആലോചന കൊണ്ടുവന്നു. ചെറുക്കം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്റെ പെങ്ങൾക്കൊരാഗ്രഹം, പെങ്ങളെയൊക്കെ പൊക്കമുള്ളവനാകണം, എന്റെ എത്രയും പൊക്കം. അപ്പൊ എന്റെ എത്രയും തോളിന്റെ എത്രയോ എന്റെ പെങ്ങളുള്ളൂ. ഞാൻ 5'7" ഉണ്ട്, അവൾ 5'4" കണ്ടേ ഉള്ളൂ. അപ്പം നിന്റെ എത്രയും പൊക്കമുള്ളവനൊക്കെ വേണം, കറുത്തവനാകരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ചെറുക്കം വന്നപ്പോൾ 2 കളറായിരുന്നു. ഇവളുടെ ഒപ്പത്തിനൊപ്പമായിരുന്നു പൊക്കം. അദ്ദേഹം അങ്ങനെ ഇറങ്ങിയിട്ട് അപ്പൊ അമ്മാവൻ പറഞ്ഞു, ഞാൻ 50 രൂപ തരാം, അതുകൊണ്ട് കല്യാണം നിർത്താന്ന്. 10 പവന് 1,500 രൂപയുള്ളൂ, 15 രൂപ, ബാക്കി കല്യാണം ചെയ്യാൻ 50 രൂപ തരാം. അപ്പൊ ഞങ്ങള് 10 പവനും 50,000 രൂപയ്ക്ക് 25 സെന്റ് സ്ഥലം വന്ന് തരാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 2 ഏക്കറുണ്ട്, അതിൽ 1 ഏക്കർ സ്ഥലം എഴുതി തരാം, പൈസ ഞാൻ 50,000 രൂപ തരുമ്പോൾ തിരിച്ചു തന്നാൽ. അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞ് ഈ ചെറുക്കൻ കണ്ടിട്ട് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചിങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും വരുമ്പോൾ 10,000 രൂപയുടെ സ്ത്രീധനം ചോദിക്കും, പക്ഷെ നിങ്ങൾ അത് കൊടുക്കണ്ട, ഞാനിത് അമ്മാവന്റെ കൊടുത്തോളാം, എന്നാലും എനിക്ക് പെങ്ങളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഈ കല്യാണം മുടക്കരുത്, അവർ 10,000 രൂപ ചോദിച്ചാലും ഞാനത് അച്ഛന്റെ അമ്മാവന്റെ കൊടുത്തോളാം എന്ന് പറഞ്ഞത് പറയാൻ വേണ്ടി വന്നപ്പോൾ ഈ സഹോദരന്റെ തല ഈ ഉത്തരത്തെ മുട്ടി. ഞങ്ങളപ്പം ഓടുത്ത വീടാണ്, പച്ചക്കട്ടി, ഉത്തരത്തെ മുട്ടി, തല മുട്ടി, ഇതേല്ലാം ഇരുന്ന് വീണുപോയി. പിന്നെ എഴുന്നേറ്റ് തല കറങ്ങി ഞാൻ പെട്ടെന്ന് മരിച്ചു പോകണ്ട ശരിക്കും പറഞ്ഞാൽ, നേരെ നൃഗന്തലി അടിച്ച് അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. അപ്പൊ ഇവള് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എടാ ഈ തൂണിൽ ഇടിച്ചു, അപ്പൊ ഇത്രേ ഉള്ളൂ ഈ തൂണിന്റെ. അപ്പൊ ഇവളെ നിർത്തി. അപ്പൊ ഇവളുടെ തൂണ് എന്റെ അവിടെ ഇല്ല, 2 ഇഞ്ച് കുറവുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്നൊക്കെ പൊക്കമുണ്ട്, പിന്നെ 2 കളറാണ്, ഒരു പല്ലില്ലെന്നൊക്കെ തോന്നുന്നു, കുഞ്ഞുമോനെ പേര്, അപ്പന്റെ പേര് കുഞ്ഞുമോൻ, ഇതും കുഞ്ഞുമോൻ, നിനക്ക് ഇഷ്ടം? ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോ അപ്പന്റെ ചേട്ടന്റെ മകള്, അവള് ഇച്ചിരി സന്യാസിയാണ്, അവിടെ ഒരു പട്ടാളക്കാരനാണ് കെട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു അനീതിനെ കെട്ടിയിരിക്കുന്ന ഒരു ദുബായിക്കാർ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഭാവി പോലെയല്ല, ഞങ്ങൾ SLC വരെ പഠിച്ചുള്ളൂ, പക്ഷെ നീ BSc വരെ പഠിച്ചിട്ട് എന്താ കാര്യം, നീ അതുകൊണ്ട് നിലമ്പൂരൊക്കെ ചെന്ന് കൃഷി ചെയ്യേണ്ടി വരും, ആടിനെ നോക്കണം, പോത്തിനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിരാശപ്പെടുത്തി. എന്തിനേറെ പറയുന്നു, അങ്ങനെ നിരാശയായിട്ട് വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എന്റെ പെങ്ങൾ അപ്പനോടും അപ്പന്റെ ചേട്ടനോടും പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് വീടും പരിസരവും നല്ലതാണെങ്കിൽ ഉറപ്പിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഉറപ്പിക്കില്ല. അപ്പൊ ഇവളുടെ ധാരണ ഈ അമ്മാവൻ കൊണ്ടുവന്നതായതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന് പറയാൻ ഒരു വിഷമം, അമ്മാവനാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് അമ്മാവൻ, അപ്പൊ ഇവരായിട്ട് അപ്പനും ആങ്ങളമാരായിട്ട് മുടക്കി കളഞ്ഞോളൂ എന്നുള്ള ഒരു പോയിന്റിലാണ് തോന്നുന്നു ഇവള് സമ്മതമാണെന്ന് പറഞ്ഞു. പക്ഷെ ഈ അപ്പനും ചേട്ടനും കടന്നു ചെന്നിട്ട് ഉറപ്പിച്ചിട്ട് വന്നപ്പോൾ ഇവക്ക് മനസ്സിൽ വിഷമായി. ഉറപ്പിച്ചു വന്ന് മിറ്റത്ത് വന്ന് അമ്മയ്ക്ക് ഇവള് വെള്ളം കോരി കൊടുത്തു. ചാച്ചൻ മിറ്റത്ത് കയറി വന്ന് ആ കല്യാണം ഉറപ്പിച്ചു. ഏപ്രിൽ 92 ഫെബ്രുവരി 20-ന് 21-ന് പോയി. ഏപ്രിൽ 26 നോമ്പൂട് ഈസ്റ്റർ കഴിഞ്ഞാണ് പിറ്റേ ദിവസം കല്യാണം എന്ന് പറഞ്ഞു. അപ്പൊ ഇനി അത് വീട് പണിയണം, മിറ്റം പണി, അതൊക്കെ ചെയ്യാം, പെങ്കൊച്ചെന്തിയെ വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പം ഇവള് ഈ ചാച്ചന് ഒരു ഗ്ലാസ് വെള്ളം എങ്ങാണ്ട് എടുക്കാൻ അടുക്കളയിൽ നിന്ന് വാല് തുറന്നു കഴിഞ്ഞ് ഇവള് അടുത്ത വശത്തൂടെ പോയിട്ട് മാവേ കയറി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അത് എന്റെ ജീവിതത്തിൽ വലിയ ദുഃഖമായി, എന്റെ ജീവിതത്തിൽ വലിയ ഭാരമായി. കാരണം ഞാനൊരു ധൂർത്തുപുത്രനായിട്ട് മരിക്കുകയായിരുന്നെങ്കിൽ എന്റെ കുറ്റം കൊണ്ടാണ്.
എന്നാൽ 2 വർഷമായിട്ട് അപ്പനും ഞാനും മദ്യപാനം നിർത്തി, കുടുംബത്തിൽ നല്ല രീതിയായിട്ട്. അപ്പൊ എന്റെ പെങ്ങൾ ഒരിക്കൽ പറഞ്ഞു, നിന്റെ ഈ ജീവിതം 10 വർഷം 5 വർഷം മുമ്പായിരുന്നു നമ്മൾ അനുഗ്രഹിക്കാൻ. ഞാൻ പറഞ്ഞ പേടിക്കേണ്ട, ഇപ്പോഴും സമയമുണ്ടല്ലോ. 24 വയസ്സ്, എനിക്ക് 23 കൃഷിയായി, റബ്ബർ വെട്ടാൻ തുടങ്ങി, തെങ്ങ് തുടങ്ങി, വെള്ളമുണ്ട്, വഴിയുണ്ട്, പിന്നെ വീടില്ലെന്നല്ലേ ഉള്ളൂ, വീട് നമുക്ക് പിന്നീട് വെക്കാം, അരയേക്കർ സ്ഥലം കൊടുത്താലും ബാക്കി ഇല്ലെന്നൊക്കെ പറഞ്ഞു. 1 കൊല്ലം കഴിയുമ്പോൾ എന്റെ വിവാഹം കഴിയുമ്പോൾ നിന്റെ കടം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിച്ചു, എന്നെ കെട്ടിച്ചു വിട്ടാൽ ഞാനൊരു പെണ്ണ, അവള് ഭയങ്കര ബുദ്ധിയും പരിജ്ഞാനമുള്ളതാണ്. കെട്ടിച്ചു വിട്ടാൽ ഞാൻ പെണ്ണാണ്, ഗർഭിണിയായിട്ട് തിരിച്ചു വരും, പിന്നെ കട്ടില്, മേശ, അലമാരി, പിന്നെ അമ്മാവിന് പൈസ കൊടുക്കും. ഞാൻ പറഞ്ഞത് അമ്മാവിന് 3 ആമക്കളല്ലേ, പിന്നീട് നമുക്ക് കൊടുക്കാം, നീ ദുഃഖിക്കരുത്, നമുക്ക് കൊടുക്കാം. അങ്ങനെ മനസ്സമ്മത്തോടു കൂടി നിന്ന് ഇവിടെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ അന്ന് തന്നെ ഞാൻ ഓടി വന്ന് കിണറ്റിൽ ചാടുകയാണ്. ഓടി വന്ന് 10 കോല് താഴ്ചയുള്ള, ഇന്ന് ഞാൻ ഓർക്കുന്നു, ഓടി വന്ന് 10 കോല് താഴ്ചയുള്ള പൊട്ടക്കിണറാണ് ഞങ്ങളുടെ ദേശത്ത്. വെള്ളമില്ല, ഫെബ്രുവരി. അപ്പൊ ഒരു പാറയാണ്, ആ പാറ പൊട്ടിച്ചാൽ വെള്ളം കിട്ടും. അപ്പൊ ഇവളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ പാറ പൊട്ടിച്ച് കിണറ്റിൽ കിടക്കുക. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കഷ്ടി മുട്ടിനൊപ്പം കഷ്ടി നടുക്കുള്ളത്, ബാക്കിയെല്ലാം പാറ പൊട്ടിച്ചിരിക്കുക. അപ്പൊ ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞ് അന്ന് വന്നു. അപ്പോൾ ഇവളുടെ എന്തോ ദൈവനിശ്ചയം എന്തോ അറിയില്ല, ഞങ്ങളെ ശോധന ചെയ്യാനായിരിക്കാം, ഇവളുടെ ആ ഒരാഴ്ച ഞാൻ ലീവ് എടുത്ത് ഞാൻ പോയില്ല. എന്നിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഇനി ഈ ദിവസം പെങ്ങളുടെ ഉറപ്പിലാണ്, ഞാൻ വരത്തില്ല ഒരാഴ്ച കഴിഞ്ഞ്. പക്ഷെ ഇവർ ഈ ഒരാഴ്ച വരികയെന്ന് പറഞ്ഞ തലേ ദിവസം ഫെബ്രുവരി 20-ാം തീയതി ഇവർ ഒരു ലോഡ് ബെഡ് വായിക്കൊണ്ട് നിർബന്ധിച്ച് എന്നെ കയറ്റി വിട്ടു. അപ്പൊ അന്ന് കമ്പനിയിൽ ഒരു 5000 രൂപ വായ്പ ചെയ്യുന്നു. അപ്പൊ പെങ്ങള് പറഞ്ഞു, നീ പോകുമ്പോൾ കുഴപ്പമില്ല, അപ്പനും അപ്പന്റെ ചേട്ടനും അളിയന്മാരൊക്കെ ഉണ്ട്, അപ്പന്റെ അളിയന്മാര്, നീ പോകണമെന്നില്ല, കുഴപ്പമില്ല, നീ പൊക്കോന്ന് പറഞ്ഞു ഇവിടെ എന്നെ നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിട്ടു. അന്ന് ആലപ്പുഴയാണ്. അന്ന് തിരിച്ച് ഞാൻ 8:30 ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിപ്പോ, അപ്പൊ ഞാനൊക്കെ ഈ തമാശ പറയും, ലോക കാര്യങ്ങളാണ്, ജടിക കാര്യമല്ല. എന്നാൽ ഞാൻ പറയുന്ന ഒരു തമാശ എന്ന് പറഞ്ഞാൽ ചിരിക്കാനും ചിന്തിക്കാനും കരയാനും. ശരിക്കും ആദ്യം ചിന്തിക്കും, പിന്നെ ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, പിന്നെ വേണമെങ്കിൽ അത് ആലോചിച്ചാൽ കരയാൻ. അങ്ങനെ ഒരു പോയിന്റ് ഉള്ള വാക്കുകളാണ്. പക്ഷെ ഇന്ന് എനിക്കത് പറയാൻ കഴിയത്തില്ല. ഞാൻ പറയുമ്പോൾ കേൾക്കുമ്പോൾ ചിരി തോന്നും, എന്നാൽ പിന്നെ അവർ ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാവും, പിന്നീട് അവര് വേണ്ടി വന്ന കരയുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള തമാശ ഒക്കെ പറഞ്ഞ് ഞാൻ ഈ ഹോട്ടലിൽ കയറി ഇട്ടു, ഭക്ഷണം തന്നു. അപ്പൊ എനിക്ക് ഓംലേറ്റ് നിർബന്ധം, ഓംലേറ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. ഇച്ചിരി ചോറുണ്ട്, ഞാൻ ഈ വണ്ടിയെ വന്നിരുന്നു. കൂട്ടുകാർ ഇന്നും പറഞ്ഞു ഓർക്കുക, പിന്നീട് എന്റെ വീട് വരെ വരുന്നവരെ ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ സമയം കൃത്യം 8:30. ആ സമയത്തായിരുന്നു എന്റെ പെങ്ങൾ ഇവിടെ ലോകത്തോട്ട് മാറ്റപ്പെട്ടത്. അന്നും എന്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത, ഒരു മനോദുഃഖം വന്ന്. യേശു ക്രിസ്തു ആരാണെന്നോ ഞാൻ ധ്യാനം കൂടുകയോ ബൈബിൾ വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പലപ്പോഴും പള്ളി പോകുന്ന ഒരു മാത്രമേ ഉള്ളൂ, കത്തോലിക്ക പള്ളിയാണ്. പുതുവർഷത്തിന് ഈസ്റ്ററിനൊക്കെ ഒന്ന് പോകുന്നതല്ലാണ്ട്, ക്രിസ്മസ് അല്ലാണ്ട് പള്ളിയിൽ പോക്കൊന്നുമില്ല. പക്ഷെ അന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു യേശു ഉണ്ടെന്നൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് ബൈബിൾ വായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. എന്റെ യൗവന മോഹത്തിൽ കടന്നുപോയി. അങ്ങനെ പെങ്ങള് മരിച്ചു. വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു അമ്മ ആശുപത്രി സുഖമില്ലെന്നാണ് ആദ്യമേ നാട്ടുകാർ പറഞ്ഞത്. പിന്നീട് അവർ വെളുപ്പിനെ പറഞ്ഞു, പെങ്ങളാണ് മരിച്ചത്, മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിൽ സീരിയസ് ആണ്, ICUലാണ്, നാളെ പോകാം. പിന്നെ വെളുപ്പിനെ സാവകാശം പതുക്കെ പറഞ്ഞു, പെങ്ങൾ മരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഒന്ന് വീട്, ഏതായാലും മരിച്ചെങ്കിൽ പോട്ടെ, മരിച്ചോട് മരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ കൈയും പിടിച്ച് കെട്ടിയിരിക്കുകയായിരുന്നു. എന്നെ കെട്ടഴിച്ച് ഞാൻ എനിക്കൊന്ന് ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞ, അന്ന് പറമ്പിലാണ്, പറമ്പിൽ പോയിരുന്ന് ഞാൻ അപ്പൊ ചിന്തിച്ച് മരിക്കണം. അപ്പൊ വലിയൊരു കമ്പിയുടെ ടവർ ഉണ്ട്, അത് പവറോസ്, അതൊക്കെ കയറി പിന്നെ കരിയും, അത് കമ്പി കയറാൻ ഇച്ചിരി പാടാം. പിന്നെ അപ്പൊ ചിന്തിച്ച് കിണറ്റി ചാടാൻ, കിണറ് കല്ലി പൊട്ടിച്ചിട്ടിരിക്കല്ലേ. അങ്ങനെ ഞാൻ ഓടി വന്ന് മാറിക്കോന്ന് പറഞ്ഞ് രണ്ടുപേരെ ഇങ്ങനെ ഇച്ചിരി അത്യാവശ്യം അഭ്യാസം രണ്ടുപേരെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി ഞാൻ ഈ കിണറ്റിലോട്ട് ചാടുക. പക്ഷെ അന്നും ഞാൻ ഓർക്കുന്നു, ഇന്നും ഓർക്കുന്നു, അന്ന് പറഞ്ഞ ഒരു വാക്ക്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ കിണറ്റിലോട്ട് ചാടുന്നത്. പക്ഷെ എന്റെ നെഞ്ച് പോയിട്ട് 1 കോല് മദ്യവെച്ച് നെഞ്ചിടിച്ചു, പിന്നെ 8 കോലിന് നടുവിടിച്ചു, പിന്നെ കൃത്യം 2 കോല് 10 കോലിലേക്ക് ഈ ശരിക്കൊരു ഒരു ബക്കറ്റിലേക്ക് ഇടുന്ന പോലെ എന്റെ നടുവടിച്ച് ഞാൻ ആ കിണറ്റിലേക്ക് വീണു. ഞാൻ അവിടെ ബോധം കെട്ട് വീണു. കുറച്ച് കഴിയുമ്പോൾ നാട്ടുകാർ പറഞ്ഞു ഞാൻ മരിച്ചുപോയി, ആ പെങ്ങളും മരിച്ചു, പകരം മരിച്ചു. മൂടാൻ പറഞ്ഞ കിണറ് മുറ്റത്താണ്, വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടി പട്ടയിട്ട് മൂടി. കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ അനക്കം കെട്ടി ഞാനിങ്ങനെ ഒച്ച വെച്ചു, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അറിയിപ്പ് ഇവര് പെട്ടെന്ന് അന്ന് ലൈറ്റ് ഇറക്കി, കോണി ഇറക്കി, കൊട്ട കെട്ടി എന്നെ വലിച്ചു കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ എന്താ ഇദ്ദേഹം ചാടാനുള്ള കാരണം, കുടിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താണ്, അപ്പൊ ഡോക്ടറോട് പറഞ്ഞു പെങ്ങള് മരിച്ചുപോയി. ആ പെങ്ങള് മരിച്ചാൽ ഇദ്ദേഹം കെട്ടി ചാടിയിട്ടുണ്ട്, കാര്യം വെള്ളമൊന്നുമില്ല, പൊട്ടക്കണ്ട പാറ മുട്ടിച്ച. അന്ന് നടുവിന് ക്രാച്ചോ ഒന്നുമില്ല, എന്റെ തള്ളവിരലിൽ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് ഹിന്ദു ഡോക്ടറാണ്, ഡോക്ടർ മോഹനം പറഞ്ഞു, ഇദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമാണല്ലോ, കെട്ടിച്ചാടിയിട്ട് എല്ലുകൾക്ക് ഒന്നുമില്ലല്ലോ, ഇദ്ദേഹത്തിന് ദൈവശക്തനാണല്ലോ, അതുകൊണ്ട് ജീവിക്കാൻ നോക്കും, വെള്ളോ പോയി താനെങ്കിലും അപ്പനും അമ്മയ്ക്കും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീണ്ടും മദ്യത്തിന്, കള്ളുഷാപ്പിലും ചാരായം കുടിക്കാനും, ദൂർത്തുപുത്രനെ പോലെ മാനസികമായി മെന്റലി പോലെയായി പോയി. അങ്ങനെ നിന്നപ്പം എന്നെ ആദ്യമായിട്ട് അമ്മ ധ്യാനം കൂടാൻ പോയി 92-ല്.
ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് അമ്മ പോയി. ഇതിനിടയ്ക്ക് ഞാനൊരു മെറ്റഡോർ വാഹനം ബിസിനസിന് വേണ്ടി കൂട്ടുകാർ നിർബന്ധിച്ച്, എന്നാ നീ ബിസിനസിന് വരണ്ട, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കണ്ട, മെറ്റഡോർ വാനാണ്, ബോഡിയുള്ള വണ്ടിയാണ് മെറ്റഡോർ, അത് ബേക്കറി ഒക്കെ കൊണ്ട് മൂടി ഉള്ള വണ്ടിയാണ്, ഓപ്പൺ അല്ല. അപ്പൊ അതിനകത്ത് നീ ഓട്ടം വന്നാൽ മതി, നിനക്ക് നല്ല വാടക തരാന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ഈ പെങ്ങളുടെ സ്വർണവും പിന്നെ വീട്ടിലെ ആധാരവും ഇച്ചിരി ലോണൊക്കെ എടുത്ത് ഞാനൊരു മെറ്റഡോർ വാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഒരു ഡ്രൈവറെ വെച്ച് ഓട്ടം പോവുകയും ചില സമയങ്ങളിൽ ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ നിന്ന് അപ്പന്റെ അളിയനോട് 20,000 രൂപ അന്ന് ബ്ലേഡ് ചെയ്ത് അപ്പന്റെ അനി തിരിച്ചു പോയ, ഇന്ന് അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തോട് പലിശയ്ക്ക് എടുത്തു. അപ്പൊ 10,000 രൂപയുടെ ഓണർക്ക് കൊടുത്താൽ മതി. അപ്പൊ 10 രൂപ ഞാൻ വേറൊരു ബന്ധുവിനോട് ചോദിച്ച് തരാന്ന് പറഞ്ഞേക്കും ഈ അപ്പന്റെ അളിയനും അപ്പനോട് കൂടി അത് മേടിച്ചു കൊണ്ടുവന്ന് പലിശയ്ക്ക് ആണെന്നാണ് പിന്നീട് RC ബുക്ക് വെച്ചോ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് 20,000 രൂപ, അന്ന് 20,000 രൂപയ്ക്ക് 2,000 രൂപ പലിശ കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-8 മാസം ഇതായപ്പോൾ കേസും കൂട്ടായി, വണ്ടിക്ക് പണിയായി, അങ്ങനെ നിരാശയായി. ഇദ്ദേഹം ഈ വണ്ടി പിടിച്ചോണ്ട് പോയി, പാട്ടത്തിന് 1 വർഷം ഓടിയിട്ട് നിനക്ക് തിരിച്ചു തരാൻ ഞാൻ കൊടുത്തു വിട്ടു. അങ്ങനെ ഞാൻ മദ്യത്തിലൊക്കെ അടിമയായി, സിനിമ കാണുക, ചീട്ട് കളിക്കുക, വീണ്ടും ഇതുപോലെയൊക്കെ ആയി നിൽക്കുമ്പോൾ അമ്മ പോയിട്ട് ഒരു ധ്യാനം ആദ്യമായിട്ട് 92 കൂടി ഡിവൈനില്. എന്നിട്ട് എന്നെ നിർബന്ധിച്ച് വിട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല, എന്റെ ജീവിതം തകർന്നു, എന്റെ പെങ്ങള് പോയി, കേസും കൂട്ടായി, വണ്ടി പോയി എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടിയുടെ ഒരു ലീവ് എടുത്ത് കരുവാന് പണിയാൻ കൊടുത്ത് അന്ന് 250 രൂപ കൊടുത്ത് എന്റെ അപ്പന്റെ അളിനെ വെട്ടി കൊല്ലാൻ വേണ്ടി, കാരണം കേസും കൂട്ടായി എന്നെ വഞ്ചിച്ചതാണ്. ഇദ്ദേഹത്തെ കൊന്ന് ഞാൻ ജയിലിൽ പോകാൻ വിചാരിച്ച് ഈ കരുവാന് 250 രൂപയുടെ ഒരു വടിവാളം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് കൊടുത്തു. ആ പൈസയും കൊണ്ട് ഇദ്ദേഹം മുങ്ങിപ്പോയി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു മലപ്പുറത്തിന്റെ തോക്ക് ഉണ്ടാക്കി തരാം, 5,000 രൂപ. ഞാൻ പറഞ്ഞു തോക്കൊന്നും വേണ്ട, അതിന് പൈസയില്ല, എനിക്കൊരു വടിവാളം ഉണ്ടാക്കി തന്നാൽ മതി, ഇങ്ങനെ വിഷയം കേസ് സെറ്റിൽമെന്റിന് വെച്ചിട്ട് സമ്മതിക്കാൻ. പിന്നെ എനിക്ക് സ്വത്തില്ല, തറവാടിന്റെ സ്വത്താണ്, അത് അപ്പന്റെ അനിയന്റെയിലാണ്, അതാണ് ഞങ്ങൾ താമസിക്കുന്നുള്ളൂ. അങ്ങനെ സെറ്റിൽമെന്റിലാകാൻ വേണ്ടി അദ്ദേഹത്തെ കൊന്ന് ജയിലിൽ പോകാന്ന് വിചാരിക്കുമ്പോഴാണ് അമ്മ നിർബന്ധിച്ച്, ആരുടെയോ നിർബന്ധിച്ച് അമ്മ ധ്യാനം വേണ്ടിയിട്ട് നല്ല ധ്യാനം, നീ ഏതായാലും വണ്ടി ഇറക്കുന്ന മുമ്പ് കേസ് കൂട്ടുന്നതിന് മുമ്പ് ഒന്ന് ധ്യാനം കൂടാൻ പറഞ്ഞ് പോയി. അമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ പറഞ്ഞ ഒരു കാര്യം, ശത്രുവിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്ന്, ശത്രുവിനെ സ്നേഹിക്കുന്ന തന്നെ ബൈബിൾ പറഞ്ഞ്. അപ്പൊ 100 രൂപ എനിക്ക് അന്ന് പോകാൻ വേണം, എന്റെ തൊട്ടയലക്കത്തുള്ള ഒരു വീട് വിഷയമായിട്ട് നിൽക്കുന്ന വീട്, അവരോട് ചെന്ന് 100 രൂപ അമ്മ ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പോയപ്പോ വിളിക്കാൻ പോയപ്പോ അമ്മ ഒരു ആവശ്യപ്പെട്ട് ഇഷ്ടം ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ചെന്ന് 100 രൂപ കിട്ടി. ആ 100 രൂപ മേടിച്ച് ധ്യാനം കൂടാന്ന് ചോദിച്ചു. അന്ന് എനിക്ക് രണ്ട് ഷർട്ടേ ഉള്ളൂ. ആ ഷർട്ട് രാത്രി തേച്ചപ്പം പിശാചിന തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഷർട്ടിന്റെ ഒരു സൈഡ് അങ്ങ് കത്തിപ്പോയപ്പോ ഈ ചിരട്ടക്കല്ലിലെ തീപുള്ളി എന്റെ കൈയും പൊള്ളി. ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പോടിയിരുന്നു പറഞ്ഞു ഈ കത്തിയ ഷർട്ട് പകുതി തേച്ച അവിടെ ഇട്ട് കിടന്നുറങ്ങി. പക്ഷെ ഇന്ന് ഞാൻ ഓർക്കുന്നു പെണ്ണുങ്ങളുടെ പേറ്റ് നോവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. വെളുപ്പിനെ ഒരു 3 മണി ആയപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകാത്ത അസഖ്യമാകുന്ന അടിവയർ കുത്തി വേദനിക്കുന്ന വലിയ വേദനകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രസവ വേദന പറയാൻ കമന്ന് കിടന്ന് കാറിയപ്പോ അമ്മ ചോദിച്ചു എന്താണ്? നീ ദൈവത്തോട് നേർന്ന് നിവർത്തിക്കാത്തതുകൊണ്ടാ നീ പ്രാർത്ഥിക്കുന്ന പോലെ. എന്റെ അമ്മ പുറത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു എന്റെ യേശുവേ, നീ ദൈവമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു നിന്നിൽ, നീ ദൈവമെങ്കിൽ എന്റെ ഈ വയറുവേദന ഒന്ന് മാറ്റി തന്നാ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നു പ്രാർത്ഥിച്ചു, ജസ്റ്റ് കിടന്നു, സുഖമായിട്ട് ഉറങ്ങി. അയൽവക്കത്തെ ചേട്ടൻ അവിടെ പശുക്കറവയുണ്ട്, പശുവിനെ കറന്ന് അദ്ദേഹം ധ്യാനത്തിന് എന്റെ നിർബന്ധത്തിന് എന്റെ കൂടെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് വേണ്ടി വീണ്ടും വരിക. അങ്ങനെ ഇദ്ദേഹം വന്ന് വിളിച്ചു, ചായ ഉണ്ടാക്കി. ആ കീറിയ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ധ്യാനം കൂടാൻ പോയി. പക്ഷെ അന്ന് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ദിവയിൽ ഇന്ന് ഓർക്കുന്നു എന്നെ സ്പർശിച്ച വചനമാണ് എന്നെ പിടിച്ചത്. ഇന്ന് ദൈവത്തിൽ നിൽക്കുന്നത് ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ്. എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചങ്ങളെയും വേർപിടിക്ക് ചെല്ലും വരെ തുളച്ചു ചെല്ലുന്നു, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു, അവനുമാകുന്നു നമുക്കുള്ള കാര്യമുള്ളത്. അപ്പോൾ ഈ വചനം എന്റെ ജീവിതത്തിൽ ദിവ്യനിലെ ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് ധ്യാനിക്കുമ്പോൾ അന്നത്തെ പനക്കലച്ചൻ പറഞ്ഞപ്പോൾ ഈ വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ആഴമായി സ്പർശിച്ചു. അന്ന് അവിടെ ഉച്ചകഴിഞ്ഞ് കൗൺസിലിംഗ് എന്നപ്പോ പറഞ്ഞു, മോന് കിട്ടിയ വചനം ഇതാണ്, നീ കൊടുത്ത വടിവാളിനേക്കാൾ വലിയ വചനമാണ് നിന്നോട് ഇടപെട്ടത്. അതുകൊണ്ട് അപ്പന്റെ അളിയന്റെ കുഴപ്പമല്ല, നിന്റെയാണ് കുഴപ്പം. പലിശയ്ക്ക് വാങ്ങിയതല്ലേ, അദ്ദേഹം അത് കൊണ്ടുപോയാലും നിനക്ക് ഇനിയുണ്ട് ആയുസ്. അങ്ങനെ ആ കൗൺസിലിങ്ങിലൂടെ ഈ കേട്ട വചനം എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അങ്ങനെ ആദ്യമായിട്ട് ധ്യാനം കൂടി സന്തോഷം വന്നു. തിരിച്ചു വന്നപ്പോൾ ഈ അപ്പന്റെ അളിയൻ കേസിന് സെറ്റിൽമെന്റിന് ഒപ്പിട്ട് തന്നു. ആ വണ്ടി എനിക്ക് തിരിച്ചു കിട്ടി.
ആ തിരിച്ചു കിട്ടി വണ്ടി കിട്ടിയ ഞാൻ ഒരു മദ്യപാനിയായ ഒരു നേതാവായിരുന്നു എന്റെ കൂടെ കൂടി. അദ്ദേഹത്തിന്റെ വേറൊരു പരിചയക്കാരുടെ ആധാരം കൊണ്ടുപോയി വെച്ചു വണ്ടി കിട്ടി. വണ്ടി 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കിട്ടുന്നത്. ദിവൻ ധ്യാനം കൂടി വന്ന ആഴ്ച തന്നെ വണ്ടി ഇറക്കാൻ പറ്റി. പക്ഷെ ആ വണ്ടി ആയിക്കൊണ്ട് ചീരക്കുഴി എന്ന് പറയുന്ന ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിൽ മീൻ പിടിക്കാൻ പോയി ഹെഡ്ലൈറ്റ് പോലും ഇല്ലാണ്ട് ലൈസൻസ് ഇല്ലാത്ത ഞാൻ ഓടിച്ച് അവിടെ കിടന്ന് ഇവർക്ക് ക്രിസ്മസ് ആണ് പിറ്റേ 2 ദിവസം മദ്യവും അതും ഇതൊക്കെ മേടിച്ച് 10,000-10,000 രൂപ അന്ന് ചെലവാക്കി കളഞ്ഞു. അങ്ങനെ ആ വണ്ടിയുടെ ഫൈനാൻസ് വീണ്ടും ഇടേണ്ടി വന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തറവാട്ടിൽ നിന്ന് മാറി. അപ്പൊ എന്റെ 2 ഏക്കർ ഇതിനിടയ്ക്ക് വിറ്റു, തറവാട്ടിലോട്ട് മാറി. തറവാട്ടിൽ വെള്ളമില്ലാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് വീണ്ടും മാറി. അങ്ങനെ വാടകയ്ക്ക് പോയി. അങ്ങനെ 93-ൽ എന്റെ ഈ വണ്ടി നഷ്ടപ്പെട്ടു, എന്റെ ദേശം നഷ്ടപ്പെട്ടു, ഞാനൊരു രോഗിയായി. ഈ സിവിൽ കേസ് ഇദ്ദേഹത്തിന് 10 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ അളിന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പണം ഇവിടെ ഇവരുടെ ദൂർത്തുപുത്രന്മാരുടെ കൂടെ കൂടി നശിച്ചുപോയി. അങ്ങനെ ഞാൻ വാടക വീട്ടിലായി. അവസാനം എന്റെ പെങ്ങളൊക്കെ അമ്മയ്ക്കൊക്കെ കിട്ടിയ സ്ത്രീനായിട്ട് പറ്റിയ ഒരു കട്ടില്, ഒരു അലമാരി, ഈ കുറച്ച് വണ്ടിയുടെ ഒരു സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാനൊരു വാടക വീട് എടുത്തു. നെല്ലുവായി എരുമപ്പെട്ടി സ്ഥലത്ത് ഒരു വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ഞാൻ അവിടെ 2 വർഷം താമസിച്ചു. 95-ൽ ഞാൻ കാസർഗോഡ് ചെന്നു. അങ്ങനെ 94-ൽ ധ്യാനം കൂടി, 95 കൂടി, 96 കൂടി, 97, 99-ലാണ് ലാസ്റ്റ് ധ്യാനം കൂടുന്നത്. അപ്പോൾ എനിക്ക് 29 വയസ്സായി. അപ്പൊ എല്ലാ വർഷവും ലാസ്റ്റ് ഡിസംബറിൽ ഞാനും അപ്പനും അമ്മയും പോകും. വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അമ്മ പറഞ്ഞു, അന്ന് എനിക്ക് കൃഷിയുടെ വർക്കിന് പണിക്കാരുണ്ട്, വാടകയ്ക്കാണേലും വീടാണേലും 2-3 പണിക്കാരും 2 ഹെൽപ്പറും കൊണ്ട് വാടകയ്ക്ക് ജീപ്പ് വിളിച്ചാണ് പോണത്. അപ്പൊ അമ്മ പറഞ്ഞു, നീ ഒരു ഹൈന്ദവ പെണ്ണിനെ ആണേലും ഒരു പെണ്ണ് കെട്ട്, എനിക്ക് നീ നിനക്കും പണിക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ 2-3 ആലോചന നടത്തി, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഈ പെങ്ങള് മരിച്ചു കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ ഡിവൈനി വെച്ചൊരു നേർച്ച നേർന്നു. സ്വയം നേർന്നതാണ്. എനിക്ക് ഇത്രയും സ്വത്തും മുതലും ഉള്ളത് കൊണ്ട് ഞാൻ ഒരു അനാഥ കുഞ്ഞിനെ, അല്ലെ വികലാംഗിയായ മോളെ വിവാഹം കഴിക്കുകയുള്ളൂ. അന്ന് ഡിവൈനി വെച്ച് ഞാൻ അവിടെ ആ കൗൺസിലിംഗ് ഒരു തീരുമാനമെടുത്തു. ഒന്നെങ്കിൽ ഒരു അനാഥ കുഞ്ഞിനെ, എന്റെ അപ്പനും അമ്മയും ഇല്ലാത്ത, അല്ലെ ഒരു വികലാംഗിയായ കുഞ്ഞിനെ കെട്ടിക്കൊള്ളാൻ തീരുമാനം. അങ്ങനെ ഇവിടെ വന്നു സാമ്പത്തിക വിഷയമായപ്പോൾ ഞാൻ 2-3 നല്ല ആലോചനകൾ, വലിയ സ്വർണ്ണവും വെള്ളിയൊക്കെയുള്ള ദുബായിലൊക്കെയുള്ള ആങ്ങളമാരുടെ മകളെ, അതിലെല്ലാം മുടങ്ങിപ്പോയി. അങ്ങനെ 95-ൽ ചെന്നപ്പോഴത്തേനും എനിക്ക് വീടില്ല, കേസ് കൂട്ടം, കോടതി. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ആ പശ്ചാത്തലത്തിൽ ഒരു പെണ്ണും കിട്ടാൻ സാധ്യതയില്ല. എന്റെ ഉൾക്രിസ്ത്യത അറിഞ്ഞ ആ പെണ്ണിന്റെ ആങ്ങളമാർ എന്നെ ഓടിച്ചിട്ടടിക്കും. അതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് സത്യം പറഞ്ഞാൽ. കാരണം പെങ്ങള് മരിച്ചു, സ്വത്ത് പോയി, കേസ് കൂട്ടം, കോടതി, ഇങ്ങനെയുള്ള ഒരാൾക്ക്. എന്നാ ഞാൻ ധൂർത്തുപുത്രനാണ്, എന്നാ ഞാൻ കള്ളനും അല്ല. അങ്ങനെ ധൂർത്തുപുത്രനെ പോലെ നശിപ്പിച്ചു കളഞ്ഞു. പണത്തിന് ഒരു മൂല്യം കൊടുക്കാതെ എന്റെ സുഖം ഞാൻ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ളൊരു ചിന്താഗതിക്കാരൻ. അന്ന് ആർക്കും ഒരു ദോഷം ചെയ്തില്ല. മദ്യം കഴിച്ചാൽ കണ്ടമാനം ആളുകൾക്ക് മേടിക്കുക, ഡ്രൈവർ മേടിച്ചു കൊടുക്കുക, അവരുടെ ശമ്പളം അവരുടെ പോക്കറ്റിലിരിക്കും, സാമേട്ടാന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ മേടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ധൂർത്തുപുത്രനായിരുന്നു. അങ്ങനെ ആ കാലയളവിൽ അമ്മ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ കേസിന് എല്ലാ മാസവും കാസർഗോഡ് നിന്ന് ഇവിടെ വരുമ്പോൾ എന്റെ ഒരു അളിയൻ, അപ്പന്റെ ചേട്ടന്റെ മകളെ കിട്ടിയ അളിയനുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു 7-8 സെന്റ് സ്ഥലം ഒരു വീട് വെക്കാൻ വേണ്ടി മാത്രം മേടിച്ചു. അത് മേടിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണ്, അദ്ദേഹത്തിന്റെ മകൻ വികലാംഗനാണ്, ഭാര്യ അച്ചപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടാണ് വീട് വഴി ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് ഡിവൈനി വെച്ച് എനിക്ക് ദൈവം ദാനമായിട്ട് ഈ രോഗശാന്തി കൃപാവരം തന്നു, ഡിവൈനി വെച്ച് തന്നു. അതെനിക്ക് അറിയത്തില്ല തന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഏതായാലും ഞാൻ ദൈവത്തിലേക്ക് വരാനുള്ള കാരണം എനിക്ക് ദർശനങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ദൈവം ദർശനം തരും. നേരം വെളുക്കുമ്പോൾ അത് ഞാൻ കാണും. ഒരു വഴിയോ പുഴയോ അല്ലെങ്കിൽ ഒരു കായലോരോ അല്ലെങ്കിൽ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നോ അല്ലെങ്കിൽ ഒരു മുളകൂട്ടോ ഒക്കെ കണ്ട ആ പിറ്റേ ദിവസം ഞാൻ സ്വാഭാവികമായിട്ട് അവിടെ ചെന്നുപെടും. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ദൈവം ഇന്നലെ കണ്ട കാര്യമാണല്ലോ കാണിക്കുന്നത്. അപ്പൊ അന്ന് ഡിവൈനിൽ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അത് ബ്രദർ പണ്ട് മദ്യം കഴിച്ചുകൊണ്ടാണ്, കണ്ടുമാനം പ്രാർത്ഥിക്കൊന്നും വേണ്ട, കൂടുതൽ ആത്മാവിലൊന്നും ആകണ്ട, അതുകൊണ്ടാണ് തോന്നലുകളാന്ന് പറഞ്ഞു. പനക്കലച്ചനോട് പറഞ്ഞപ്പോഴും പറഞ്ഞു അതൊക്കെ ചില ചിന്തകളാണ്, അതൊന്നും ബ്രദർ കാര്യമാക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സത്യദൈവം ഉണ്ടെന്ന് 97-ൽ എനിക്കത് മനസ്സിലായി, സത്യദൈവം ഉണ്ടെന്ന്. അങ്ങനെ 97, 98, 99 3 വർഷം കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തില് കോട്ടയം എന്നൊക്കെ കുടിയേറി പാർത്ത പുതുമനെ അവസാനിപ്പിച്ചെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുഞ്ഞ് 21 വയസ്സിൽ മരിച്ചു. 6 വയസ്സുള്ളപ്പോൾ ബ്രെയിൻ ട്യൂമർ വന്നതാണ്. ഒരേ ഒരു മോനേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുഞ്ഞ് 21 വർഷം ജീവിച്ചിരുന്നു. ആ കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അന്ന് കാഞ്ഞങ്ങാട് ലത്തിപ്പള്ളിയിലാണ്. അച്ഛൻ 8:30 കുർബാന കഴിഞ്ഞ് ഞങ്ങൾക്ക് 2 പേർക്ക് 2 മണിക്കൂർ സഹോദരങ്ങൾക്ക് അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ സജീവമായി 2 വർഷം ഞാൻ നല്ല ബ്രദറായി കൗൺസിലിങ്ങും പ്രാർത്ഥനക്കാരനുമായി വെളിപ്പാടും ദർശനങ്ങളും അന്യഭാഷയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ വിവാഹം കഴിയുന്നത് 99. അപ്പൊ ഈ 2-3 വിവാഹങ്ങൾ മുടങ്ങിപ്പോയി. അങ്ങനെ എന്റെ വിവാഹം ഞാൻ കാസർഗോഡ് ചെന്ന് ഈ വിവാഹം കഴിക്കുന്ന വീട് എനിക്ക് ഡിവൈനി വെച്ച് ദർശനം ഉണ്ടായി. ഇവരുടെ വീടിന്റെ മുറ്റത്ത് ഒരു പ്ലാവ്
കുറച്ച് കരിങ്കല്ല് കിടക്കുന്നു, ആസ്പെറ്റോസ് ഇട്ട വീട്. അപ്പൊ ആ ദർശനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എന്റെ തറവാട് വീടും അതുപോലെ ആസ്പെറ്റോസ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ച തറവാട് നഷ്ടപ്പെട്ടു തിരിച്ചു കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ എന്നിട്ട് അവിടുന്ന് ഒരു പോക്കറോട് കല്യാണാലോചന പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ ഒരു പെണ്ണുണ്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാൻ താമസിച്ച കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് അക്ഷയമാർ കുടിയേരി പാർത്ത് അവിടെ ഒരു വീടെടുത്ത് അവിടെ ഈ കട്ടില് മേശാലമാരി എല്ലാം കൊണ്ടുപോയിട്ട്, അപ്പൊ ഞാൻ അന്ന് താമസിക്കുന്ന 2 നില വീടാ. ഒരു ഡോക്ടറുടെ വീടാണ്, എനിക്ക് വാടകയ്ക്ക് 1500 രൂപയാണ് 99. അത് വലിയ വാടക, നല്ല 2 നില വീടാ. അപ്പൊ അമ്മ ഈ വീട്ടിൽ വെച്ച് കല്യാണം നടക്കുന്ന അമ്മ അന്ന് ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ദിവ്യയിൽ പോയി അങ്ങാണ്ട് വന്നപ്പോ അമ്മ പറഞ്ഞു, ഞാനും പറഞ്ഞു ആ ദൈവം ഇതെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ആ വീട് വേണ്ടെന്ന് വെച്ച് ചെറുപുഴ എന്ന് പറഞ്ഞ ചിറ്റാരിക ചെറുപുഴ എന്ന സ്ഥലത്ത് ഒരു വീട് ഞാൻ ചെറിയ ഓടിട്ട് വീട് വാടകയ്ക്ക് എടുത്ത്, അദ്ദേഹത്തിന് ഓണർ ബോംബെയിലാണ്. അപ്പൊ വീട്ടു വാടക ചെറുത് കൊടുത്താൽ മതി, പറമ്പിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാര്യസ്ഥന്റെ മകള് ബോംബെ നേഴ്സാണ്, അവള് യാക്കോവിറ്റുകാരാണ്. അപ്പൊ കൂടെ ആള് പറഞ്ഞു ഈ മോളെ വേണം നിനക്ക് കെട്ടിച്ചു തരുമ്പോൾ ആലോചിക്കാന്ന് പറഞ്ഞ ആലോചന പോലെയായി. അപ്പൊ അച്ചായൻ എന്നെ ഇഷ്ടപ്പെടുന്ന മോള് വരട്ടെ, നിനക്ക് കെട്ടിച്ചു തന്നേക്കാം, 10 പവനോ ആൾക്ക് തരാറുണ്ട്, പിന്നെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മോളെ കണ്ടിട്ടില്ല. അങ്ങനെ തീരുമാനിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോ ഉള്ള വൈഫിനെ കുറിച്ച് എന്റെ കൂട്ടുകാരൻ, അന്ന് ബിസിനസ്സിനുള്ള പാർട്ണർ കൂട്ടുകാരൻ വന്നിട്ട് ഒരു സാമായിട്ട് ഇങ്ങനെയൊരു പെൺകുട്ടിയുണ്ട്, ചെറിയ എന്തോ കാലിന് എന്തോ ചെറിയൊരു ഇതുണ്ടെന്നാണ് പറഞ്ഞത്, നല്ല സൗന്ദര്യമുണ്ട്, നല്ല മുതൽ തരും, നാളെ പോകാന്ന് പറഞ്ഞു. അപ്പൊ അപ്പൻ ഒരു ചീത്തവാക്ക് പറഞ്ഞുകൊണ്ട് ഇത്രയും നാളും ഇല്ലായിരുന്നു, 1 വർഷം ഇവിടെ നാളെ ഇപ്പൊ ചട്ടിയും കലം പെറുക്കി വേറെ സ്ഥലത്തോട്ട് പോകുന്ന, നാളെ പള്ളി കഴിഞ്ഞാൽ അങ്ങോട്ട് വാതവടച്ചും തീരുമാനിക്കും. അപ്പൊ എനിക്കൊരു പ്രേരണ, ഞാൻ പറഞ്ഞു ഇല്ല ചന്ദ്ര, നാളെ പള്ളി കഴിഞ്ഞ് ഏതായാലും നമുക്ക് ആ ബോക്കറി ഒന്ന് കാണാൻ തോന്നും. അങ്ങനെ അന്നത്തെ പള്ളി കഴിഞ്ഞ് കൽസ്മേറ്റ് ചെയ്യാൻ അന്ന് മദ്യപാനമൊക്കെ മാക്സിമം നിർത്തി വല്ലപ്പോഴും ഒക്കെ കഴിക്കത്തുള്ളൂ. ഇവിടെ ഒരു 8 സെന്റ് സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് തൃശ്ശൂര്, ഒരു വീടൊക്കെ വെക്കാം. അപ്പൊ എനിക്കൊരു ചിന്ത കയറി നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ എച്ചിന്റെ ഈ കുഞ്ഞിന്റെ ഫോട്ടോ കണ്ടു, ഈ വൈഫിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നാളെ പോകാം. അപ്പം ഇവര് പറഞ്ഞു ഒരു വികലാംഗിയാണ്, 18, 17 എന്ന് പറഞ്ഞാൽ കളിയാക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു കാലം വെക്കുമ്പോൾ ഒരു കാലം അതൊരു പരിഹസിച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, വേറെ കുഴപ്പമൊന്നും, നേഴ്സാണ്. അപ്പൊ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗി, ഒരു സിനിമാ നടി ദിവ്യ ഉണ്ണിനെ പോലെ ഉണ്ട്, ആനിയെ പോലെ, സിനിമ ആനിയെ പോലെ നല്ല ഭംഗിയുണ്ട്. അവിടെ എനിക്കാണെങ്കിൽ സൗന്ദര്യമുള്ളവരെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, ഞാനും നല്ല സുന്ദരനാണ്. ഏതായാലും പറഞ്ഞു പോക്കറെ, ഞാൻ പോക്കർക്ക് എന്ത് തരണം, എനിക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളത് തന്നാൽ മതി, പോക്കർ ചിലപ്പോൾ ഈ കല്യാണം നടത്തി തരാൻ പറ്റും, എന്റെ സിറ്റുവേഷൻ ഇവരോട് പറയുന്നു പറഞ്ഞു. അങ്ങനെ ഇവർ ചെന്ന് പറഞ്ഞു എല്ലാ കാര്യം, ഒരു പെങ്ങളുണ്ടായിരുന്നു മരിച്ചു, സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു, 1 ലക്ഷം രൂപ ബാങ്കിൽ അന്നേരം ആധാരത്തിന് വരെ ഇട്ടിട്ടുണ്ട്, കുറിയുടെ പൈസ അതുകൊണ്ട്, പിന്നെ 10 സെന്റ് സ്ഥലം തൃശ്ശൂരുണ്ട്, ബിസിനസ് ആണെന്ന് പറയണം. ഞാൻ പറഞ്ഞു മദ്യപാനം വല്ലപ്പോഴും ഒക്കെ ഉണ്ട്, അത് അങ്ങനെ ഒരു തൃശ്ശൂരെന്ന്. അങ്ങനെ ഈ അപ്പനോടും അമ്മയോടും ആങ്ങളോട് പറഞ്ഞു. അപ്പൊ എല്ലാ ആഴ്ചയും ഇവള് ഈ വൈഫ് വീട്ടിൽ വരുന്നതാണ്, കാഞ്ഞങ്ങാട് അവിടെ ബേക്കലക്കോട്ടയുടെ അടുത്താണ്, ബക്കർ ഹോസ്പിറ്റലാണ് ജോലി. എല്ലാ ആഴ്ചയും വീട്ടിൽ വന്ന വെള്ളിയാഴ്ച വന്നിട്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പോകും, പക്ഷെ ആഴ്ച വന്നില്ല. അപ്പൊ ബോക്കർ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞ്, എന്റെ കഷ്ടകാലമാണ് എന്താണില്ല, ഈ പെണ്ണാണ് ഈ വൈഫിന്റെ അടുത്തുനിന്ന് ഒരു ബോക്കർ, ഇവിടുന്ന് ആണിന്റെ അടുത്തുനിന്ന് ഒരു മുസ്ലിം ബോക്കർ. ഈ ചിന്നമ്മ എന്ന് പറഞ്ഞ പെണ്ണിനോട് പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ടെന്ന്. ആ സഹോദരി അന്നൊരു മനസ്സമ്മതത്തിന് പൈസ കിട്ടുള്ളൂ ബോക്കറിന്റെ കമ്പിയിലെ, അതിനു വേണ്ടി പോയിട്ട് പറഞ്ഞു ബോക്കർ ഒരു കാര്യം ഞാൻ ഊക്കാച്ചന്റെ വീട്ടിൽ പറഞ്ഞിട്ട് ചെറുക്കനെ കൊണ്ടേ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ഈ ബോക്കറേയും കുത്തി കുന്നിങ്കൈ എന്ന് പറഞ്ഞ സ്ഥലം നീരേശിന് 20 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ജീപ്പൊക്കെ വിളിച്ച് ഇവിടെ വന്നപ്പോൾ പെണ്ണ് ഇവിടെ വീട്ടിലില്ല, അപ്പനും അമ്മയുണ്ട്, ആങ്ങളമാര് പുറത്തോട്ട് പോയി, അപ്പനും പറമ്പിലോട്ട്, അമ്മ മാത്രമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇച്ചിരി വൈകി, അവസാനമില്ല, പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു മോള് ഇവിടെ ഇല്ല, മോളിങ്ങനെ ബക്കർ ഹോസ്പിറ്റലാണ്. അന്ന ഒരു വാക്ക് പറഞ്ഞാൽ പോലെ അവിടുന്ന് 6 രൂപ ബസ് കൊടുത്താൽ ഞാൻ താമസിക്കുന്ന 10 കിലോമീറ്റർ ഉള്ളൂ, 26 കിലോമീറ്റർ ഇങ്ങോട്ട് ചൂടി വരണോ, ഏതായാലും അതൊരു മോശത്തരായി പോയല്ലോ, ബോക്കറിനെ വിളിച്ച് ചീത്ത പറഞ്ഞു, ഇത്രയും പണി 1000 രൂപ നമുക്ക് പെണ്ണിനെ പോയി. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് നേരെ തിരിച്ച് റിട്ടേൺ ഇരിക്കും, ഒരു ബസ് സ്റ്റോപ്പിലാണ് വീട്, നേരെ റിട്ടേൺ ഇരിക്കുമ്പോൾ ഇന്ന് ഓർക്കുന്നു ഈ പ്ലാവും ഈ കരിങ്കല്ല് കൂട്ടവും ഈ ആസ്പെറ്റോസ് ഇട്ട വീടും എന്നെ ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു ഇതാണ് ഞാൻ കാണിച്ചു തന്ന വീടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞ് മോശം വാക്കൊന്നും പറഞ്ഞില്ല, ക്ഷമ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോക്കറിന്റെ മുമ്പിൽ നിന്ന് ഒരു വീഡിയോ ഒക്കെ മേടിച്ചു പിടിച്ചു. അപ്പൊ അമ്മ വിചാരിച്ച് ഞാനൊക്കെ ഞാൻ പറഞ്ഞു ടെൻഷനോട് വലിച്ച അങ്ങനല്ല, ഏതായാലും ഒരു കാര്യം എനിക്കുണ്ടായിരുന്ന ഒരു പെങ്ങള് മരിച്ചുപോയി, അമ്മയ്ക്ക് വിരോധമില്ലേ എന്റെ കൂടെ ഒന്ന് വാ. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിരോധമില്ല, ഞാൻ മോളെ കൊണ്ടുവന്ന് കാണിക്കാം, അടുത്ത ബസ്സിന് നമുക്ക് ഒരുമിച്ച് വരാം, ഞാൻ മോളെ കാണിക്കാം, കൂടെ വരാം. ഞാൻ പറഞ്ഞു ഏതായാലും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നു. പിന്നെ ഞാൻ തിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ദർശനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമ്മളൊരു കോട്ടയംകാരനുണ്ട്, ഒരു മാളെ ഒന്ന് കാണാൻ എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഇവളുടെ അമ്മ ഓടി തിരക്കടിച്ച് പെട്ടെന്ന് സ്റ്റേറ്റ് ബസ് കയറി 26 കിലോമീറ്റർ ഇറങ്ങി നീരേശ്വരത്ത് വന്നു. ഞാൻ പറഞ്ഞു
നമ്മൾ കോട്ടയംകാരല്ലേ, പെണ്ണിനെ കെട്ടിയാലും കെട്ടിയില്ലേ നമുക്ക് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറി, ഞാനും കൂട്ടുകാരൻ ചന്ദ്രനും ഒരു പട്ടാളക്കാരനും ബോക്കറും അവരിരുന്നു, ഞാനും ഇവളുടെ അമ്മയും ഒരുമിച്ചിരുന്നു. അപ്പൊ അന്ന് ഇലയിട്ടിട്ടാണ്, അത് വെജിറ്റബിളും ചോറാ, ഇലയിട്ട് തന്നു. അപ്പൊ ബോക്കർമാര് പറഞ്ഞു ഇത് നടന്നു, ഈ കല്യാണം നടന്നു, ഇലയിട്ടാണ്. മകളെ കാണുന്നൊക്കെ മുമ്പ് അമ്മായിമ്മയും അമ്മയും മോനും ഒന്നായിരുന്നു. ഞങ്ങൾ ഒരു മേശപ്പുറത്തിരുന്നു. ഇവളുടെ അമ്മയ്ക്ക് ഉണ്ണാൻ നാണക്കേട്. ഞാൻ പറഞ്ഞു ചോറുണ്ട്, നമ്മള് മനുഷ്യരല്ലേ, മോളുടെ വിവാഹം നടന്നോ ഒന്നും വിഷയമില്ല. അങ്ങനെ ഞാൻ പൈസ കൊടുത്തു. അങ്ങനെ ബക്കേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഇവള് എന്നെ ഒരു ഓഫീസിലെ റൂമിലേക്ക് വിളിച്ച് ഇവള് വന്നപ്പോ എന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എന്റെ പെങ്ങൾ മരിച്ചുപോയി, സ്ഥലം ഉണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെയാണ്, 10 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ട്, 1 ലക്ഷം രൂപ ബാങ്കിൽ കിടപ്പുണ്ട്, 2001 കിട്ടുള്ളൂ, 6-7 കൊല്ലം കഴിയണം, അതിന്റെ പലിശ കൊണ്ട് കുറി അടയുകയാണ്. പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കും, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ നിനക്ക് ആഗ്രഹം ഉണ്ടാകും നിർത്താൻ പറ്റും, അല്ലാണ്ട് അഡിക്റ്റ് ഒന്നും അല്ല. അപ്പൊ ഇവള് പറഞ്ഞു എനിക്കിങ്ങനെ കാലിന് സുഖമില്ലെന്ന് പറഞ്ഞ് കാല് ഇങ്ങനെ പൊക്കി കാണിച്ചപ്പോൾ കാലിന് പോളിയോ ഉണ്ട്. ഞാൻ പറഞ്ഞു ജോലി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് മദ്യപാനം പോലും ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു നുണ പറയുന്നല്ല, വല്ലപ്പോഴും കഴിക്കും വിശേഷ ദിവസം, അത് നിന്റെ ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു. ഇവക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. അങ്ങനെ ഇവള് പറഞ്ഞു എനിക്ക് ആ ചെറുക്കനെ തന്നെ മതി, വേറെ ചെറുക്കനെ വേണ്ട. അപ്പൊ രണ്ടാലോചന ഇവൾക്ക് കണ്ട് മുടങ്ങിപ്പോയി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി കൊണ്ടുവരാളൂ എന്ന് പറഞ്ഞു. എന്നോട് നേരിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കെല്ലാം ബോധ്യമായി, എനിക്ക് കുഴപ്പമില്ല, എന്നെ ഇഷ്ടപ്പെട്ടെന്നുള്ളൂ. അങ്ങനെ പെട്ടെന്ന് 99 ഓഗസ്റ്റ് 16 വിവാഹം നടന്നു. അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഡിവൈനിങ് ദർശനം ഉണ്ടായി. എന്റെ കഴുത്തിൽ ഒരു താലിമാല മിന്നു വന്നിങ്ങനെ വീഴുന്നു. അപ്പൊ ഞാൻ അമ്മയോട് വന്നിട്ട് പറഞ്ഞു എനിക്ക് ദർശനം ഉണ്ടായി, അടുത്ത വർഷം 99 ഓഗസ്റ്റ് 16 മണ്ണർകാട് വള്ളിപ്പെരുന്നാൾ 8 നോയമ്പ് കഴിയുന്നേക്കാൾ മുമ്പ് എന്റെ വിവാഹം നടന്നിരിക്കുന്നു. അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഏതായാലും ഓഗസ്റ്റ് 16 വിവാഹം കഴിഞ്ഞു. സെപ്റ്റംബർ 1 8 നോമ്പ് തുടങ്ങുന്നത്. അങ്ങനെ ഞാനൊരു നേരത്തെ നേർന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞാൽ ഞാൻ മണർകാട് പള്ളി ഈ ഭാര്യയെ കൊണ്ട് കൊണ്ടുപോകണം, അന്ന് കരിസ്മാറ്റിക് കത്തോലിക്കനാണ്. അങ്ങനെ ഏതായാലും വിവാഹം കഴിഞ്ഞ് ഓഗസ്റ്റ് 16 എനിക്ക് അലർജിയാണ്, ഫസ്റ്റ് നൈറ്റിലൊക്കെ അലർജി, സ്കിൻ അലർജി ആയി, ഭയങ്കര ചുമ അലർജി ആയപ്പം ചോദിച്ചു നേരം നിവർത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് മണർകാട് 7-ാം തീയതി രാത്രി ട്രാൻസ്പോർട്ട് ബസ്സിന് ഇവിടെ കൂട്ടിക്കൊണ്ടുപോയി മണർകാട് പള്ളി പോയി കൊടയെടുത്ത് അവിടെ നേർച്ച കഴിച്ചു. ഇവളുടെ അമ്മ അന്നത്തെ വിശ്വാസം ഒരു കാവളാട് പള്ളി എന്ന് പറയും, അവിടെ പോയി ഒരു കഴഞ്ഞ എടുത്ത് വെച്ചാൽ പിന്നെ എന്റെ ചുറിച്ചിലൊക്കെ പോയി. അപ്പോൾ എനിക്ക് നേർന്നത് നിവർത്തിക്കണം എന്നുള്ള വചനം മനസ്സിലായി. അങ്ങനെ 2000-ൽ ഞാൻ ഇവളുടെ വീടിന്റെ അടുത്തോട്ട് ശ്രീധരൻ തന്നിടത്ത് വീട് വെക്കാൻ വേണ്ടി ഞാനും അപ്പനും കൂടെ കൂടി വന്ന് തറ പണിത്. ഇവളുടെ കയ്യിലെ സ്വർണ്ണം, അപ്പം ഫസ്റ്റിലത്തെ മോള് ഗർഭിണിയായിട്ട് 7-ാം മാസം വീട്ടിൽ വന്നു. ഇവളുടെ സ്വർണ്ണം അമ്മയുടെ സ്വർണ്ണവും കുറച്ച് ലോണൊക്കെ എടുത്ത് 25 സെന്റ് എടുത്ത് തറ പണിത്. അപ്പം എന്റെ തലച്ചോറ് പഴുത്തു, കർണവടം പോയി, അൾസർ പിടിച്ചു, മദ്യപാനൊക്കെ പാടെ നിർത്തിയപ്പോൾ എനിക്ക് ബലം കുറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ട് സ്കാൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു അൾസർ ഉണ്ട്, വൻകുടലിന് കുഴപ്പമുണ്ട്, തലച്ചോറിന് പഴുപ്പുണ്ട്, എന്തോ രോഗലക്ഷണമാണ്, അതുകൊണ്ട് 6 മാസം ഇഞ്ചക്ഷനും മരുന്നും എടുക്കാൻ. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് കുറവില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. ബെൽബറ്റ് പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞ 1500 രൂപയുടെ ഒരു ലെറ്റർ എഴുതി തന്നു. അന്ന് 250 സാധാരണ സ്കാൻ ചെയ്ത് അവിടെ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ ശ്രീനാഥ് ഇപ്പോഴും പറഞ്ഞു അതുകൊണ്ട് ഇനി മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തി. അപ്പൊ 250 രൂപയാണ് അന്ന് ഗുളികയ്ക്ക്, 100 രൂപ ഇഞ്ചക്ഷനും, അങ്ങനെ 350 രൂപയോളാകും. അപ്പോൾ അന്ന് ഞാൻ 250 രൂപയും മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തു. 100 രൂപയുടെ ഉണ്ടെങ്കിലോ ഈ ഇഞ്ചക്ഷനും മരുന്നും ഒക്കെ കൂടെ തരും. അപ്പൊ പറഞ്ഞ പൈസ തിരിച്ചു തരാൻ പറഞ്ഞു. തിരിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ആ പൈസ മേടിച്ച് ഇവര് തരികയില്ല, അത് സാറെ പിന്നെ തന്നാ മതി ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് പൈസ തികയില്ല തരാൻ. അപ്പൊ ഇവര് പറഞ്ഞു ഇതിന് മെയിൻ ഒരു ഇഞ്ചക്ഷൻ ഒരു ഗുളികയാണ്, അതാണ് നിങ്ങളുടെ ശരീരത്തിന് ബലം വേണ്ട, അതിനുള്ള പൈസ തികയത്തില്ല, മറ്റേതെല്ലാം അതിന്റെ സൈഡിനുള്ള ഗുളിക. അന്ന് പിന്നെ മേടിക്കാൻ പൈസ തികയുന്നു. 250 നോട്ട് 5 ഞാൻ തിരിച്ചു മേടിച്ചു. നേരെ നവരംഗം എന്ന് പറഞ്ഞ പാറാണ്, ആ ബാറിലോട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു ആത്മഹത്യ ചെയ്തേക്കല്ല, മരിച്ചേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിനു മുമ്പ് വണ്ടിയും കേസും കൂട്ടായപ്പോ കെട്ടിച്ചാടി ഒരു ആത്മഹത്യ. പിന്നെ ഞാൻ പെട്രോള് റാന്തൽ വിളക്ക് മണ്ണെണ്ണ തലയിൽ ഒഴിച്ചിട്ട് ഡീസൽ തലയിൽ മണ്ണെണ്ണ വിളക്കടക്കം കത്തിച്ചു. പക്ഷെ വിളക്ക് കിട്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ ഓടി ടവറിലോട്ട് കയറി ചാകാൻ നിന്നപ്പോ ഓടിപ്പോരെ യാക്കോറ്റുപള്ളിയിലെ അച്ഛൻ ക്യാൻസർ ആയിട്ട് മരിച്ചു. അച്ഛന്റെ അനിയൻ മരിച്ചു. ഈ അച്ഛൻ എന്നെ പിടിച്ച് വഴി വെച്ച് ആ നാട്ടുകാർ പറഞ്ഞു അച്ഛാ അവൻ മരിക്കാൻ പോവാ, പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഈ ദ്രോഹം കണ്ടപ്പോഴേ യേശുവിനെ പറഞ്ഞ് ഞാൻ കരഞ്ഞോട് വീണു. ഈ അച്ഛൻ എന്നെ തലയിലെല്ലാം കഴുകി കുളി നല്ല രീതിയിൽ അടിച്ചു പറഞ്ഞു. ഈ ശവടത്തിന് ഞാനും പോയിട്ട് വന്നു, നീ എന്നെ ഒന്ന് വന്ന് കാണുന്നു പറഞ്ഞു. അന്ന് അച്ഛൻ ഇന്നും പറഞ്ഞു ഓർക്കുക, എടാ ഞാനൊരു പുരോഹിതനായി ഞാൻ എത്രയോ വസൂരി കുത്തി പിടിച്ച് കറുത്തിരിക്കുന്നു, ഒന്നും അല്ലാത്ത നിന്നെ ഇത്ര മനോഹരമായി ദൈവം സൃഷ്ടിച്ചു. ഇന്നലെ നീ ആ സൂയിസൈഡ് ചെയ്തപ്പോ നീ എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ കുഞ്ഞെ നിന്റെ ജീവിതം തകർന്നു, പിന്നെ നിനക്ക് കുടുംബജീവിതം ഉണ്ട്, ആത്മീയുണ്ടോ, അതുകൊണ്ട് ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. പിന്നെ ഞാൻ ബേക്കലും കോട്ടയം ഇതുപോലെ നിരാശ ഒന്ന് ചാടാൻ ശ്രമിച്ചു. അവിടുന്ന് അത്ഭുത ദൈവം എന്നെ അവിടുന്ന് വിടുവിച്ചു. അങ്ങനെ 3 ആത്മഹത്യ കഴിഞ്ഞു, 3 രോഗം കഴിഞ്ഞു. ഇനി എന്റെ ജീവിതത്തിൽ ഒരു രോഗം വരത്തില്ല. അഥവാ ക്രിസ്തുവിൽ രോഗത്താൽ മരിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട അവനോടുകൂടെ പുനരുദ്ധാനത്തെ ശക്തിയിൽ
തീരണമെന്നാണ് അപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഒത്തിരിയേറെ കൈപ്പേറിയ അവസ്ഥകൾ വന്ന് ഞാൻ ആ ചിന്ത അവിടുന്ന് മദ്യം കഴിക്കാൻ എനിക്ക് മദ്യം കഴിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ മദ്യം കഴിക്കാതെ ഞാൻ എഴുന്നേറ്റ് പോന്നു, വീട്ടിൽ വന്നു. ആ ദിവസം ഞാൻ വീണ്ടും ഒന്നുകൂടെ ധ്യാനം കൂടാൻ വേണ്ടി ലാസ്റ്റ് പോയി. അങ്ങനെ ഡിവൈന് 2000 ധ്യാനം കൂടിയിട്ട് ഇനി തിരിച്ചു വരികയായിരുന്നു പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. പക്ഷെ ആ വർഷം ഈ തറ ഞങ്ങൾ പണിത് കഴിഞ്ഞപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഒരു 750 രൂപ ഒരു വീട് വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് മാരിമുണ്ടി അവിടെ. അവിടുന്ന് രാജൻ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി, ഞാൻ ചോദിച്ചു രാജൻ കെട്ടിടത്തിന് പണിയാണ് ഒരു വീടിന്റെ ഒരു കടയുടെ ഓപ്പണിങ്ങിന് വേണ്ടി വാതിൽ വെക്കുക എന്ന് ഉറപ്പിക്കുക അവിടെ കട ഉദ്ഘാടനം. അപ്പൊ അദ്ദേഹം പണ്ട് പണിത് വീടാ. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നുകൊണ്ട് പണി തീർന്നു? ആ പണി തീർന്നു, എന്റെ പേര് രാജൻ, ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ആ മോളിൽ കാണുന്ന എന്റെ ആ തറ പണിത് വീട് എന്റെയാണ്, അടുത്ത ആഴ്ച മുതൽ പണിക്ക് വരാമെന്ന് ചോദിച്ചു. അദ്ദേഹം പണിക്ക് വരാമെന്ന് പറഞ്ഞു. അന്ന് 160 രൂപയാണ് കൂലി, ഹെൽപ്പർക്ക് 100. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തു, 4 ദിവസം ഒരു ജനൽപ്പൊക്കം വരെ പണിക്കാരനെ വേണ്ട, ഹെൽപ്പർ വേണ്ട, ഞാൻ എടുത്തു തരാം. ജനൽപ്പൊക്കം മുതൽ പിന്നെ ചെയ്തു, കാരണം എനിക്ക് പൈസ ശരി വരാമെന്നും പറഞ്ഞ് ഇദ്ദേഹം തിങ്കളാഴ്ച വന്നു. സത്യത്തിൽ അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു, രാജനാണ്, ബന്ധുക്കോസുകാരനായിരുന്നു. അങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് വഴിത്തിരിവുണ്ടാകുന്നത്. അദ്ദേഹം എന്നോട് ജനലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മണർകാട് പള്ളി, പരിമലപ്പള്ളി എന്ന് കൊണ്ടുവന്ന കല്ലൊക്കെ 4 കൂലയിലിട്ട് ഇദ്ദേഹം ചിരിച്ചു. ഇദ്ദേഹം ഇങ്ങനെ പണിയാ. അപ്പൊ ചോദിച്ചു രാജൻ എന്നാ കളിയാക്കുന്നത്? ഞങ്ങളെ പരിഹാസം, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ദൈവഭക്തനാണ്, ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ളതാ. ഈ 20-10 വീട് അന്ന് അവർ ആടി പറഞ്ഞു, 20 അടി നീളം 10 അടി വീതിയാ. ഈ ഹോളിൽ കരിസ്മാറ്റിക് പ്രാർത്ഥന നടത്താനാ. അപ്പൊ പറഞ്ഞു നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ച് പ്രാർത്ഥന നടത്തും തോന്നുന്നില്ല, നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയരുത് രാജ, മോശം പറയരുത്, എനിക്കിത് വീട് പണിയാനൊന്നും. അപ്പൊ താൻ ക്രിസ്ത്യാനി അല്ലേ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഈച്ച ക്രിസ്ത്യാനി അല്ലെന്ന് പറഞ്ഞു. അതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഈച്ച ക്രിസ്ത്യാനി അല്ല. അപ്പൊ ചോദിച്ചു അതെന്താ ഈച്ച ക്രിസ്ത്യാനി? അപ്പൊ ഇദ്ദേഹം ചോദിച്ചു കുന്നംകള്ളി പള്ളിയിലെ ഷാപ്പ് കണ്ടു. ഞാൻ പറഞ്ഞു ഷാപ്പ് കണ്ടിട്ടില്ല, അവിടെ ഒരു പുഴയുണ്ട്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ആ പുഴയും ഷാപ്പും അടുത്തായിരിക്കുന്നത്, അത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ട് ഷാപ്പിൽ പോയതിന്റെ അനുഭവം രാജ, ഇവിടെ വന്നിട്ട് വന്നാൽ അതുകൊണ്ട് ഷാപ്പിലൊന്നും പോണില്ല. അന്ന് അവിടെ കറിക്കച്ചവടം ചെയ്ത് ഇവിടുത്തെ അച്ചായന്മാരുണ്ട്, അവര് കൊന്തയിടും, കറി എടുത്തു കൊടുക്കുമ്പോ ഈ കൊന്ത കറിയിലാക്കി വീഴും. സന്ധ്യക്ക് കൊന്തയടക്കം പോയി കുളിക്കും, വൈകിട്ട് മുട്ടുമടക്കിയ കൊന്ത ചൊല്ലും. അതാണ് ഈച്ച ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു. ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞു ഞാൻ ആ കൂട്ടത്തിലാണ്. ഞാൻ മധ്യസ്ഥന്മാരെയും വിശുദ്ധന്മാരെയും നിന്ദിക്കത്തില്ല, പരിഹസിക്കത്തില്ല, അതുകൊണ്ട് അവരെ വന്ദിക്കത്തുമില്ല, നിന്ദിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ സത്യദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കള്ളന്മാരും പുട്ടുതീനികളാണ്. അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ, ബന്ധുക്കോസ് കൂട്ടായ്മ കൂടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൂടിയിട്ടില്ല, പക്ഷെ നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ അമ്മയുടെ ബന്ധുക്കളുണ്ട്, പിന്നെ അപ്പന്റെ ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞ് വാക്ക് നൽകുക. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ രോഗിയായിട്ട് വീഴുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു സുവിശേഷകനല്ല, പാസ്റ്ററല്ല, പക്ഷെ എന്തോ നിങ്ങളുടെ ഈ വീട് പണിയാൻ വന്ന അന്ന് മുതൽ എന്നോട് ഉള്ളിൽ ആത്മാവ് പ്രേമിക്കുന്നു. എന്നാൽ സുവിശേഷം പറയാനുള്ള കഴിവ് എനിക്കില്ല, എനിക്ക് മിടുക്കില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊരു സത്യദൈവത്തെ ഒരു വട്ടയിൽ പോയി ആരാധിക്കാൻ, നിങ്ങൾക്ക് എന്തോ രോഗമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് രാജന് തോന്നുന്നതാണ്, ഞാൻ ഈ തലക്കെട്ട് കെട്ടി മാറിയിരിക്കും, കല്ലെടുത്ത് കൊടുക്കും, 40 കിലോയാ. ഒറ്റയടിക്ക് എടുത്തിട്ട് ഇദ്ദേഹം വാങ്ങിയില്ല, ഞാൻ താഴെ ഇട്ടിട്ട് പിന്നെ പോയി, പിന്നെ ഉരുണ്ട് പോലെ ഉരുട്ടിയൊക്കെ പോകണം. അപ്പൊ ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു രാജ, എനിക്ക് ഇച്ചിരി വയ്യായികളുണ്ട്, ഇത് കണ്ടോ വെൽബറ്റ്, ഞാൻ പോവുകയാണ്, അടുത്ത ആഴ്ച 1500 രൂപ വേണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ച ഒരു കാര്യമാണ് ഇന്ന് ഓർക്കുന്നത്. നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നോട് 150 രൂപ വെച്ച് കൂലി തരാം, ആഴ്ച തീർക്കാന്ന് പറഞ്ഞു. 6 ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച പണിതു. 900 രൂപ കൂലി എനിക്ക് തരണം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്ന 600 രൂപയാണ്, ഇനി 300 രൂപ തരാൻ കിടക്കുക. ഇന്ന് ചൊവ്വാഴ്ച, ഇനി ഈ ആഴ്ച 900 തരണം. അപ്പൊ 900, 300, 1200 അത് തരാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം. ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം, തികച്ചു തരാം. അതില്ലാത്ത നിങ്ങൾ എങ്ങനെ വെൽവെറ്റെ പോയി സ്കാൻ ചെയ്യും? നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പട്ടാളക്കാരൻ അവിടെ അയൽവക്കത്തെ ഒരു സഭയെ പോയിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞ പാസ്റ്റർ ഇതാണെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പരിചയപ്പെടുത്തി ആ പാസ്റ്ററെ വിളിച്ചു. അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. ഞാൻ വിളിച്ചിട്ട് വന്നില്ല. അദ്ദേഹം ഒരു പട്ടാള ബെന്നിഫാസിന്റെ അമേരിക്കയിലാണ്, ഞാൻ പ്രവചിച്ചതാ. എന്നാ കുഞ്ഞും അമേരിക്കയിലാണ്. അദ്ദേഹം വീട്ടിൽ വന്നു. അപ്പൊ ഈ രാജൻ ബ്രദർ ആയിക്കോട്ടെ സംസാരം, ബ്രദർ ഇവിടെയാണോ പണിയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ സ്വോത്രം പറഞ്ഞു, പാസ്റ്റർ ക്രൈസ്റ്റിനോട് പറഞ്ഞു ഞാനൊരു കരിസ്മാറ്റിക്കാരനാണ്, ഞാൻ ഡിവൈനിലൊക്കെ കൂടി എനിക്ക് സത്യത്തെ ആരാധിക്കുന്നൊക്കെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ആ ബ്രദർ ഇഷ്ടമുണ്ടെ വാന്ന് പറഞ്ഞ് ഇദ്ദേഹം പോയപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇത് കക്കാട്ടി ലൂക്കയുടെ സ്ത്രീധനമായിട്ട് എനിക്ക് കിട്ടിയ വീടാണ്, പാസ്റ്റർ അല്ലേ, ധൈര്യമായിട്ടൊരു വാക്ക്. അപ്പൊ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അങ്ങനെ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പേടിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട, ഇത് എന്റെ വീടാണ്, എനിക്ക് സ്ത്രീധനം കിട്ടിയ ശക്തമായിട്ട് പാസ്റ്റർ. അദ്ദേഹം വളരെ പതുക്കെ, പട്ടാളക്കാരൻ എങ്കിലും ഉൾപ്പേടിയുണ്ട്, കത്തോലിക്കരുടെ കോട്ടയാണ്, ശാന്തമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവിടുന്ന് തീ ഉയരുന്നു, ബ്രദറിന് ഇഷ്ടമുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇദ്ദേഹം നിർത്തി. ആ ആഴ്ച ഞാൻ പള്ളിയിൽ പോയി, ആദ്യത്തെ കുർബാന 8:30 തീരും. അപ്പൊ ഇവരുടെ ചർച്ചിന്റെ അവിടുന്ന് എനിക്ക് സോഫയുടെ വർക്ക് പൈസ കിട്ടാൻ, അത് മേടിച്ചുകൊണ്ട് വരുമ്പോ ഇവിടെ കൊട്ടും പാട്ടും കേൾക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് ആദ്യമായിട്ട് ബന്ധുക്കോസിന്റെ ഒരു കൂട്ടായ്മ കൂടാമെന്ന് വിചാരിച്ച്
ഞാൻ അവിടെ ചെന്നു. അപ്പൊ അതിനു മുമ്പ് രാജൻ പാസ് എന്ന് പറഞ്ഞ IPCയിലെ പഠനക്കാരിൽ ഒരു പാസിനെ എടുത്ത് അദ്ദേഹം വിശേഷം വേറൊരു രാജിന് വേണ്ടി, കോട്ടയത്തിലുള്ള രാജിന് വേണ്ടി വന്ന് പറയാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തെ അപ്പൊ വിളിച്ച് ഞാൻ സുവിശേഷം 2 മണിക്കൂർ കേട്ടു. നിത്യതയെ കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ച്. രാജൻ പാസ് ഇന്ന് മരിച്ചുപോയി, ഞാനൊന്ന് പറഞ്ഞായിരുന്നു, മരിക്കുന്ന രോഗവും ഒക്കെ പറഞ്ഞ് മരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് സുവിശേഷം ഞാൻ കേട്ടു. ഒരു 3:30 മുതൽ 5:30 വരെ. അങ്ങനെ എന്നെ ബേക്കറി കോട്ട കൊണ്ടുപോയി ഫുഡൊക്കെ ഞാൻ മേടിച്ചു കൊടുത്ത് തിരിച്ചു പറഞ്ഞു. ഒരു വട്ടം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഒരല്പം മദ്യം വന്ന് എന്റെ ഒരു വിശേഷം സ്വല്പം കഴിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബസ് കയറിയത് എന്റെ വണ്ടിക്ക് കയറേണ്ടതിന് പറഞ്ഞ് ഞാൻ നേരെ തിരിച്ച് കിഴക്കോട്ടുള്ള ബസ്സിന്, നീലേശ്വരം ബസ്സിന് കയറി. അവിടെ പടന്നക്കാട് ഗേറ്റിൽ വണ്ടി ഇട്ടപ്പം ഞാൻ പറഞ്ഞ നീലേശ്വരത്താണ് ആ ഷോപ്പ് ഇറങ്ങേണ്ടത്, അതിന് തിരിച്ച് കിട്ടാൻ പറഞ്ഞു. അന്ന് അവിടെ ഇറങ്ങി ഗേറ്റ് പൂട്ടിയപ്പോ ഈ പടന്നക്കാട് രാജമാസിനെ അങ്ങോട്ട് ചെന്നപ്പോ അവിടെ ആരാധന കഴിഞ്ഞ് സ്വോത്രകാഴ്ച കഴിഞ്ഞ് ഉള്ള ശുശ്രൂഷയാണ്. ഒരല്പം കഴിച്ചുകൊണ്ട് ഞാൻ ബേക്കിൽ പോയി മിണ്ടാതിരുന്നു. അദ്ദേഹം വന്ന് കുറെ നേരം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ആകെ കൂടിയത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഈ സത്യദൈവത്തെ ആരാധിക്കുന്ന പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാശ് മേടിച്ചു കഴിഞ്ഞ് ഈ ഓടിലേക്ക് ആരോ എന്നെ നിർബന്ധിച്ച്, പുറകിൽ നിന്ന് ആരോ കയറ്റുന്ന പോലെ നിർബന്ധിച്ച്, 9:30 10 മണിയായപ്പോ ഹോളിൽ പോയിട്ട് അന്ന് വലതുവശം നടന്നുപോയി. ഞാൻ ചാരി അവിടെ ഹോളിൽ ഇരുന്നപ്പോ ആരാധന തുടങ്ങി അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ടീച്ചർ നിന്ന് മരിച്ചുപോയി. ആ ടീച്ചർ പറഞ്ഞു, 6 മാസമായിട്ട് ഇതിനകത്ത് ദൈവത്തിന്റെ ദൂതൻ, പരിശുദ്ധാത്മാവിനാൽ ദൈവദൂതൻ അടിച്ച് കയറ്റി ഇരുത്തിയ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ 15 വർഷമായി ദൈവം അദ്ദേഹത്തെ വിളിക്കുന്നു. വിളി കേട്ടിട്ടില്ല. അദ്ദേഹം വിശ്വാസമുണ്ട്, പക്ഷെ ഇന്ന് വരെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരൻ ഞാൻ പറഞ്ഞതാണെങ്കിൽ പുറകിലിരിക്കുന്ന പച്ച ഷർട്ട് ഇട്ട സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് സാംകുട്ടി എന്നാണ് പറയുന്നത്, വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പേരെങ്ങനെ അറിഞ്ഞു. അപ്പൊ നാട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ആന്റി പറഞ്ഞ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഒരു വലത്തെ വശത്തെ കിഡ്നിക്ക് 6 മാസമായിട്ട് കംപ്ലൈന്റ് ഉണ്ട്. കിഡ്നി പഴുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് എടുക്കരുതെന്ന് ദൈവാത്മാവ് പറഞ്ഞു. ട്രീറ്റ്മെന്റ് എടുത്താൽ മരിക്കും, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഡോക്ടറെ കണ്ടതോ വെൽബറ്റയിലെ കടലാസ് തന്നതോ ഒന്നും ഈ രാജനല്ലാണ്ട് ആർക്കും അറിയത്തില്ല. കിഡ്നിയുടെ വിഷയം ഒന്നും ഞാൻ രാജനോട് പറഞ്ഞിട്ടില്ല. വെൽബറ്റിൽ പോയി സ്കാൻ ചെയ്യണം, എന്താ വയറ്റിൽ എന്തോ അസുഖം, അൾസറോ എന്താണെന്നാണ് എനിക്ക്. അന്ന് വെള്ളം പോലും ബ്ലാഡറിൽ നിൽക്കത്തില്ല. അപ്പം ഇദ്ദേഹം ജീവനുള്ള ദൈവത്തെ സൂചിക്കുന്ന ഈ ടീച്ചർ ഈ വെളിപ്പാട് പറഞ്ഞപ്പോ ഞാൻ എന്റെ വെളിപ്പാടുകൾ ഓർത്തു. എനിക്ക് ദർശനം തന്നതും വെളിപ്പാടുകൾ ഓർത്തു. അങ്ങനെ ടീച്ചർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ പബ്ലിക്കായിട്ട് പറഞ്ഞു, 6 മാസത്തിനുള്ളിൽ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലെങ്കിൽ മരിക്കും, 6 മാസം കഴിയുമ്പോൾ ഡെഡായി പോകും അവസ്ഥയാണ് പറഞ്ഞു. അങ്ങനെ ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ടീച്ചറോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ടീച്ചർ പറഞ്ഞ വെളിപ്പാട് തെറ്റാണ്. ഞാൻ ശരിക്കും തർക്കിച്ചു. ടീച്ചർ പറഞ്ഞു ഞാൻ രോഗിയാണ്, എന്റെ പേര് സഹിതം പറഞ്ഞു. പേര് പിന്നെ നിങ്ങൾക്ക് അറിയാം, പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നാട്ടുകാർ പറഞ്ഞു രോഗം എനിക്ക് മനുഷ്യനായ ഉണ്ടാകും, പക്ഷെ എന്റെ കിഡ്നിക്ക് കംപ്ലൈന്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പൊ ഈ പട്ടാളക്കാരൻ ബെന്നിപ്പാസ് പറഞ്ഞു, സൂസനെ നീ അത് പറഞ്ഞ തെറ്റാണ്, ആ ബ്രദറിന്റെ പേര് പറഞ്ഞു കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ് പറഞ്ഞു. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അവരുടെ ഭാര്യ വീട്ടുകാരും ആങ്ങളമാരൊക്കെ ചീത്ത പറയേത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഇല്ല, രോഗമൊന്നുമില്ല, എനിക്ക് ഞാൻ വരെ അറിയാൻ വേണ്ടി പറഞ്ഞ രോഗമൊന്നുമില്ല, തർക്കിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യേ, നാളെ തിങ്കളാഴ്ച ഞാൻ ലീവ് എടുക്കാം, എന്റെ കൂടെ മംഗലാപുരത്ത് വന്നിട്ട് ബെൽബറ്റൻ ഞാൻ സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്തിട്ട് രോഗമുണ്ടെന്നും കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കും. ഞാൻ പറഞ്ഞ ആരാധിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് തർക്കിച്ചു, വാദിച്ചു. അപ്പോൾ എനിക്കറിയാം ഉള്ളിലെ എന്റെ വേദന അറിയാം, ഉണ്ടെന്നുള്ള കാര്യം. ഡോക്ടറും പറഞ്ഞു എനിക്കും അറിയാം, മൂത്രമൊക്കെ ഒഴുകി പ്രയാസമുണ്ട്, കിഡ്നി ഇൻഫെക്ഷൻ ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് അറിഞ്ഞ് വകവെച്ചില്ല. കാരണം എന്റെ പെങ്ങൾ സ്വത്തും പോയപ്പോൾ ഇനി ഇവളും ഗർഭിണിയാണ്, വിവാഹം കഴിച്ച് 1 മാസം കഴിഞ്ഞ് പ്രസവിക്കും, വീട് പണിയുന്നു, ട്രീറ്റ്മെന്റിന് പോയാൽ മരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ജീവനുള്ള ദൈവത്തിലേക്കും ഒരു മാനസാന്തരം എനിക്ക് ഡിവൈനി വെച്ചുണ്ടായി. എന്നാൽ സത്യദൈവത്തെ ആരാധിക്കാൻ അവസരം കിട്ടുന്നില്ല. പള്ളിയിലെ കുർബാന കഴിഞ്ഞ് 1/2 മണിക്കൂർ പിന്നെ ഫ്രീ ആണ്. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, ബൈബിളൊക്കെ ഇടയ്ക്ക് വായിക്കുമായിരുന്നു, പാട്ടൊക്കെ പാടും, എനിക്ക് വലിയ ഇഷ്ട പാട്ടുകളൊക്കെ. ആ ഒരു ചിന്ത എന്നെ ഭരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ടീച്ചർ പറയുന്ന ഈ സാക്ഷി കേട്ട് തർക്കിച്ചു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് അങ്ങ് പൊട്ടിക്കരഞ്ഞു പോയി. കരഞ്ഞിട്ട് ഞാൻ ഈ എന്റെ ചീട്ടെടുത്തിട്ട് പറഞ്ഞു, ടീച്ചറെ 1500 രൂപ വേണം വെൽബറ്റെ പോകാൻ, ഈ ദിവസങ്ങളിൽ പോകാൻ പണമില്ല. രാജനോട് ഞാനിങ്ങനെ പറഞ്ഞാൽ വെൽബറ്റിൽ പോകണം, എനിക്ക് അസന്ധി അസുഖമുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ സത്യമാണ്, ഇത് ആരോടും പറയരുത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ച് എന്നെ വിട്ടു. പിന്നെ എല്ലാ ആഴ്ചയും എനിക്ക് പിന്നെ ഈ ആരാധനയ്ക്ക് പോകണം എന്നുള്ള പ്രേരണ ആരും വിളിച്ചിട്ടില്ല. ഈ പാസ്റ്റർ വിളിച്ചിട്ടില്ല, ഇവരറിഞ്ഞിട്ടില്ല. അങ്ങനെ കത്തോലിക്ക പള്ളിയിലെ കുർബാന 7 തുടങ്ങി 9 തീരും. 9 തീർന്ന് ഞാൻ ഈ കോപ്പയുടെ കാശ് മേടിക്കാനാന്ന് പറഞ്ഞ് ഈ ആലയത്തിലോട്ട് പോകും, ആരാധിക്കും. അങ്ങനെ ഒരു 4-5 മാസം ആരാധിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ കിട്ടും, വേറെ ഒന്നുമില്ല. അപ്പൊ ചുമരെ ചാരിയിരിക്കും. അങ്ങനെ നിന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ മുണ്ടക്കയം ലീലാ ഗോപാൽ എന്ന് പറഞ്ഞ നായർ സ്ത്രീ പ്രവാചിയാണ്, ഇന്ന് മരിച്ചുപോയി. ആ പ്രവാചിക്ക് അവിടെ ഒരു ബന്ധന ശുശ്രൂഷ, ഒരു സഹോദരനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്, ആഭിചാരമൊക്കെ ചെയ്ത്. തൊട്ടങ്ങപ്പുറത്ത് കൊടകര കൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചു. ഇവിടെ അച്ഛൻകുഞ്ഞ് അദ്ദേഹം
വന്ന ഇച്ചിരി ദൂഷ്യപോലും മദ്യപാനം പുകവലിയൊക്കെ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ കൊടകര കൃഷ്ണവായന് അവിടെ ഒന്ന് മന്ത്രം ചെല്ലുമ്പോ ഇവര് ബാൻഡ് സെറ്റ് പഠിപ്പിക്കും അച്ഛൻകുഞ്ഞ്. അപ്പൊ പുള്ളി ഇവിടുന്ന് തെറി പറയും. അങ്ങനെ തെറി പറയുമ്പോ അവൻ അഭിചാരം ചെയ്യുമ്പോൾ പുള്ളിയുടെ കൈക്ക് വേദന, വയറുവേദന, തലവേദനയൊക്കെ ആയിട്ട് പിന്നെ അപ്പൊ ഈ അമ്മാമേനെ ഈ ബന്ധന അഴിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ചില വർഷങ്ങളായിട്ട്. അപ്പൊ ഈ അച്ഛൻകുഞ്ഞിന് വേണ്ടി ഈ ബന്ധന അഴിക്കാൻ വേണ്ടി ഈ അമ്മാമ വന്നപ്പം തങ്കച്ചൻ ആശാരി തങ്കച്ചൻ ഉപദേശി തങ്കപ്പന ഉപദേശി എന്ന് പറയും. ആശാരി ഉപദേശിയല്ല, തങ്കപ്പന ഉപദേശി എന്ന് പറഞ്ഞ ഒരു ആശാരി എന്റെ നാട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഭാര്യയെ മരിച്ചുപോയി. ഇവനെ വെച്ച് ഈ ഇദ്ദേഹത്തിന് മദ്യപാനമായിരുന്നു. മാനസാന്തം 40 ദിവസം അവിടെ ഇരുന്ന് ഇവിടെ വന്ന് മരിച്ചുപോയി. അങ്ങനെ ഇദ്ദേഹം രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനൊക്കെ വന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, സാമ്പ്രദർ ഇന്ന് വൈകിട്ട് നിൽക്കുകയാണ്, വലിയൊരു ബന്ധന ശുശ്രൂഷ അടിക്കുന്ന കാണാതെ വന്നു. അങ്ങനെ അന്ന് വൈകിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. 8:30 പിറ്റേ ദിവസം ഒരു BJP കർത്താനും കൂടിയ ഇന്ന് ഓർക്കുന്നത് 2001 അദ്ദേഹം അവിടെ ബന്ധമില്ലാതപ്പോ ഞാൻ അവിടെ രാത്രി വെയിറ്റ് ചെയ്യുമ്പോൾ 8:30-9 മണിയായപ്പോ അച്ഛൻകുഞ്ഞി ഇരുന്നു. ഈ ടീച്ചറ്, അമ്മാമ, 10-5-8 പേര് ആശാരി ഉപദേശം ഒക്കെ കൂടി ഇരുന്ന് വട്ടയിരുന്നപ്പോ ഞാൻ പുറകിലിരുന്നു. ഈ അമ്മാമ എണ്ണ തലയെ വെച്ച് പ്രാർത്ഥിച്ചു, ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അച്ഛൻകുഞ്ഞ ഞങ്ങൾക്ക് കൃപയുണ്ടേലും നീ ഒന്ന് വിധേയപ്പെട്ടെ, ആത്മാവിന് വിധേയപ്പെടാതെ ഈ ബന്ധനത്തിൽ കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ മാറ്റി ഇരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ആ ഇരിക്കുന്ന ഗേപ്പിന് ഞാൻ 5-6 മാസം ആരാധനയ്ക്ക് പോകുന്നു. ആ ഗേപ്പിന് ഞാൻ ആത്മാവിൽ ആരും പറയാൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ അമ്മാമ്മയുടെ കൊടുക്കുകയാണ്. ഈ അമ്മാമ്മയുടെ അപ്പൊ എനിക്കറിയാം എന്റെ ഉദരബന്ധനം ഉണ്ടെന്ന്. എനിക്ക് പെണ്ണുങ്ങളുടെ വയറ് പോലെ കെട്ടി വീർത്ത് ഭയങ്കര വേദന, അസ്വസ്ഥതകള്, വല്ലാത്തൊരു അസ്വസ്ഥതകളുണ്ട്. അപ്പോൾ എനിക്കറിയാം ഒരു ജീവനുള്ള ദൈവം ഉണ്ടെന്ന് എന്നെ പിടിപ്പിക്കുന്നു. ഞാൻ ബന്ധിക്കപ്പെട്ടവനാണെന്ന് അറിയാം. കാരണം എനിക്ക് മദ്യപാനത്തിൽ നിന്ന് ഒരു മോചനം ആഗ്രഹമുണ്ട്. 3-4 മാസം നിർത്തും, പിന്നെ എന്നെ ചിലപ്പോൾ കുടിക്കും. അപ്പൊ കണ്ടപാനം പിന്നെ മെന്റൽ ആത്മഹത്യ, പല ചിന്തകളാണ്, നിരാശയുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാൻ സ്വയം എടുത്തുകൊണ്ട് കൊടുത്ത് ഈ അമ്മാമ്മ ചോദിച്ചു, ആരാണ് ഈ സഹോദരൻ ചോദിച്ചു. 5-6 മാസം ഇവിടെ ആരാധനയ്ക്ക് വരുന്നത്, രക്ഷിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു രക്ഷിക്കപ്പെട്ടു. സ്നാനപ്പെട്ടിട്ടില്ല അമ്മാമ്മ, സ്നാനപ്പെടാൻ തയ്യാറാ. 2-3 കുടുകുടു എന്ന് പറഞ്ഞേച്ചു. അന്യഭാഷ പറഞ്ഞു, എന്റെ മകനെ നിന്റെ ഉദര എല്ലാം ചീർത്ത് പൊട്ടി പഴുത്തിരിക്കുകയാണോടാ, നീ ഇവിടെ വന്നില്ല മരിച്ചു പോകൂടാന്ന് പറഞ്ഞു. ഈ കുടിച്ചാട്ടെ എന്ന് പറഞ്ഞ് ഈ വെള്ളം തന്നു. 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ ഒമറ്റ് ചെയ്തു. ഒമറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയില്ല. ഇന്ന് ഞാൻ ഓർക്കുന്നു 9:30, 10:30, 11:30, 12:30 4 മണിക്കൂർ ഞാൻ കൈ കുത്തി നിന്ന് ഛർദിച്ചു, ഒമറ്റ് ചെയ്തു. അവസാനം ഒരു കഷ്ണം ഈ കിഡ്നിയുടെ ഇവിടുന്ന് വൻഞരമ്പേന്ന് ഛർദി പോലെ ഇവിടെ വന്നു തൊള്ളയിലിരുന്നു. അത് കക്കിയിട്ടപ്പോ പിണർത്ത രക്തം, ഈ നമ്മുടെ ഈ മുന്തിരിങ്ങ കറുത്തതുപോലെ ഒരു കഷ്ണം, അത് ഇതിൽ നിന്ന് വന്നതാണ്. ഇതാണ് നിന്നെ ബന്ധിച്ച്. എന്നിട്ട് പേര് ചോദിച്ചു. ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സഹോദരനുണ്ട്. അപ്പൊ വീട്ടും പേരടക്കം അത് ഇങ്ങനെ ഒരു ജ്യേഷ്ഠനാണ്, അങ്ങനെയാണ് അവനാണ് ചെയ്യുന്നത്. അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞ് അന്ന് എനിക്ക് ബോധ്യമായി. അത് കഴിഞ്ഞ് 4 മണിക്കൂർ ഞാൻ ഇത് ഛർദിച്ചു കഴിഞ്ഞ് 1 മണിക്കൂറോളം ഞാൻ വിരല് കുത്തി പൂച്ച കുത്തുന്ന പോലെ മ്യാവും എന്ന് പറഞ്ഞു, നിനക്ക് മെന്റല് വരാൻ വേണ്ടി, നിന്റെ സ്വത്തെല്ലാം തകർന്നു പോകാൻ വേണ്ടി. അങ്ങനെ 1 മണിക്കൂർ ഛർദിച്ച് ഇത് മാറി, ഞാൻ നോർമലായി. അന്ന് എന്റെ മദ്യപാനവും പുകവലിയും നിർത്തി. ഇന്ന് 26 വർഷമായി, ഇന്നേ വരെ തൊട്ടിട്ടില്ല. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവമുണ്ട്, നീതിമാന്റെ സന്തതി അപ്പത്തിനെ ഇറക്കിയില്ല, അവൻ തുണയില്ലാതെ ഇരിക്കില്ല. സങ്കീർത്തനം 32-25 വാക്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് എന്നോട് ഇടപെട്ട ഒരു വചനമാണ് അത്യുന്നതങ്ങളിൽ മഹത്വം. വായിച്ചേ ലൂക്കോസിന്റെ സുവിശേഷം 4-ന്റെ ലൂക്കോസ് സുവിശേഷം 4-ന്റെ 2-14 പറയാണ്, അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഈ വാക്തത്വ വചനം എന്നെ പലപ്പോഴും ചിന്തിക്കുവായിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനം വേണം. ഞാൻ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന വ്യക്തിയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കരിസ്മാറ്റിക്കിന് കിട്ടിയ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മാറ്റമുണ്ട്. അപ്പൊ ഞാൻ ഈ കാഞ്ഞർകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്ഥലം വാങ്ങിയപ്പോൾ ഈ സഹോദരൻ മെഡിക്കൽ കോളേജ് ആമാശയ ക്യാൻസറായിട്ട് കിടക്കുക. ആ സഹോദരന്റെ അടുക്ക് ചെന്ന് അന്ന് അവിടെ ഭൂമിക്ക് 3 രൂപ വരെയുള്ളൂ. അളിയൻ പറഞ്ഞ് ഈ പ്രദേശത്ത് 3 കൂടി കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഏതായാലും മദ്യം കഴിച്ച് കടയുന്നതല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ അളിയൻ നിർമ്മി ഞാൻ അത് 6500 രൂപ പറഞ്ഞ് ഉറപ്പിച്ചു, അഡ്വാൻസ് കൊടുത്തു 5000 രൂപ. അപ്പൊ എന്റെ അളിയന്മാര് പറഞ്ഞു, നാളെ ചീത്ത പറയരുത്, ഞങ്ങളുടെ ആ ദേശത്ത് 3 രൂപയേ ഉള്ളൂ, നീ വെറുതെ ഭ്രാന്തിന് ഞാൻ പറഞ്ഞ സാരയില്ല, മദ്യം കഴിക്കുന്നല്ലേ. ആ പീറ്ററിന് ഒരു ഉപകാരമാണെന്ന് പറഞ്ഞ് പീറ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥിച്ചു. ഞാൻ നേരെ ഡിവൈനിലേക്ക് പോയി, ഇവരിങ്ങോട്ട് തിരിച്ചു വന്നു. ആ പീറ്റർ 2 വർഷം ജീവിച്ചിരുന്നു. എല്ലാ രോഗവും മാറി. പിന്നെ ഇവ ചാരായം കുടിച്ചിട്ടാണ് പിന്നെ മരിച്ചത്. അപ്പൊ ഞാനത് ആത്മാവിൽ പറഞ്ഞ അത് സംഭവിച്ചു. അപ്പൊ ഈ സത്യദൈവത്തെ ആരാധിക്കണമെന്ന് ഈ വെളിപ്പാട് ടീച്ചർ പറഞ്ഞോടുകൂടി ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ തയ്യാറായി. ആ 6-ാം മാസമാണ് ഈ ബന്ധനം വഴിയത്. അപ്പോൾ ആ ദിവസങ്ങളിൽ പ്രവാചകന്മാർ എന്നോട് വന്നിട്ട് പറഞ്ഞു, അതിവിശുദ്ധ വിളിയും പ്രവാചകനായി കണ്ടിരിക്കുന്നു. അപ്പോൾ മീറ്റിങ്ങുകൾ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ അവിടെ വെക്കാൻ തുടങ്ങി. മീറ്റിങ്ങുകൾ വെക്കുമ്പോൾ ഒരു മാസ്റ്ററെ വിളിക്കും, പ്രവാചകൻ ഞാൻ ചെറിയ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ ഗർഭിണിയായി.
വീട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തൊഴിലില്ല. അപ്പോൾ ഉണ്ണിയപ്പം, അച്ചാറ്, പലഹാരങ്ങളൊക്കെ വീട് പണി കൊണ്ടു കിടന്നിട്ടാണ് വൈഫ് ജീവിക്കുന്നത്. എനിക്ക് രോഗം വന്നു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഈ ബെന്നിപ്പാസ് പറഞ്ഞു, ബ്രദറിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ 7 ദിവസം ഉപവാസം ഇരിക്കുകയാണ്, ബ്രദർ വന്നിരിക്കാൻ പറഞ്ഞു പകൽ. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ തീർച്ചയായിട്ടും ആരോടും പറയണ്ട, ഞാനൊരു പകല് 10 മണി തൊട്ട് 7 മണി 5 മണി വരെ ഇരിക്കാം, ലാസ്റ്റ് സ്റ്റേജ് പോകാന്നുള്ളൂ. അങ്ങനെ വൈഫിനോടൊക്കെ പറഞ്ഞ് മിണ്ടാതെ പറഞ്ഞിട്ട്, വൈഫിനോട് മാത്രം, ഭാര്യയോടൊന്നും പറഞ്ഞില്ല, മറ്റുള്ള വീട്ടുകാർ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, അപ്പനോട് അമ്മയോട് പറഞ്ഞു. ഞാൻ ഈ പകൽ 5 മണി വരെ ഇരുന്നു. 3ാമത്തെ ദിവസം ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ബ്രദർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ബ്രദറിനെ ദൈവം ഉയർത്തും, രോഗമൊക്കെ മാറും, സുവിശേഷകനായിട്ട് കണ്ടിട്ടുണ്ട്, ഒരു അപ്പസ്തോലികനായിട്ട് കണ്ടിട്ടുണ്ട് ഈ പാസ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സൂത്രപ്പണിയൊക്കെ ഒപ്പിച്ച് പിടിച്ച് ഇവരുടെ കൂടെ ഇടാനായിരിക്കും വിചാരിച്ചു. അപ്പൊ ആ മാസങ്ങളിലൊക്കെ ദൈവദാസന്മാര് പുറത്തുനിന്ന് എന്റെ നിർബന്ധത്തിൽ ഒരു ആശയോധന വിളിക്കുമ്പോൾ ആ പ്രവാചകന്മാർ വന്ന ആദ്യത്തെ ദൂത് എന്റെ തലയെ വെച്ചിട്ട്, അസ്ഥിരത്തെ ദൂതുകൾ. അപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, സംഭവിച്ച കാര്യങ്ങള്, അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ, പങ്കുവെക്കാത്ത കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പ്രവചനമുണ്ട്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. അങ്ങനെ ഈ പ്രവാചകൻ ഒരു 3ാം ക്ലാസ് വരെ പഠിച്ച കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ മലയാളം കഷ്ടി വായിക്കാവുന്ന ഒരു കുഞ്ഞുമോൻ ഉപദേശം കൊണ്ടാണ് കൊടുക്കുന്നത്. അദ്ദേഹം അന്ന് കണ്ണൂർ ഇരിട്ടിന്നാണ് വരുന്നത്. അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, സാങ്കുട്ടി ബ്രദർ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനാണ്. എന്നെ ദൈവാത്മാ കാണിക്കുന്നു, സാങ്കുട്ടി ബ്രദറിന്റെ വീട്ടിൽ എത്ര മുറിയുണ്ട്? ഞാൻ പറഞ്ഞു, 3 മുറിയുണ്ട്, റോഡ് സൈഡാണ്. അവിടെ ഒരു മുറിയിൽ ഒരു ചാക്ക് കാണുന്നു, അന്ന് ചണച്ചാക്കുണ്ട്. അവിടെ ഒരു ബൈബിൾ ഇരിക്കുന്നു, അത് കരിങ്കല്ലിട്ട ഒരു മുറിയാണ്, ആ ഭിത്തി തേച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, കരിങ്കല്ല് കോൺക്രീറ്റിന് വേണ്ടി കരിങ്കല്ലിട്ടാണ്, പിന്നെ ഇളക്കാൻ പറ്റിയില്ല. അവിടെ എന്റെ ആ പ്രാർത്ഥനാ മുറിയിൽ, ശ്രദ്ധിച്ച് കേൾക്കണമേ, ആ പ്രാർത്ഥനാ മുറിയിൽ സാങ്കുട്ടി ബ്രദർ അപ്പനോടോ അമ്മയോടോ സഹോദരങ്ങളോടോ ആരോടും പറയാതെ 21 ദിവസം ഫുള്ള് ഉപസിക്കണം, അല്ലെ ഒരു നേരം ഭക്ഷിച്ചിരിക്കണം. ഇരിക്കാൻ കഴിയുമെങ്കിൽ ദൈവം നിന്നെ കരങ്ങൾ ഉപയോഗിക്കും, ഭാവി ജീവിതത്തിൽ ശക്തമേറിയ ശുശ്രൂഷകനാക്കി മാറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രവചനം എനിക്ക് ഉള്ളതുകൊണ്ടും പ്രവചനാനേകന്റെ ഈ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടും വെളിപ്പാടും ദർശനവും വിശ്വാസിയാണ് ഞാൻ ആ ദൂത് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഭാര്യ വീട്ടുകാരറിയും, തൊട്ടയലോകമാണ്, മറ്റുള്ളവർ അറിഞ്ഞാൽ എന്നെ അടിക്കും. കാരണം ഞാൻ കള്ളന്മാരുടെ കൂടെ കൂടി, ഭാര്യയാണ് അധ്വാനിച്ച് ജീവിക്കുന്നത്, അവളുടെ സ്വർണം വരെ താലിമാലയൊക്കെ പണയം വെച്ച് വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഹോളിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അല്ല, ബ്രദർ മാത്രം വീട്ടിലിരിക്കണം, ഇതൊരു പ്രവചനമാണെന്ന് കൊണ്ട് ഇദ്ദേഹം അങ്ങ് പോയി. പിറ്റത്തെ വർഷം വന്നപ്പോൾ അതേ പ്രബന്ധം ഇദ്ദേഹം ചോദിച്ചു, ഇരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇരുന്നില്ല, പക്ഷെ ഹോളിൽ വന്നിരുന്ന് 21 ഇരുന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ 7 ദിവസം ഇരുന്നപ്പോൾ 5ാമത്തെ ദിവസം ഈ ദൈവദാസൻ ബെന്നിപ്പാസും പറഞ്ഞു, ബ്രദറിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, രോഗമൊക്കെ മാറും, സൗഖ്യം വന്നു, വെള്ളം തന്നു, എണ്ണ വെച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് രോഗശാന്തി, അഭിഷേക തൈലം, ഈ ബന്ധന വഴിയും അമ്മാമ്മയും കൂടി ഉള്ളപ്പോൾ അന്ന് വെളുപ്പിനെ ഞാൻ അവിടെ ഹോളിൽ കിടന്ന് എന്റെ തലയെ വെച്ച് പ്രാർത്ഥിച്ച്, എണ്ണ വെച്ച് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞൊരു വാക്കാണ്, ഇന്ന് ബൈബിൾ അധികാരിമായിട്ട് അറിയില്ല, ഇന്നറിയാം. അദ്ദേഹം പറഞ്ഞു, അഹറോനെ അഭിഷേകം ചെയ്തതുപോലെ അഭിഷേകം ചെയ്യുന്നല്ലോ അമ്മാമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാസ്റ്ററോട് അമ്മാമ്മ പറഞ്ഞു, ഈലാമ്മ പറഞ്ഞു, നീ മോശയാണ്, അവൻ അഹറോനാകും, ആ കുഞ്ഞിനെ നീ പ്രാർത്ഥിച്ച് വിട്, അവൻ കുളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ ഈ പുഴയിൽ പോയി കുളിച്ചപ്പോ എന്റെ സ്വയം, കർത്താവിന്റെ സ്വയം ഞാൻ പറഞ്ഞ് സ്വയമായിട്ട് ആത്മാവിൽ അങ്ങ് മുങ്ങി ഇങ്ങ് എഴുന്നേറ്റ് പോന്നു. സ്നാനപ്പെട്ടില്ല, ഞാൻ ദൈവത്തോട് പാപമെല്ലായിട്ട് പറഞ്ഞു. പക്ഷെ ആ മുങ്ങി വന്നു കഴിഞ്ഞപ്പോ എന്റെ തലച്ചോറ് അതുപോലെ ഹീറ്റാണ്, രാത്രി ഉറക്കമില്ല, കണ്ണവിടെ പൊട്ടിപ്പഴുക്കുക, വൊമിറ്റ് ചെയ്യുക, അലർജി, തുമ്മലൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര തണുപ്പ് പോലെ, ഐസ് പോലെ, പിന്നെ ചിലപ്പോ നല്ല തൈലം വെച്ചതുപോലെ. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് എന്താണെന്ന് അറിയില്ല, പാസ്റ്റർ എണ്ണ വെച്ച് പ്രാർത്ഥിച്ച പിന്നെ തലേ തൈലം വെച്ചതുപോലെ. ഞാൻ സ്വയം അങ്ങ് പോയി സ്നാനപ്പെട്ടതുപോലെ കുടിച്ചു പോന്നു. സ്വയം സ്നാനപ്പെട്ടൊരു കാര്യമില്ല ബ്രദറെ, അതൊക്കെ അഭിഷേകം ഇന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി അന്യഭാഷയിൽ ആരാധിക്കും, ബ്രദർ ഈ വർഷം സ്നാനപ്പെടുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വർഷം സ്നാനപ്പെട്ടോളാന്ന് പറഞ്ഞു. ഒരു 5-8 മാസത്തോളം ആയെന്നുണ്ട് സ്നാനപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ 2 സ്നാനം അവിടെ നടന്നപ്പോ എന്നെ വിളിച്ചു, ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പം സഹോദരങ്ങളും കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, സാമേട്ടൻ ഭയങ്കര ബുദ്ധിമാനാണ്, പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കില്ല, രോഗം മാറിയേക്കഴിഞ്ഞാൽ അദ്ദേഹം കൈവിടും, നമ്മളെ ഇട്ടേച്ചും പോകും. കാരണം ബന്ധുക്കൂസുകാരുടെ കൂടെ ഒന്നും കൂടിയല്ല, പുള്ളി ചില ഹൈ ലെവലിലേക്ക് ചിന്തിക്കുന്നത്, സ്റ്റാൻഡേർഡായിട്ട് സാമ്പത്തികമൊക്കെ ഉള്ള ആളെന്നൊക്കെ പോയി രക്ഷയില്ലാണ്ട് വന്നതാ, സ്നാനപ്പെടുത്താണ്ട് ഒന്നും ചെയ്യരുത്, പ്രാർത്ഥിക്കൊന്നും ചെയ്യരുത്, ഇവരോടൊക്കെ പറഞ്ഞ് നിർത്തണം. അപ്പൊ എന്നെ നല്ലൊരു ഇത് ചെറുപ്പക്കാരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വർഷം കഴിഞ്ഞു. പിറ്റത്തെ വർഷം ഫസ്റ്റിലെ തന്നെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഈ വർഷം 2001 കഴിഞ്ഞ് 2000-ലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. 2001 ഞാൻ പറഞ്ഞു, ഈ വർഷം ധ്യാനപ്പെടും, എപ്പോഴാന്ന് പറയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ വിശ്വസിച്ച് പറയുന്നു, ഞാൻ സ്നാനപ്പെടുമ്പോൾ എന്റെ കൂടെ 5 സഹോദരങ്ങൾ ഉണ്ടാകുന്നു, ചെറുപ്പക്കാര്. ഒരു കുടുംബവും കാണും, ഒരു കുടുംബവും 5 സഹോദരങ്ങളും കാണും, ഞാനടക്കം 5 പേര് കാണും. അതായിരിക്കും ഒരു പ്രവചനം എന്നെ കുറിച്ച് ഞാൻ പ്രവചിക്കുന്നത്. ഞാൻ സുവിശേഷകനാണെന്ന് തെളിവാന്ന് പറഞ്ഞു. അങ്ങനെ ആ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ ഞാനടക്കം 5 യൗവനക്കാരും ഒരു കുടുംബവും ഉണ്ടായിരുന്നു.
എന്റെ അപ്പനും അന്ന് രാത്രി മാനസാന്തരപ്പെടാനോ. അപ്പോൾ ആ പാസ്റ്റർക്ക് അതൊരു വെളിപ്പാടായി. ഞാൻ വിശ്വസിച്ച് പ്രവചിച്ചാൽ അത് നടക്കുമെന്നായി. അങ്ങനെ ആ പ്രവചനം അവിടെ നിറവേറി. അത് കഴിഞ്ഞ് ഞാൻ ആ വർഷവും ഞാൻ 21 ദിവസം സഭയിൽ പോയിരുന്നു. അപ്പൊ 2 വർഷം ഇരുന്നു. മൂന്നാമത്തെ വർഷം, ഇതാണ് സീരിയസ്, മൂന്നാമത്തെ വർഷം ഞാൻ 21 ദിവസം ഇരുന്നപ്പോൾ 21 ദിവസം ഉപവാസം കഴിഞ്ഞ് എന്റെ സഭയിലെ പാസ്റ്ററുടെ അസിസ്റ്റന്റ് പാസ്റ്റർ, അദ്ദേഹം കാസർഗോഡ് ഒരു സ്ഥലത്താണ്, പേര് പറയുന്നില്ല, അദ്ദേഹം അവിടെ വേല ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ നിർബന്ധിച്ച ഒരു വേലക്കാരനാക്കിയാണ്. അദ്ദേഹം ഈ ബെന്നി പാസ്റ്റർ എന്ന് പറഞ്ഞ പട്ടാളക്കാരന്റെ പാസ്റ്റർക്ക് മരക്കച്ചവടം ചെയ്ത് ഒരു സഹോദരന്റെ 50,000 രൂപ ചെറിയ പലിശയ്ക്ക് കണ്ടെടുത്ത് കുട്ടമോന്ന് ഒരു 5 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലം പൈസ മേടിച്ച് മരക്കച്ചവടം ചെയ്ത് ഒരു സ്കൂട്ടി എടുത്തു കൊടുത്ത് ആ പൈസ 10,000-10,000 രൂപ എല്ലാ മാസവും ഈ ബെന്നി പാസ്റ്റർക്ക് എന്റെ ആത്മീയ പിതാവിന് കൊണ്ട് ലാഭവീതം കൊടുക്കും. ആ പൈസ കൊണ്ടാണ് അന്ന് ലോണും പിള്ളേരുടെ കാര്യങ്ങളും സഭയിലെ കാര്യങ്ങളും, സഭയ്ക്കൊക്കെ ലോണുണ്ട്, 10 സെന്റ് സ്ഥലവും നല്ലൊരു ഹോളാണ്, ടീച്ചർക്ക് ജോലിയുണ്ട്, ഇദ്ദേഹം റിസൈൻ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് ജീവിതം. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് കഴിയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണമേ, 5,000 രൂപയുടെ ഒരു കെട്ട് നോട്ടും 800 രൂപ ചില്ലറയും മേശപ്പുറത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ കർത്തൃമേശ എല്ലാം കഴിഞ്ഞ് ചുമരെല്ലാം കഴിഞ്ഞ് ഈ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ എനിക്ക് 100 രൂപ വായ്പയായിട്ട് കടമായിട്ട് തരണം. അദ്ദേഹം പറഞ്ഞു തരികയില്ല. വീണ്ടും ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത്, ദയവ് ചെയ്ത്, കുടുംബ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോഴും തരികയില്ല. വീണ്ടും ഞാൻ പറഞ്ഞു അരിപ്രശ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കും, പാസ്റ്റർ 100 രൂപ എനിക്ക് വായ്പ തരണം. ഇന്ന് ഞായറാഴ്ച 21 ദിവസം ഞാൻ ഉപവാസം ഇരുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച 100 രൂപ ഞാൻ തിരിച്ചു തരാം. അല്ലെ അടുത്ത മാസം കർത്തൃമേശയ്ക്ക് ദൈവദാസം ഒരുമിച്ച് മാസത്തിന് കൂടും, അല്ലെ ഞാൻ ബെന്നിപ്പാസിന് അടുത്ത ആഴ്ച കൊടുത്തോളാം, ദേവി ചെയ്ത് തരണം. അപ്പോളെ വൈഫ് പറഞ്ഞ് ചോദിക്കേണ്ട, അദ്ദേഹം തരികയല്ല. ഞാൻ പറഞ്ഞില്ല, 5,000 ഒരു കെട്ടി നോട്ടും 800 രൂപ ചില്ലറയുണ്ട്. അപ്പോൾ ഇദ്ദേഹം തരികയെന്ന് പറഞ്ഞ് എന്നെ കുറഞ്ഞയച്ചിട്ട് പറഞ്ഞു, സാമേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, രോഗത്തിന് വേണ്ടി, രോഗശാന്തിക്ക്, കുഞ്ഞുങ്ങളുടെ വിടുതലിന്, ഭവനത്തിന് പണി, എല്ലാത്തിനും വേണ്ടി. പക്ഷെ സാമ്പത്തികം മാത്രം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു ദുഃഖത്തില്. അന്നാണ് പ്രവചനം ദൈവദാസന്മാരോട് പറയാൻ എന്നെ പഠിപ്പിച്ച്. അന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ തിരിച്ച് ഹോളിൽ നിന്ന് വന്നപ്പോ ദൈവദൂതനാണെന്ന് തോന്നുന്നു എന്നെ തിരിച്ച് തള്ളിയിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, ദേവദാസന് ഈ പണം എത്ര? ഈ പണം ശരാശരി 10,000 രൂപ, ഈ പ്രാവശ്യം 6,000 ഉള്ളൂ. അല്ലല്ല. അപ്പൊ പറഞ്ഞു ഇനിയുള്ള ബിസിനസ്സുകൾ, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇനിയുള്ള ബിസിനസ്സുകൾ സൂക്ഷിച്ച് ചെയ്യണം, ഇല്ല എങ്കിൽ വലിയ ദോഷം വന്ന് ഭവിക്കും. എന്നെ അത് കാണിക്കുക. അന്നൊക്കെ പറഞ്ഞു എന്റെ അപ്പന്റെ ഒരു ചേട്ടൻ പട്ടാളത്തിന് ചാടി പോന്നു, അദ്ദേഹത്തെ വീണ്ടും ബന്ധുക്കൾ കൊണ്ട് പട്ടാളത്തിലാക്കി, വീണ്ടും ചാടി പോന്നു, പിന്നെ ഓഫീസർമാർ പിടിച്ചോണ്ട് പോയി. മൂന്നാമത് ചാടിയപ്പോ പിന്നെ അവര് പിടിക്കാൻ വന്നില്ല. അദ്ദേഹം കർണാടകയിലൊക്കെ പോയി ഹോട്ടൽ നടത്തി, പച്ചക്കറി കച്ചവടം ഒക്കെ നടത്തി തിരിച്ചു വന്ന് ഒരു നായർ സഹോദരന്റെ കൂടെ മരക്കച്ചവടം തുടങ്ങി. അപ്പോൾ 6 മാസം മരക്കച്ചവടം ചെയ്യുമ്പോൾ ഈ പാഴ്മരങ്ങൾ എടുക്കുമ്പോൾ നല്ല ലാഭം. 6-ാം മാസം ഒരു തേക്കോ പ്ലാവോ എടുക്കുമ്പോൾ അത് കേടുവന്നു പോകും, പിന്നെ കച്ചവടം ചെയ്യല കുറെ നാളത്തേക്ക്. ഇങ്ങനെയൊരു അവസ്ഥ എന്നെ കാണിക്കുന്നത് എന്തോ എനിക്ക് പ്രവചിക്കാൻ അറിയില്ല പാസ്റ്ററെ, ഞാൻ പേര് പറയുന്നില്ല, മോശമുണ്ട് അദ്ദേഹം കണ്ട. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, സാമേട്ടൻ അങ്ങനെ പലതും പറയും, കള്ളപ്രവചനം ഒന്നും ചെയ്യരുത്, ദൈവദാസന്മാരോടൊക്കെ പ്രവചിക്കാനൊന്നും ആയിട്ടില്ല, വെറുതെ ബോഷ്ക്ക് പറയില്ല, എന്റെ പേര് ഇന്നതാന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു, ഞാൻ 10 വയസ്സ് പോലെ അപ്പന്റെ കൂടെ യൂണിയനിൽ ഇറങ്ങിയതാണ്, എനിക്കൊരു മരം നിൽക്കുമ്പോഴേ അതിന്റെ വണ്ണം അറിയാം, സാധാരണ കച്ചവടക്കാർക്ക് മുറിച്ചിട്ടാലും അറിയത്തുള്ളൂ ഇത്ര ഭൂമി ഇത്രയുണ്ടെന്ന്, അതുകൊണ്ട് ഇതുവരെ ലാഭമാണ്, ഇതും ലാഭമാണ്, ഇനിയൊന്നും അങ്ങനെ സംഭവിക്കുമെന്ന് തിരിച്ചിങ്ങ് പോന്നു. അപ്പൊ പോന്ന് 21 ദിവസം ഉപവാസം കഴിഞ്ഞ ഞാൻ വലിയ ദുഃഖത്തോടു കൂടി ആ വിശുദ്ധ വേദപുസ്തകം എന്റെ വീട്ടിലോട്ട് വന്ന് ഈ ഷോക്കേസിലേക്ക് ഇട്ടിട്ട് നെഞ്ചത്തൊരു അടി അടിച്ചിട്ട്, എന്റെ ദൈവമേ, സത്യദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് ഇതാണല്ലോ എനിക്ക് വന്ന ഗതി, അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനം വിട്ട്, ഈ സത്യദൈവത്തെ വിട്ട് ഞാൻ പോവുകയാണ്, എനിക്കിനി നിന്നെ വേണ്ട, നിന്റെ പ്രസ്ഥാനവും വേണ്ട, അതുകൊണ്ട് ഞാൻ നാളെ മുതൽ എന്തെങ്കിലും തൊഴിലോ ഹോട്ടലിൽ പണിയോ ഡ്രൈവറായി വണ്ടി ഓടിക്കാൻ, ഡ്രൈവറായിട്ട് ഹെവി ഡ്രൈവർ ഇല്ല, ലൈറ്റ് വണ്ടിയോ ഓടിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഉപജീവന മാർഗത്തിന് പട്ടിണി കിടക്കാതെ എനിക്കൊരു വഴി നീ തുറക്കണം എന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ 21 കഴിഞ്ഞ രാത്രി ഒരു നേരം കഴിക്കുന്നു, കഞ്ഞി മാത്രം കുടിക്കുന്നു. അന്ന് രാത്രി തന്നെ ഈ ഷോക്കേസിൽ എന്റെ ഭാര്യ വീട്ടിൽ എവിടെയുള്ള എന്റെ വീട്ടിൽ 3 റൂം പണിതു, തേപ്പ് കഴിഞ്ഞ് ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല, കരണ്ടും ഉണ്ട്, അങ്ങനെ ചെറിയൊരു ലോൺ ഉണ്ട്, 10-40 ലോൺ. ആ റൂമിലേക്ക്, ഈ ചാക്കിട്ട റൂമിലേക്ക് വെച്ച് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, അപ്പനോടും അമ്മയോടും വൈഫിനോടും പറഞ്ഞു, നിങ്ങൾ ആരും എന്റെ കൂടെ ഇരിക്കരുത്, നാളെ മുതല് ഞാൻ 21 ദിവസം വീണ്ടും ഇരിക്കുകയാണ്. 21 ദിവസം. അപ്പൊ ഞാൻ ശരിക്കും 42 ശരിക്കും 20 ദിവസം ഇരിക്കുന്നുള്ളൂ. യേശു 40 ദിവസമല്ല, 20 ദിവസം ഇരുന്ന് ഞാൻ എനിക്ക് വൈകിട്ട് അല്പം കഞ്ഞി മതി, ഒരു നേരം ഭക്ഷിച്ച് ആദ്യമായിട്ടിരിക്കുക. കുഞ്ഞോദാസ് പ്രവചനം ഓർക്കുന്നു, ദൈവദാസൻ 100 രൂപ തരാത്തിലിരിക്കും. അപ്പൊ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു, എന്തിനാ ചോദിക്കാൻ പോയ, നമ്മുടെ ദൈവം വലിയവനല്ലേ, ഇന്ന് ഈ സോഫ പണിത് തീർത്ത നാളെ അയാളോട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അപ്പൊ സോഫയുടെ വർക്ക് ഉണ്ട് ഇടയ്ക്ക് അപ്പന്. അപ്പൊ പണിയുമ്പോൾ അന്ന് എനിക്ക് 1000 രൂപ കൂലി, സോഫ വർക്ക് കുഷ്യം വർക്ക് ചെയ്യുക. അന്ന് 250 രൂപ അന്ന് കൂലിയുണ്ട്, 730 1000 രൂപ കിട്ടാറുണ്ട്. അപ്പൊ ഞാനത് പ്രാർത്ഥിച്ച് ഞാനത് പറഞ്ഞു, എന്താണ് ദൈവം ഇരിക്കാന്ന് പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച വന്നിരുന്നു. തിങ്കൾ ചൊവ്വ ബുധൻ, ബുധനാഴ്ച ഒരു ഉച്ചയായപ്പം ഈ പാസ്റ്റർ ബെന്നി പാസ്റ്റർ, എന്റെ ആത്മപിതാവ്
ഓടി വണ്ടിയെ വന്നിരുന്നിട്ട് ചോദിച്ചു, ബ്രദർ ഇങ്ങ് വന്നേ, ഇന്ന പാസ്റ്റർ ആയിക്കൊണ്ട് എന്തെങ്കിലും വിഷയമുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു വിഷയമില്ല. 100 രൂപ ആ ഒരു ചീത്ത വാക്ക് പറഞ്ഞിട്ട് പറഞ്ഞു ആ വ്യക്തിയോട് ചോദിച്ചു. പക്ഷെ ഇനി ഞാൻ ചോദിക്കത്തില്ല. ഇത്ര നെറികെട്ടവരും നിന്ദിക്കപ്പെട്ടവരുമാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ കരിസ്മാറ്റിക്കിന് വന്നവനാ. ഞങ്ങളുടെ പള്ളിയിലോ അമ്പലത്തിലെ ഹിന്ദുക്കളുടെ അടുത്ത് ചെന്ന ഒരു ചാക്കരി എനിക്ക് മേടിച്ചു തരും. 100 രൂപ അരി മേടിക്കാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ. ഇതാണോ നിങ്ങളൊക്കെ സത്യനമസ്കാരികൾ? നിങ്ങളാണോ നീതിമാന്മാർ? നിങ്ങളാണോ വിശുദ്ധന്മാരെന്ന് ചോദിച്ചാൽ എന്റെ വീടല്ലേ. ഞാൻ ഇദ്ദേഹം കാലെ കാലി വെച്ച് പട്ടാളക്കാരനാണ്. ഞാനും കസര കാലെ കാലി വെച്ച് കാലാട്ടിയിട്ട് തന്നെ ഞാൻ എങ്ങനെ ഇദ്ദേഹത്തോട് വിഷമത്തോടു കൂടിയാണ് പറഞ്ഞ് പൊട്ടിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്റെ വേദനയ്ക്ക് പറഞ്ഞ. പക്ഷെ ഞാൻ 21 ദിവസം കുഞ്ഞോപാസ് പറഞ്ഞ ഓർമ്മയുണ്ട മാസക്ക് ഞാൻ ഇരിക്കുന്നു. അപ്പൊ ഇന്ന് 3 ദിവസം. ബ്രദർ ഒരു കാര്യം ചെയ്യണ്ട, നമുക്ക് വൈകിട്ട് എന്റെ ഭാര്യയും കൂടെ വരും, ആ ദൈവദാസന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു ആ നാന്ന് പറഞ്ഞു വെച്ചത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഐക്യതയിൽ ഇരിക്കാന്ന് പറഞ്ഞ് ഈ ടീച്ചറും പാസ്റ്ററും വൈകിട്ട് പ്രാർത്ഥിച്ച് എന്നെ അങ്ങ് വിട്ടു. പക്ഷെ അന്ന് 17ാമത്തെ ദിവസം എന്നോട് ദൈവം ഇടപെട്ടതാണ് 91-ാം സങ്കീർത്തനം 14-15 വാക്യം, വചന വെളിപ്പാട്. അപ്പൊ ഞാൻ 21 ദിവസം എന്റെ സഭയിലിരുന്നു. 2ാമത്തെ ദിവസം ഞാൻ അന്ന് തന്നെ എന്റെ വീട്ടിലിരിക്കും. 17ാമത്തെ ദിവസം എനിക്ക് 4 മണിക്ക് 14 മണിക്ക് എന്നോട് ദൈവം പറഞ്ഞു, 91-ാം സങ്കീർത്തനം നീ ഇടപെടാതെ വായിച്ച് ധ്യാനിക്കണം. അതിന്റെ 14, 15, 16 നീ വായിച്ച് ധ്യാനിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു ശബ്ദം എന്റെ ചെവി കേട്ടു. അന്ന് കർണപടം പൊട്ടി പഴുത്തത് കൊണ്ട് എനിക്ക് ബ്രെയിൻ ഓർമ്മയില്ല, വേദവാക്യം എവിടെയാണെന്നറിയില്ല, ബൈബിൾ വായിച്ചാൽ എത്ര അധ്യായം എന്നറിയില്ല, പ്രബോധിപ്പിക്കാൻ പറ്റത്തില്ല, സാക്ഷി പറയത്തില്ല, ഒരു വല്ലാത്ത വയലന്റും ഡിപ്രഷനും ആകും. പിന്നെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മൂക്കിനകത്തൂടി ഇങ്ങനെ ജലദ്വാരയായിട്ട് വരും. ഇന്നും ഇപ്പൊ ഇത് പറയുമ്പോൾ പിശാചിന തന്ത്രങ്ങളെ അറിയാത്തതല്ലോ, എനിക്ക് അങ്ങനെ വരാറുള്ളതല്ല. ഇപ്പൊ മൂക്കിനകത്തൂടെ വന്നു, ഞാൻ തുടച്ചുള്ള ഒരു അലർജിയുടെ ഗുളിയും കഴിച്ചു. അപ്പൊ ദൈവത്തിന് പദ്ധതിയുള്ളവരെ ദൈവം മുന്നമേ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് ഉദ്ദേശമുള്ള നീതിമാന്മാരെ ദൈവം മുന്നമേ കണ്ടുള്ള ഉത്തമ ബോധ്യമുണ്ട്. ഈ ശബ്ദം ഞാൻ കേട്ടിട്ട് സങ്കീർത്തനം എടുത്ത് ഞാൻ ഇടപെടാതെ വായിച്ചു. സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ 1-2 വാക്യം തന്നെ വായിക്കുകയാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും എന്റെ കോട്ടയിൽ ഞാൻ ആശ്രയിക്കും ദൈവം എന്ന് പറയും. ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് 14, 15, 16 ഇങ്ങനെ ഞാൻ വായിച്ചു, പലവട്ടം വായിച്ചു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും, ദീർഘായുസ്സം കൊണ്ട് ഞാൻ തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഈ വാക്യം വായിച്ചു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായിട്ട് ഇരുന്നു പോയി. പിന്നെ ഹീലിംഗ് ആയി പോയി. ഞാൻ അവിടെ കുറച്ച് ശാന്തമായിട്ട് അങ്ങ് കിടന്ന് എഴുന്നേറ്റ് ഒരു 7 മണിയായപ്പോ എഴുന്നേറ്റപ്പോ ദൈവ ശബ്ദം എന്നോട് മൃദുല സ്വരത്തിൽ, ഏലിയാവിനോട് ചോദിച്ചു എന്റെ കാതുകൾ അന്നും ഇന്നും ഞാൻ ശബ്ദം കേൾക്കും, എന്നോട് ചോദിച്ചു, നീ സങ്കീർത്തനം വായിച്ചിട്ട് ധ്യാനിച്ചിട്ട് നീ എന്ത് ചിന്തിക്കുന്നു, എന്ത് നീ ഉത്തരം പറയുന്നു? അന്നാണ് ഞാൻ അന്യഭാഷയിൽ ആത്മാവിൽ മോശ മുഖാമുഖം സംസാരിച്ചത് പറഞ്ഞതുപോലെ ദൈവത്തോട് മുഖാമുഖം സംസാരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ ദൈവത്തോട് മസ്റ്റായി എന്റെ അപേക്ഷ, എന്റെ സങ്കടയാനം കഴിക്കാനുള്ള ആത്മധൈര്യം സർവശക്തനാകുന്ന ദൈവം വചനത്തിലൂടെ ഇരിക്കുന്നത്, ആത്മാവിലൂടെ എനിക്ക് തന്നു. അങ്ങനെ മൃദുരസ്വരം ഞാൻ കേട്ടപ്പോൾ ദൈവം എന്നോട് ചോദിച്ചു, നീ ഇന്നു വരെ പട്ടിണി കിടന്നിട്ടുണ്ടോ? എന്റെ കുഞ്ഞുനാള് മുതൽ. ഞാൻ പറഞ്ഞു ഇല്ല കിടന്നത്. ദൈവം ചോദിക്കാൻ മറുപടി വേറെ ആരുമില്ല റൂമില്. ദൈവം പുറകിൽ ചോദിക്കാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, നീ ദാരിദ്ര്യം. അപ്പൊ എനിക്ക് 2 ഏക്കർ തറവാട്, 12 ഏക്കറാണ് ഞങ്ങൾക്ക് മൊത്തം. അപ്പൊ എനിക്ക് പട്ടിണിയിൽ ഏത് വീട്ടിൽ ചെന്ന ആഹാരമുണ്ട്. അപ്പൊ പിന്നെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്രയോ നാളായി, നിന്റെ ജീവിതത്തിൽ നീ സ്വത്ത് മുതലെല്ലാം പോയി, നീ വാടകയ്ക്ക് താമസിച്ചു, ദിവ്യേനി ധ്യാനം കൂടി, നീ വണ്ടിക്കൂലി ഇല്ലാതിരുന്നിട്ടുണ്ടോ? ആഹാരം ഇല്ലാതിരുന്നിട്ടുണ്ടോ? വസ്ത്രം ഇല്ലാതിരുന്നിട്ടുണ്ടോ? ബസ് കൂലി ഇല്ലാതിരുന്നിട്ടുണ്ടോ? സ്വോത്രകാഴ്ച ഇടാൻ പൈസ ഇല്ലാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ഒക്കെ മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു, എന്നാൽ ഇന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നിട്ട് പറഞ്ഞ വാക്യമാണ്, ഇസ്രായേൽ മക്കൾ പിറുപിറുത്തതുപോലെ. ഞാൻ കേട്ട ശബ്ദമാണ്, ഇസ്രായേൽ മക്കൾ പിറുപിറുത്തതുപോലെ നിന്റെ പിറുപിറുപ്പ് ഇന്ന് നിർത്തുമെങ്കിൽ ഞാൻ ദൈവമാകുന്നു, അബ്രഹാമിന്റെ ഈ സഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമാകുന്നു, നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. എന്റെ ദൂതൻ നിനക്ക് കാവലുണ്ട്, എന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. നീ രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രവചിക്കും, ജാതികളെ കുറിച്ച് പ്രവചിക്കും, വ്യക്തികളെ കുറിച്ച് പ്രവചിക്കും. നിനക്ക് വിവേചനം വരും, ആത്മനിറവും. ഞാൻ ശലോമോന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എന്നാൽ എന്റെ ശബ്ദം നീ കേട്ടാൽ നിന്നെ ഞാൻ ഉയർത്തും. അന്ന് ഞാൻ കർത്താവേ, ഞാൻ 7 വരെയേ പഠിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസമില്ല. മലയാളം കഷ്ടി വായിക്കാം, ഇംഗ്ലീഷ് തപ്പിപ്പറിച്ച് ബോർഡ് വായിക്കാം, മലയാളം വായിക്കാം. അല്ല, നീ എന്നോട് കൂടിയിരിക്കാൻ വാക്യവചനം വായിച്ച് ധ്യാനിക്കാൻ പറഞ്ഞു. അതിൽ എഴുതിയിരിക്കുന്ന വാക്യവചനമാണ്. ഒന്നുകൂടെ വായിച്ച് ഞാൻ കേൾപ്പിക്കാം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവം എന്നോട് ചോദിച്ചു,
നീ എന്നോട് പറ്റിയിരിക്കുകയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ദൈവമേ നിന്നോട് പറ്റിയിരിക്കുന്നത്? എന്റെ കഷ്ടത, എന്റെ ഞെരുക്കം നീ കാണുന്നില്ലേ? അപ്പോൾ എന്നോട് ചോദിച്ചു, ബോഷ്ക, നീ അറിയുന്നില്ലേ ബോഷ, പണ്ട ഈ കാണുന്ന ദിവസങ്ങളിലെല്ലാം എന്റെ ആലയത്തോട്, എന്റെ പ്രാർത്ഥനയോട്, എന്റെ പ്രവാചകന്മാരോട്, എന്റെ വിശുദ്ധ പ്രവാചകന്റെ ആലയത്തിന് സ്ഥലത്ത് നീ പോയി എനിക്ക് വിധേയപ്പെട്ടു, നീ അവിടെ ഇരുന്നു, നിന്നെ ഞാൻ ചെത്തുകയായിരുന്നു, നിന്നെ കഴുകുകയാണ്, നിന്നെ പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും 2004 അന്യഭാഷയൊക്കെ ഏറെക്കുറെ കിട്ടിത്തുടങ്ങി. വിവേചനപരവും പ്രവചനമൊന്നുമില്ല. ഞാൻ ആകെ ഒന്ന് പ്രവചിച്ചതാണ് ഈ 5 പേര് സ്ഥാനപ്പെടുമെന്നും ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞതാണ് ആ പ്രവചനം. അത് കഴിഞ്ഞ് ഈ ബുധനാഴ്ച ഈ പാസ്റ്റർ വന്നിട്ട് പറയുകയാണ്, ബ്രദറെ ഞാൻ മരക്കച്ചവടം നിർത്തി. എന്റെ പാസ്റ്റർ പറയാണ്, ഇത്രയും വർഷം 2 വർഷത്തോളം നല്ല ലാഭം, മാസം ശരാശരി 10,000 2,000 ഉണ്ട്. എന്നാൽ ആ പാസ്റ്ററുടെ അപ്പൻ ആശുപത്രി, അമ്മ ആശുപത്രി, 1 ലോഡ് മരം സ്പെഷ്യൽ കോഡ് പിടിച്ചുകൊണ്ടുപോയി. 1 ലോഡ് മരം കയറ്റാൻ കിടക്കുന്നു, 1 ലോഡ് മരം മുറിക്കാൻ കിടക്കുന്നു. പക്ഷെ ഞാൻ പാസ്റ്റർ ബെന്നി പാസ്റ്റർ ആണ്, പാസ്റ്റർ, ഞാൻ അത് നിർത്തി. ഞാൻ അതുകൊണ്ട് ആ പണി നിർത്തി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പ്രവചിച്ചിരുന്നു. ബ്രദർ പ്രാഗി എന്നാണ് ആ പാസ്റ്റർ പറഞ്ഞു. പ്രാക്കൊക്കെ നിങ്ങൾക്ക്, ഞാൻ പ്രാഗിയില്ല, എന്റെ വേദനയ്ക്ക് 100 രൂപ ആഹാരത്തിന് മേടിച്ചു. ഇത് പറഞ്ഞിട്ട് ഞാൻ പേഴ്സ് തുറന്ന് 1000 രൂപ 50ന്റെ 20 നോട്ട് എണ്ണി കാണിച്ചു. ഇത് കണ്ടോ, എനിക്ക് എന്റെ ദൈവം വഴി തുറന്നു. ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ദശാംശം അടുത്ത പ്രാവശ്യം തരാം. ഇത് മുഴുവൻ ലാഭമല്ല, 250 രൂപ ഞങ്ങളുടെ പണിക്കൂലിയാണ്. അതിന് അരി സാധനം എല്ലാം മേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ ആ പാസ്റ്റർക്ക് 50 രൂപ അന്ന് കൊടുത്തു വിട്ടു. അങ്ങനെ പാസ്റ്റർ ഭാരതീയ ബ്രദറിന്റെ ദൈവം അനുഗ്രഹിക്കണം പറഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ 17ാമത്തെ ദിവസം ഇരുന്നപ്പോൾ കേട്ട വചനത്തിന്റെ വചനമാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ ദൈവത്തോട് ചോദിച്ചു എങ്ങനെയാ പറ്റിയ? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നോട് പറ്റിയിരിക്കുക, നീ ഉപസിച്ചതും പ്രാർത്ഥിച്ചതും ബൈബിൾ വായിച്ച് നിന്റെ റൂമിലിരിക്കുന്നു, ഇപ്പൊ നീ എന്നോടാ പറ്റിയിരിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും, എന്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും, കഷ്ടകാലത്ത് ഞാൻ നിന്നോട് കൂടിയിരിക്കും. അപ്പൊ ഈ വാഗ്ദത്ത വചനമാണ് ഇന്നും ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ. ഇന്നലെ ഞാനിപ്പോ അമേരിക്കയിലെ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നിരുന്നു. അതിനു മുമ്പ് ദൈവ ആത്മാവെന്നോട് ഇടപെട്ടു. ഞാൻ 4 മണിക്ക് എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞു, എന്തോ ആരോ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് ഉച്ചയായപ്പോ എന്റെ തൃശ്ശൂരോടെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. കുറെ വർഷം ഞാൻ അവിടെ ചെന്നിട്ട്. അദ്ദേഹം ചെന്നപ്പോൾ 15 വർഷം മുമ്പ് ഞാൻ ഒരു മേഴ്സിംഗ് ഹോം നടത്തിയിരുന്നു അവിടെ. അപ്പം ഈ ആന്റി എനിക്ക് വന്നൊരു ഹെൽപ്പ് ചെയ്യും നോക്കുമ്പോൾ ആ ആന്റിയുടെ മകൻ അമേരിക്കയാണ്, ബിസിനസ് പൊളിഞ്ഞു, എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഈ ദൂത് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഇങ്ങനെ വഴി നോക്കുക. അപ്പൊ ഒരു പ്രവാചകൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു പറഞ്ഞു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കോ, അനേക സ്ഥലങ്ങളിലേക്ക് ഫോണിലൂടെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിളിക്കുവാനും ഒരുങ്ങിയിരുന്നോ വലിയൊരു ശുശ്രൂഷകൾ. അപ്പോഴാണ് എനിക്ക് ദൈവം ആ ദിവസങ്ങളാണ് ആന്റി ബോംബെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്നുകൊണ്ട് വിശുദ്ധന്മാരുടെ ഇടയിൽ, നീതിമാന്മാരുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് പരിപൂർണം ഞാൻ വിശ്വസിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഈ അന്ത്യകാലത്ത് അതിവിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. ഇത് അന്ത്യകാലമാണ്, ഇത് കൃപായുഗമാണ്, ഇത് പെട്ടകത്തിൽ കയറേണ്ട കാലമാണ്, ഇത് വിശുദ്ധിയും നീതിയും സന്തോഷവും അനുഭവിക്കേണ്ട, ഇത് ദുഷ്ടനെയും നീതിമാനെയും വേർതിരിക്കുന്ന കാലമാണ്, ഇത് ദുഷ്കാലമാകയാൽ എന്നോട് ദൈവാത്മ ശക്തമായ ആത്മാവ് സൂചിപ്പിക്കുന്നതാണ്. 10 വർഷം അവിടെ നിന്ന് 2009 മെയ് 22 പൂമല എന്റെ ദേശത്തു നിന്നും 15 വർഷം എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ എന്താണ് ശുശ്രൂഷിക്കുക? ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് സാക്ഷി പറയുമ്പോൾ സാക്ഷി പറയുക, ശുശ്രൂഷയ്ക്ക് അപ്പോസ്തല പ്രവൃത്തികൾ ശുശ്രൂഷിക്കുക, പ്രബോധനത്തിന് സമയം കിട്ടിക്കഴിഞ്ഞാൽ സാക്ഷി പറഞ്ഞിരിക്കുമ്പോൾ നിത്യജീവനെ കുറിച്ച് പ്രസംഗിക്കണമെന്ന്. ഞാൻ 15 വർഷമായി സുവിശേഷകനായിട്ട് ഏത് സമയം ചെന്നാൽ നിത്യജീവനെ കുറിച്ചും ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുമാണ് പറയുന്നത്. 2, ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ശുശ്രൂഷിക്കാൻ സമയം കിട്ടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി ഇല്ല, സാക്ഷി പറയുമ്പോൾ അത്തിയെ നോക്കി ഉപമ പിടിപ്പിൻ. മത്തായി സുവിശേഷം 24-25 ആസ്പദമാക്കി അത്തിയെ നോക്കി ഉപമ പിടിപ്പിൻ. യഹൂദന്റെ വീണ്ടും വരവ്, ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് സാക്ഷി പറയാനാണ് ഞാൻ നിന്നെ കണ്ട്. ഭൗതിക നന്മകളോ അതിനുവേണ്ടി ഓടുവാനല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. അനേക ദൈവദാസന് ബോംബെക്ക്, ഡൽഹിക്ക് ഹിന്ദി ഇംഗ്ലീഷ് പഠിക്കാൻ വിദേശത്തേക്ക് വിളിച്ചു. ഇന്ന് വരെ ഞാൻ ഒരു ദിവസം പോലും ആ വിഷയത്തിന് വേണ്ടി ഉപസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ആ പ്രവചനം വരുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കും, ജസ്റ്റ് പിന്നെ വിടും. കാരണം ഞാൻ ദൈവത്തോട് പറഞ്ഞത് യാക്കോബിനെ പോലെ നല്ല തൊഴിൽ ചെയ്ത് സമാധാനത്തോടെ നീതിമാന്മാരായി എന്നെ കണ്ടാൽ മതി. വിശുദ്ധനായിട്ടോ പ്രവാചകനായിട്ടോ അതിവിശുദ്ധ പ്രവാചകനായിട്ടോ എന്നെ നീ വിളിക്കണ്ട, എനിക്ക് അതിന് യോഗ്യതയില്ല. പക്ഷെ ദൈവവാഗ്ദത്വം എന്റെ മേൽ ഉള്ളത് കൊണ്ട് ഇന്ന് ദൈവം എന്നെ വിളിച്ചു നിർത്തി. എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട്, ദൈവമാണ് എന്നെ 3 മരണത്തിൽ നിന്നും 3 ആത്മഹത്യയിൽ നിന്നും വിടുവിച്ച്. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചാൽ, സത്യത്തിലും ആത്മാവിലും ആരാധിച്ചാൽ ദൈവം നമുക്ക് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇടപെട്ടതാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.
അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. അത് എന്നോട് ചോദിച്ചു, സൗമ്യതയുണ്ട്. പല വ്യക്തികൾക്ക് ഞാൻ പേര് പറയുന്ന ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ അറിയപ്പെടുന്ന മിഷണറി പ്രവർത്തകർ ഇന്ന് ദൈവാത്മ എവിടെ? അവർക്ക് ഭൗതിക സമ്പത്തുണ്ട്, പക്ഷെ അവരെല്ലാം നിത്യതയെ പോലും ഇല്ലാതെ അവസാനം ദ്രവ്യാഗ്രഹ ചിന്തയിൽ അവർ ഈ ലോകം വിട്ടുപോയി. പക്ഷെ നീ ഹൃദയശുദ്ധിയുള്ളവരാകണം. മത്തായിയുടെ സുവിശേഷം 5:8 ദൈവം സംസാരിച്ചു. നീ ഹൃദയശുദ്ധിയുള്ളവരാകണം, നീ വിശുദ്ധിയുള്ളവരാകണം, നീ നീതിമാനായിരിക്കണം, നീ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, തെറ്റായ ജനപ്രവൃത്തികളെ, ദോഷത്തെ നീ സ്വയം ഉപേക്ഷിച്ച് ആത്മാവിന് ബലപ്പെടുന്നു വന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിർത്തുന്നു, സമയം താഴ്പ്പെടുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് മുഴുവൻ പറഞ്ഞു തീർന്നില്ല. അപ്പോൾ എന്റെ ജീവിതത്തിൽ 15 വയസ്സ് വരെ 30 വയസ്സ് വരെ തിന്നുകുടിച്ച് ആനന്ദിച്ച് യൗവനക്കാരാ നീ നിന്റെ ദൈവത്തെ അറിഞ്ഞുകൊള്ളുകാൻ പറഞ്ഞ കാലത്ത് ധൂർത്തുപുത്രനെ പോലെ ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ മനം തിരിഞ്ഞു. 31-ൽ എനിക്ക് ഭാഗ്യപദവി, രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ കിട്ടി. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ലോകത്ത് കേരളത്തിലുള്ളവർ, ഞാൻ എല്ലപ്പോഴും ഒക്കെ വികലാംഗനോ വയ്യാത്ത ആളുടെ ഒരു ലോട്ടറി നിർബന്ധിക്കും എടുക്കുക. 1 കോടി രൂപയുടെ ലോട്ടറി എല്ലാ ആഴ്ചയുണ്ട്. 1 കോടി രൂപയുടെ ലോട്ടറിക്ക് 50 രൂപ കൊടുത്താൽ മതി. ലക്ഷക്കണക്കിനാണ് ആ ലോട്ടറി അടിച്ചു വിൽക്കുന്നത്. പക്ഷെ അടിക്കുന്നത് ഒരു വ്യക്തിക്കാണ് 1 കോടി രൂപ. അതിന്റെ ഗവൺമെന്റിന്റെ ടാക്സിന്റെ 60 ലക്ഷം രൂപ കയ്യിൽ കിട്ടും. അവൻ തിന്നുകൂടിച്ച് ആനന്ദിച്ച് ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് അവൻ നശിക്കുക. പക്ഷെ ഒരു വ്യക്തി സന്തോഷിക്കുമ്പോൾ അനേകർക്ക് ദുഃഖമാണ്, എനിക്ക് കിട്ടിയില്ലോ, പിന്നെ നിരാശപ്പെട്ടവർ വന്ന്. ഇതുപോലൊരു ഭാഗ്യ പദവിയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയും നീതിയും കാത്തു സൂക്ഷിച്ചാൽ മരണശേഷം നിത്യജീവൻ. അതാണ് കർത്താവ് പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുദ്ധാനവും, ഞാൻ അൽഫയും ഞാൻ ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങനെ 2010 മുതൽ ഞാൻ ലോകരാജ്യങ്ങളെ കുറിച്ച് പ്രവചിക്കാൻ തുടങ്ങി. റഷ്യയിലുണ്ടായി ഭൂകമ്പം, നമ്മുടെ ലേയ പട്ടാള ക്യാമ്പ് ഇന്നും ഓർക്കുന്നു. 2010 അന്ന് നമ്മുടെ AK ആന്റണിയാണ് ആഭ്യന്തരമന്ത്രി. ഒരു പട്ടാള ക്യാമ്പ് അടക്കം 200-300 പേരും ഇന്ന് ഓർത്താൽ കാണും. അത് മൊത്തം പോയി. അത് ഞാൻ പ്രവചിച്ചു. ലേയ എന്ന് പറഞ്ഞു. എനിക്കറിയാം. അപ്പൊ എന്റെ കൂടെയുള്ള വാസ്തു അത് പട്ടാളം ആ ക്യാമ്പാണ്, കാശ്മീരിലാണ്. പിറ്റേ ദിവസം അത് റഷ്യ 2012 ഉണ്ടായത്. പിന്നെ സുനാമി 2004 ഉണ്ടായത്. അന്ന് ആദ്യമായിട്ട് ഞാൻ സുനാമിയാണ് പ്രവചിക്കുക. എനിക്കറിയില്ല അത് പ്രവചനമാണെന്ന്. അന്ന് ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ചയാണ് ഉണ്ടാകുന്നത്. അത് അനേകം മെഴുകുതിരികൾ ഒരു കടപ്പുറത്ത് 25 വയസ്സുടെ കത്തി കിടക്കുന്നു, വെള്ളം നിറഞ്ഞ് കിടക്കുന്നു. ഒരു വലിയ മെഴുകുതിരി ചെരിഞ്ഞു കത്തുന്നു. എന്നിട്ട് അത് പറഞ്ഞു, നീയാണ് കത്തുന്ന വ്യക്തി, നിനക്ക് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം കൊണ്ട് ചെരിഞ്ഞു കത്തിയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, അതെല്ലാം മൃത്യുവിൽ ഏൽപ്പിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു കർത്താവിന്റെ വരവിന്റെ ഒരു അടയാളം. 2004 അതിനുശേഷം കേരളത്തിൽ ഞാൻ വന്ന് ഏജിയിൽ 2010 ഒരു കൺവെൻഷൻ നടത്തി. എന്റെ ഗ്രൂപ്പിൽ തൃശ്ശൂർ പൂരം നടത്തി. അന്ന് ഒരു സെറ്റിയുടെ വർക്ക്, ഹോംവർക്ക് കഴിഞ്ഞ് തുണി എടുക്കാൻ അന്ന് 750 രൂപ അതില്ലാതെ ഞാൻ ഇത് പണിത് കൊടുത്തു. നീ ചില ഉത്തരവാദിത്തങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഒരു മീറ്റിംഗ്, പിന്നെ നടത്തിയിട്ടില്ല. ഞാനത് ഒരു തുണി വായ്പ മേടിച്ച് ആ തുണി അടിച്ച് 2500 രൂപയ്ക്ക് ആ സെറ്റ് കൊടുത്ത് കണ്ണൂരിൽ നിന്ന് വന്ന IPC പാസ്റ്റർക്ക് ഞാൻ ആ പ്രതിഫലം കൊടുത്തു വിട്ടു. അതിനുശേഷം എനിക്ക് പല വഴികളും ദൈവം തുറന്നു. ആദ്യമായിട്ടാണ് ഏജിയില് ശമൂവേൽ പാസ്റ്റർ 28 വർഷമായി. അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ആ സമയം വീണ്ടും ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് അന്ന് പ്രവചിച്ചതാണ്, ഈ കേരളത്തിൽ ഉപ്പിന് 25-30 രൂപ വില വരും, 60 രൂപ മട്ടേരിക്ക് വരും, 18-19 ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അന്ത്യന്യായമെന്ന് പറഞ്ഞ് 2000 ട്രാക്ട് അടിച്ചു. ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്, നിത്യതയെ കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് പലരും എന്നെ കളിയാക്കി. അന്ന് 2010 കളിയാക്കി. പക്ഷെ 18-19 അത് സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് അരിക്ക് 60 രൂപയാണ്, ഉപ്പിന് 32 രൂപയാണ് വില. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളത്തിന് അന്ന് 5 രൂപയേ ഉള്ളൂ വില. മദ്രാസിൽ ഇവിടെ 2 രൂപയേ ഉള്ളൂ. ഇന്ന് 25-30 രൂപയാണ്. ആ പ്രവചനങ്ങൾ നിറവേറിയപ്പോൾ ഇന്ന് എന്നെ ചിലരെല്ലാം ഒരു പ്രവാചകനായിട്ട് എന്നെ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ശുശ്രൂഷകളിൽ വിളിക്കുന്നുണ്ട്. ദൈവം വെളിപ്പെടുത്തുന്ന പ്രവചനങ്ങൾ ഞാൻ പറയാറുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനിയൊരു പ്രവചനമില്ല. യേശുക്രിസ്തുവിന്റെ വരവെടുത്തു, നിത്യതയെടുത്തു. കർത്താവിന്റെ വരവെങ്കിൽ രക്ഷിക്കപ്പെട്ട് ഒരു വ്യക്തി ദൈവരാജ്യത്തിന്റെ, കർത്താവ് ഒരിക്കലും പറഞ്ഞു, ദൈവരാജ്യം അവിടെയെന്ന് ദൈവരാജ്യം ഇവിടെയെന്ന് പറയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്നിട്ട് ദൈവരാജ്യം കാണത്തക്ക വിധമല്ല, ദൈവരാജ്യം ഭക്ഷണവുമല്ല പാനീയമല്ല, ദൈവരാജ്യം ശ്രദ്ധിച്ചു കേൾക്കണമേ, നീതി, സമാധാനം, സന്തോഷം, പരിശുദ്ധാത്മാവുള്ള ആനന്ദം. ദൈവരാജ്യം എന്ന് പറയുന്നത് നീതിമാന്മാർക്കാണ് ദൈവരാജ്യം അവകാശമാക്കി കൊടുത്തിരിക്കുന്നത്. ഞാൻ നിർത്താൻ പോവുകയാണ്. നീതിമാന്മാർക്കാണ് ദൈവരാജ്യത്തിന്റെ അവകാശം. ദൈവരാജ്യത്തിന്റെ അവകാശികൾക്കാണ് സ്വർഗരാജ്യത്തിന്റെ പൗരത്വമുള്ളൂ. അപ്പൊ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ പുനരുദ്ധാന ശക്തിയിൽ പെട്ടകം തുറന്നിട്ടിരിക്കുന്നു. കാഹളം ധ്വനിക്കും, പക്ഷേ നീ ശബ്ദം കേൾക്കത്തില്ല. ലോകത്തിന്റെ ഇമ്പമോഹങ്ങളിൽ കിടന്നാൽ 4-ാം യാമത്തിലോ 3-ാം യാമത്തിലോ ദൈവത്തിന്റെ ദൂതന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ നിനക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല.
കഴിഞ്ഞ ദിവസം എന്റെ ചെവി എന്നെ കാണിച്ചു, ഗ്രഹിക്കാൻ പറഞ്ഞു എന്നോട് ശക്തമായി. അപ്പൊ ദൈവത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും യഹൂദൻ ചോദിച്ച പോലെ ആകാശത്ത് ഭൂമിയിലും വെളിപ്പെടുന്നുണ്ട്. പക്ഷെ ക്രിസ്തു ചോദിക്കുന്നു, നിന്റെ ആത്മാവും നിന്റെ നിത്യതയും എവിടെ? നീ നിത്യതയെ കയറുമോ? ഇന്ന് കാഹളം ധ്വനിച്ച, ഞാൻ ആരും പറയുന്നില്ല, ക്രിസ്ത്യാനികളെ വിജ്ഞാനപ്പെട്ട ഏത് മതവിഭാഗമോ ഏത് സംഘടന ആയിക്കോട്ടെ, ഇന്ന് കാഹളം ജ്വനിച്ച, ഇന്ന് ദൈവശബ്ദം കേട്ട, അല്ലെ ഇന്ന് നിന്റെ ആത്മാവിനെ എടുക്കപ്പെട്ട, നീ വിശ്രമിക്കുന്ന സ്ഥലമുണ്ട്. അബ്രഹാമിന്റെ മടിത്തട്ട് പഴയ പിതാക്കന്മാർക്ക് പറഞ്ഞത്, ഇന്ന് പരിശുദ്ധാത്മാവിൽ സ്വർഗീയ സാന്നിധ്യം, പറുദീസ അല്ലെ സ്വർഗം. അപ്പൊ സ്വർഗത്തിലേക്ക് പൗലോസിനെ എടുക്കപ്പെട്ടതുപോലെ ആത്മാവിൽ വിശുദ്ധിയും നീതിയും കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ആത്മാവിൽ നിന്നെ കൊണ്ടുപോകുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് അന്യഭാഷ പറയാം, ആരാധിക്കാം, വെളിപ്പാട് പറയാം, ചിലപ്പോൾ അവർ വിശ്വസിക്കും, ഭൂതസൂക്ഷിയുണ്ട്, അവർക്ക് വെളിപ്പാട് രോഗശാന്തിയുണ്ട്, അവർ കുറെ പണം തരും. പക്ഷെ നിന്റെ വ്യക്തിത്വമാണ് നിത്യരക്ഷ. എനിക്ക് എന്റെ ഭാര്യയോ അപ്പനെയോ അമ്മയോ കുഞ്ഞുങ്ങളെയോ എന്റെ കൂടപ്പുറപ്പിനെ ആർക്കും നിത്യതയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു കുടുംബത്തിന് രക്ഷ വരുന്നത്, ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു സഭയ്ക്ക് വിടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ 25 വർഷമായി ഈ പല സംഘടന സഭകളിൽ പോയിട്ടുണ്ട്. അവരുടെ ഐക്യതക്കുറവ് കാണുമ്പോൾ എനിക്ക് വലിയ മനോദുഃഖമുണ്ടായി, വലിയ പ്രയാസമായി. ഈ വേദപുസ്തകം സമാചാരം ചെയ്ത് ഇട്ടേച്ചു, ഒരു സുവിശേഷകൻ മതി, ഒരു ദൈവഭക്തൻ മതി എന്ന് ജീവിക്കാൻ മതിയായി ദൈവം പറഞ്ഞു. 8 പേർ മാത്രമേ പെട്ടകത്തിൽ കയറിയുള്ളൂ. ഈ ലോകം അതിന്റെ മോഹം വിട്ടൊഴിയും. ഇന്ന് 2000 ചില്ല സിസ്റ്റം 200-250 അങ്ങാണ്ട് ക്രിസ്ത്യൻ സംഘടനകൾ ലോകത്തുണ്ടെന്നാണ് പറയുന്നത്. ബെന്തിക്കോസ്തിന്റെ സംഘടന 2000 സംഘടനകളുണ്ട് ഇന്ത്യയിൽ ലോകത്തുണ്ടെന്നാണ് ക്രിസ്ത്യൻ. പക്ഷെ ബെന്തിക്കോസ്തിന്റെ 200-250 ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, കാഹളം ധ്വനിക്കുന്ന കാലമാണിത്, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, നീതിമാന്മാർ യഹോവയെ ഘോഷിച്ച് ഉല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അപ്പോൾ ഒരു നീതിമാന് മാത്രമേ ദൈവസന്നിധിയിൽ സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. ഒരു നീതിമാനോട് മാത്രമേ ദൈവാത്മാവ് ഇടപെടത്തുള്ളൂ. നീതിമാനായി കണ്ടതുകൊണ്ട് ഇന്നല്ലെങ്കിൽ അവൻ അനീതി വിട്ട് നീതി ചെയ്യുമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് എന്റെയും നിന്റെയും ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാത്തത്. നിന്റെ കഴിവോ മിടുക്കുകൊണ്ടല്ല. ഈ ഒരു വൃക്ഷത്തെ കരഞ്ഞിട്ട് പറഞ്ഞു, ഉപ പറഞ്ഞു, ഞാൻ വെട്ടിക്കളയട്ടെ. അപ്പൊ പറഞ്ഞു, യജമാനൻ പറഞ്ഞു, യജമാനനെ 1 വർഷം കൂടെ നിൽക്കട്ടെ. 1 വർഷം, എന്റെ 25 വർഷമായി എന്റെ ഞെരുക്കം, പ്രയാസം, കഷ്ടത. പക്ഷെ 26ാമത്തെ വർഷം എനിക്ക് വാഗ്ദത്തമുണ്ട്, എന്റെ ദൈവം ഐശ്വര്യമായി എന്നെ അനുഗ്രഹിക്കും, ആത്മീയമായി അനുഗ്രഹിക്കും. ഞാൻ എടുക്കപ്പെട്ടാൽ നിത്യതയെ പോകുമെന്നുള്ള പരിപൂർണ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്റെ ഇമ്പളിൽപ്പെട്ട് കാനഡയിലും അമേരിക്കയിലും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ മക്കൾ പോകാൻ ആഗ്രഹിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് സ്വസ്ഥതയില്ല. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അവനിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരട്ടെ. സങ്കീർത്തനം 37:4 പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് സാധ്യമാക്കി തരും. അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവ പ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ അത്യുന്നതങ്ങളിൽ മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കണം ഓരോ ശുശ്രൂഷകളിലും. ഞാൻ തന്നെ 13 വർഷമായി, 2010 13 വർഷം മുമ്പ് വരെ ഞാൻ പറയുന്ന ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് ആത്മീയ അതോറിറ്റിയും അധികാരമുണ്ട്. ഞാൻ പറയും, അധികാരത്തിൽ ആത്മാവില്ലേലും ഞാൻ അധികാരത്തിൽ എനിക്ക് അഭിഷേകത്താൽ ഞാൻ വിടുവിക്കാം, ഞാൻ രോഗം മാറ്റാം, ഞാൻ ഭൂമി വിറ്റ് തരാം, ഞാൻ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ല ഞാനെന്ന് പറയും. പക്ഷെ 13 വർഷമായിട്ട് ദൈവം എന്നോട് ചോദിച്ചു, നീ അധികാരത്തിന്റെ വടി കൊണ്ട് വചനം ശുശ്രൂഷിച്ചു, അഭിഷേകത്തെ നീ ചെയ്തു, പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു വിശ്രമോ സന്തോഷമോ ആനന്ദമോ ഇല്ല. കുറച്ച് പ്രതികൂലവും കിട്ടി, പക്ഷെ ഇനി ഞാൻ എന്ന് പറയുന്ന വാക്ക് നീ പറയരുത്. അപ്പൊ ഈ 13 വർഷം എന്നെ കൊണ്ട് ഞാൻ എന്ന് പറയിപ്പിച്ച ദൈവം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 25 വർഷമായി, 15 വർഷമായി വേലക്കിറങ്ങി. ഞാനത് പറയുകയായിരുന്നു. ദൈവദാസന്മാരും പ്രവാചകന്മാരും എന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടുണ്ട്, കൃപയുള്ളവളാ ഭാര്യ. എങ്കിലും ഞാൻ ശുശ്രൂഷയ്ക്ക് നിന്ന് കഴിയുമ്പോൾ ദൈവം എന്നോട് പറയും, നിന്റെ അതോറിറ്റി, നിന്റെ അധികാരം കൂടി വെളിപ്പെടുത്താൻ പറയും. അപ്പൊ ഞാൻ എന്റെ അധികാരത്തിൽ ഞാൻ പറയും, ഞാൻ സാങ്കുട്ടി മാറ്റി, അല്ല ഞാൻ പറയാം, ഞാൻ ചെയ്യാൻ എനിക്ക് കഴിവുണ്ട്, ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. പക്ഷെ ദൈവം ചോദിച്ചു, അധികാരത്തിന്റെ വടി നീ ഉപേക്ഷിക്കുമെങ്കിൽ ആത്മാവിന്റെ വടി ഞാൻ നിനക്ക് തരാം. ഇനി നീ അധികാരത്തിന്റെ വടി വെച്ച് ആരെയും ശുശ്രൂഷിക്കരുത്. അധികാരം വിട്ട് എന്നിട്ട് നീ ആത്മാവിന് വിധേയപ്പെടുമെങ്കിൽ നീ ഉപവസിക്കേണ്ട, 1 നേരം ഭക്ഷിച്ചാൽ മതി, ശരിയല്ല. അങ്ങനെ നീ ആത്മാവിന് ഒരുങ്ങുമെങ്കിൽ ഞാൻ പറയുന്ന വചന വെളിപ്പാട് മാത്രം മതി. നീ പഴയ നിയമം പുതിയ നിയമം ഒന്നും പറയണ്ട. ഒറ്റ വാക്കിൽ പത്രോസിനോട് പറഞ്ഞതുപോലെ, ഒറ്റ വാക്കിൽ, നാഥാ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഹസ്തൽ പ്രൗഢക ദീപ രാജാധീരെ ശാരകദൂര, രാജാതി രാജാവാകുന്ന യേശുക്രിസ്തുവിൽ നീ ആശ്രയിച്ചാൽ, ദൈവവചനം പറയുന്നു, ഒറ്റ വാക്കിൽ അവന് വലയിറക്കി.
അസ്തൽ പ്രൗഢക ദീപ രാജ ധീര ചാരക ദൂരക ധീര അന്തർഗമന, ജീവനോട് വെല്ലുവിളിക്കുന്ന എല്ലാ ദുഷ്ട ആത്മാവിനെ നീക്കി ദൈവപുത്രനായ ക്രിസ്തു കണ്ടവനെ പത്രോസിലൂടെ തന്നെ വലയിറക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു നിമിത്തം വഴിയൊരുക്കി. അതേ പത്രോസ് അവനെ തള്ളി പറഞ്ഞു. അതേ ജഡം ബലഹീനമാണ്, ആത്മാവ് ഒരുക്കമുള്ളൂ. അതേ പത്രോസിലൂടെ തന്നെ തിരിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി താക്കോൽ പത്രോസിന്റെ മേൽ കൊടുത്തു. അങ്ങനെയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ നിർത്താൻ പോവുകയാണ്. ഞാൻ പറയുന്നത്, ലോക ഇമ്പങ്ങളിൽ പെട്ടുപോകരുത്. ഇന്നലെ ഞാൻ സംസാരിച്ചു, അമേരിക്ക, കാനഡ ഒക്കെ പോയി ജോലി ചെയ്ത് ഇരോൺ ബെന്തിക്കോസിൽ ആരാധിക്കുന്ന കോടിക്കണക്കിനുണ്ട്. പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസം, വേറൊന്നുമില്ല. ആ മകൻ അമേരിക്കയിലാണ്, ആ മകന് വേണ്ടി ബിസിനസ് വേണ്ടിയാണ് എന്നെ പാർട്ടിക്ക് ഇന്നലെ വിളിച്ച് ഇന്നും പോകണം, എനിക്ക് വൈകിട്ട് പോകണം. കറക്റ്റ് ദൂത് പറഞ്ഞു. അവർക്ക് പണം എന്റെ വേണം തരുമോ, കുറച്ച് പണം ഒറ്റയടിക്ക് വിടുന്നില്ല. ഞാൻ പറഞ്ഞു ആ പണി എനിക്കില്ല. അപ്പൊ ആന്റി പറഞ്ഞു, ഇങ്ങനെ ഒരു കുർബാനി പാസ്റ്റുണ്ട്, അങ്ങനെയുണ്ട്, ഭക്തമായിട്ട് വെളിപ്പാട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ഇരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കാം, പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങൾ കുറവുകൾ ഏറ്റു പറഞ്ഞ് ദൈവത്തിൽ ഈ വചനം വിശ്വസിക്കണം. എന്നിട്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 27-ാം സങ്കീർത്തനം എനിക്ക് അതിന്റെ വചന വെളിപ്പാട് തന്നു. അതിന് 27-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിക്കും. ഇന്നലെ ഞാൻ സൂക്ഷിച്ച കാര്യമാണ് പറഞ്ഞത്. ആ മകനെ കുറിച്ച് അമേരിക്കയിൽ നിന്നാണ് ഞാൻ മൊബൈലിൽ കൂടി ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു. ആ മനി 45-46 കയറി. അവൻ ഇന്ത്യയിൽ നിന്ന് ബൈക്കുകൾ എടുത്ത് അവിടെ ഹോൾസെയിലായിട്ട് ഒരു ആൾ കൊണ്ടിരുമ്പോ 10 ബൈക്ക് ഇവന് വിൽക്കാൻ കൊടുക്കും. അതാണ് ഇവൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവ എന്റെ വെളിച്ചമാകുന്നു, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അതിന് ലാസ്റ്റ് വാക്യത്തിൽ പറയാണ്, മൂന്നാം വാക്യം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായി വസിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം തന്നെ അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ലാസ്റ്റ് വാക്യം പറയും, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. അപ്പൊ സങ്കീർത്തനം 27 അന്ന് ഞാൻ 2004 ഇരുന്ന കുഞ്ഞോപാസ് പ്രവചിച്ച പ്രവചന പ്രകാരം എന്റെ വീട്ടിൽ 21 ദിവസം വൈകുന്നവരെ ഇരുന്നപ്പോൾ അന്ന് കിട്ടിയ വചന വെളിപ്പാടാണ് ഇന്നലെ ഞാൻ സൂക്ഷിച്ചത്. അപ്പൊ ദൈവം ഒരു താലത്ത് തന്നാൽ അത് പെട്ടെന്ന് നഷ്ടപ്പെടുത്തി കളയാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. കാരണം താലത്ത് സ്വർഗത്തിലെ ദൈവം ദാനമായിട്ടാണ്. പലരും 21 ദിവസം 40 ദിവസമൊക്കെ പട്ടിണി ഇരുന്ന് ഉപവസിച്ച് കൃപകൾക്ക് വേണ്ടി ഇരുന്നിട്ടുണ്ട്. എന്നാൽ ദൈവകൃപയാൽ ഇതൊന്നും ഇരിക്കാതെ ദൈവം എനിക്ക് ദാനമായി തന്നു. അപ്പൊ ദാനമായി തന്നത് ദാനമായി കൊടുത്തു. സമ്പത്തിൽ ആശ്രയിക്കരുത്. ധനം ദൈവം തരുന്നതാണ്. എനിക്ക് 15 ലക്ഷം രൂപ കടഭാരമുണ്ട്, 11 ബാങ്കിൽ 4 പുറം കടവും. അപ്പോഴും ദൈവം പോറ്റി പുലർത്തുന്നു. എന്റെ വൈഫ് വികലാംഗിയാണ്. അച്ചാറ്, ഉണ്ണിയപ്പം, അവലോസുണ്ട് ഒക്കെ വീട് വഴി കൊണ്ടു കടന്ന് വിറ്റാണ് ട്രാക്ടർ കൊടുത്ത് ഞങ്ങൾ ജീവിച്ചത്. എന്നാൽ 2 വർഷമായിട്ട് വളരെ സമാധാനമുണ്ട്. 7 കൊല്ലമായിട്ട് ഒരു സഭയുടെ ചാർജ് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം സഭ ചാർജ് വിട്ട് പൊതു മീറ്റിങ്ങുകൾക്ക് പോവുകയാണ്. കേരളത്തിൽ പല ജില്ലകളിൽ ഞാൻ കടന്നുപോയി ദൂത് പറഞ്ഞു. ഇനി പൊതു ശുശ്രൂഷകൾക്ക് വേണ്ടി പോവുകയാണ്. എന്റെ ഒരു ആഗ്രഹം, ഒരു ചെറിയ സോമം ഞാൻ നടത്തി 2 വർഷം. ഒരു വൃത്തസംഘം, ഒരു 50 പേർക്കെങ്കിലും താമസിക്കുക, 50 പേര് അല്ല 100, 50 പുരുഷ മുസ്ലിങ്ങളും ദൈവദാസന്മാരോ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഒരു നീതിയിൽ ജീവിക്കുന്ന, ദുർനടപ്പില്ലാതെ ഏത് മതസ്ഥരും ആയിക്കോട്ടെ, ഒരു 50 സെന്റ് സ്ഥലം എടുത്ത്, ഇപ്പൊ എന്റെ അമ്മ പ്രായമായിട്ട് കിടക്കുക, എന്റെ അപ്പനാ നോക്കുന്നത്. എനിക്കൊരു ഹോം നേഴ്സിനെ വെക്കാൻ പണമില്ല, ഞങ്ങൾക്ക് ശുശ്രൂഷകൾക്ക് പോകണം. എന്റെ അപ്പനാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കും, മൂത്രമൊക്കെ കെട്ടലാണ് ഉള്ളുന്നത്. എങ്കിലും ഞങ്ങള് പുറത്തൊരു ശുശ്രൂഷകൾക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വയ്യുമ്പോൾ അതിന് 2 ദിവസം കൂടുമ്പോൾ വരും. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു 3 സെന്റും ഒരു ഓലപ്പര വെക്കാനാണ് ആഗ്രഹിച്ചത്. എനിക്ക് ചെറിയൊരു വീടും ഒരു 2 നില വീട്, മറ്റു കുറ്റങ്ങൾ തീരാൻ ഈ 4-5 ലക്ഷം വേണം. പല ദൈവദാസന്മാർ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പല കുടുംബങ്ങൾക്ക് വിടുതലെടുത്തു കൊടുക്കും. അപ്പോ കർത്താവിന്റെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, പുറപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഇന്നലെ എന്നോട് ദൈവം ഇടപെട്ടു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരിപ്പഴിച്ചു കളയും. കഴിഞ്ഞ ആഴ്ച ഞാൻ സമയത്ത് അപ്പോ നമ്മൾ നിൽക്കുന്ന ഇടം, ഞാനിപ്പോ ഇരിക്കുന്നത് 7 വർഷം ശുശ്രൂഷിച്ച ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. എന്റെ കൂടെ ആരും ഇല്ല ഇവിടെ ഇന്നത്തെ ദിവസം. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ നിൽക്കുന്ന ഇടം വിശുദ്ധമാണ്. ദൈവനാമത്തിൽ 2-3 പേർ കൂടിയാൽ അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, കടന്നു വരും, നിന്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ നീ അശുദ്ധാത്മാവിനെ അല്ല സ്വീകരിക്കേണ്ടത്, പ്രത്യുത ദുരാത്മാവിനെയും അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, അശുദ്ധാത്മാവെ പുറത്തു പോകും, ദുരാത്മാവെ പുറത്തു പോകും, രോഗാത്മാവെ പുറത്തു പോകും. അപ്പൊ ഇവയെ നീക്കി നിത്യതയ്ക്ക് വേണ്ടി വിശുദ്ധിയും നീതിയും കാത്തു സൂക്ഷിച്ച് പരിശുദ്ധാത്മാവിൽ ബലപ്പെടണം. അതുകൊണ്ട് ഒത്തിരി സാക്ഷികൾ ഇനി പറയാണ്ട് ഞാൻ ചുരുക്കുന്നു. ഇത്രയും സമയം അനുവദിച്ചു തന്നു ബഹുമാനപ്പെട്ട യൂട്യൂബ് ചാനലിലെ ദൈവദാസിക്കും മോഹൻലാലിക്കുന്ന ആ പ്രസ്ഥാനത്തിനും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ജോയിസ് മിനിസ്റ്റർ റോജൽ മാത്യുവിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് ഇത്രയോ സമയം എന്റെ സാക്ഷിയും പ്രബോധനം കേൾപ്പാൻ
ദൈവം കൃപ നൽകിയല്ലോ. ലാസ്റ്റ് വാക്യം തന്നെ ഞാൻ വായിക്കുന്ന സങ്കീർത്തനം, യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ തന്നെ പ്രത്യാശ വെക്കുക. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും ശ്രേഷ്ഠമുള്ള ഈ നല്ല പകൽക്കാലം ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും നീതിയിലും നല്ലൊരു സാക്ഷിയാകുവാൻ കർത്താവെ, കഴിഞ്ഞ മാസങ്ങളിൽ അടിയന്റെ സാക്ഷി കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവെ ആ ദൈവദാസം വന്ന് എടുത്തുവെങ്കിൽ ഇന്ന് കർത്താവെ ബോംബെലാരിയുടെ ദാസിയോട് ചേർന്ന് ഈ ആലയത്തിൽ ഇരുന്നു കൊണ്ട് നിന്റെ നാമത്തിൽ 1.5 മണിക്കൂറുള്ള സാക്ഷിയും പ്രബോധനത്തിനും സ്വർഗസ്ഥ പിതാവ് എനിക്ക് നൽകിയ അഭിഷേകത്താൽ, എനിക്ക് നൽകിയ അധികാരത്താൽ ഇതാ നിന്റെ ദാസൻ നിന്റെ ഇഷ്ടത്തിൽ ഒന്ന് ഭവിക്കട്ടെ. അപ്രകാരം തന്നെ കേൾക്കുന്ന ജനത്തെ ആശ്വസിപ്പിക്കണമേ. ഏതെങ്കിലും വ്യക്തികൾ രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ശാരീരികമായി മാനസികമായി ഏതെങ്കിലും മേഖലകളിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അവരുടെ മേലെ യഹോവയുടെ ആത്മാവ്, പുത്രന്റെ അധികാരത്തിന് പരിശുദ്ധാത്മാവ് സ്പർശിച്ച് അടിയനോട് ഇടപെട്ട വചനം ഇടപെട്ടതുപോലെ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകിയ, അത് ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയുള്ളതാകിയാണ്. യഹോവയെ നീതിമാന്മാർ പെട്ടുപോകാൻ അനുവദിക്കരുത്. നീതിമാന്റെ സന്തതികൾ അപ്പത്തിനായി ഇരക്കിയില്ല, അവൻ തുണയില്ലാതിരിക്കുക. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ് അത് മടങ്ങി വരും. കഷ്ടയുടെ കാലത്ത് 25 വർഷം ദൈവമേ നിന്നെ തള്ളി പറയാതെ 15 വർഷമായി സുവിശേഷ വേല ചെയ്യുവാൻ ഈ കേരളത്തിൽ കർത്താവ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വന്ന് അനേക ഡിസ്ട്രിക്റ്റുകൾ കടന്നു സാക്ഷി പറയാനും സ്വർഗം അനുവദിച്ചുവല്ലോ. കേൾക്കുന്ന ജനത്തെ ആശീർവദിച്ച് അങ്ങയുടെ ആത്മാവ് അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്ന സാമ്പത്തിക ബന്ധിക്കപ്പെട്ട വ്യക്തികളെ, ദുരിതം അനുഭവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവരെ നിത്യതയ്ക്ക് കൊണ്ടുവരാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ, ഈ ലോകത്ത് പെട്ടുപോകാൻ ഇടവരാതെ അവരെ വിശുദ്ധിയും നീതിയും സമാധാനം കാത്തു സൂക്ഷിച്ച് യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവിൽ പെട്ടകം ഹല്ലേലൂയ തുറന്നിരിക്കുന്നു. അതിൽ കയറുവാൻ, കാഹള ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൽ പ്രത്യാശയുള്ള വിശുദ്ധന്മാർ എടുക്കപ്പെടുവാൻ ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളം യഹൂദനോട് ഇസ്രായേലിനും സകല ജാതികൾക്കും നീ വെളിപ്പെടുത്തി കൊടുക്കുന്നല്ലോ. ആകയാൽ ദൈവമേ നിന്റെ ഹല്ലേലൂയ രാജ്യങ്ങളെ, ഭരണകർത്താക്കളെ, നേതാക്കളെ, രാഷ്ട്രീയക്കാരെ, പോലീസ് ഓഫീസർമാരെ എല്ലാവരും ദൈവം പിടിപ്പിക്കണമേ. ഇന്ന് മ്ലേച്ഛതയും പാപത്താൽ നിറയപ്പെട്ട നശിച്ചു പോകുന്ന ഒരു ലോകം കർത്താവ്, യൗവനക്കാർ പാപത്തിന് അടിമകളായി, മദ്യത്തിനും ബഹുബലിക്കും അടിമകളായി, കൊലപാതകളും വക്രന്മാരും ദോഷികളുമായി തീരുന്ന കാലത്ത് ഒരു തലമുറയെ അങ്ങ് വാർത്തെടുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. സംഘടന ഭേദ വ്യത്യാസമില്ലാതെ യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉന്നത പാപമില്ലാതെ ഞങ്ങളുടെ ഹൃദയമില്ല താഴ്മ എളിമയുള്ളവരായി തീരട്ടെ. പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ, ക്രിസ്ത്യൻ മിഷണറി അനുഗ്രഹിക്കണമേ, സകല ജാതികളെ അനുഗ്രഹിച്ച് അബ്രഹാമിനോട് വാഗ്ദത്തമുള്ളതുപോലെ യേശുക്രിസ്തു നാമത്തിൽ യേശുക്രിസ്തു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ വഴി സത്യവും ജീവനും, ഞാൻ തന്നെ പുനരുദ്ധാനം പറഞ്ഞതുപോലെ ദൈവം അനുഗ്രഹിക്കണമേ. കേട്ട സമയവും കർത്താവ് ഇത്രയും സമയം അനുവദിച്ചു തന്ന പ്രസ്ഥാനത്തിന് സ്നേഹവും നിർത്തി അറിയിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനായ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപ തോന്നി കേൾക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സർവ്വമാനവും യേശുക്രിസ്തു എടുത്തുകൊള്ളണമേ. പിതാവിന് മഹത്വം കൊടുക്കുന്നു. ആമേൻ. കർത്താവേ വേഗം വരേണം.